ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണാമം. ഈ യോഗത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ അഭിലാഷ് ചുനങ്ങര അവർ, പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ എ ബി സുനിൽകുമാർ, പ്രിയപ്പെട്ട ശാഖായോഗത്തിൻ്റെ സെക്രട്ടറി ശ്രീ കെ എം ഷാജി അവർ, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ ഞങ്ങളുടെ വനിതാ സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്യാമള വിജയന്, നമ്മുടെ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ കൺവീനറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട രഞ്ജിത്ത് മറിയപ്പള്ളി അവർ, പ്രിയപ്പെട്ട നമ്മുടെ പ്രഭാഷക സന്ധ്യ വിജയകുമാർ, പ്രിയപ്പെട്ട രവിവാര പാഠശാലയുടെ അധ്യാപിക ശ്രീ ജ്യോതി സുനിൽ, മറ്റ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും വനിതാ സംഘത്തിൻ്റെ എല്ലാം പ്രിയപ്പെട്ട പ്രവർത്തകരെ, എൻ്റെ സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ചേർത്തലക്കാരനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് പല പേരുകളുമൊക്കെ എൻ്റെ ഉള്ളിലോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ശാഖയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. സെക്രട്ടറിയെയും പ്രസിഡൻ്റെയൊക്കെ പരിചയമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇവിടെ എത്താൻ തന്നെ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അമ്മായി ഉള്ളത് കൊണ്ടാണ്. ഗൂഗിൾ അമ്മായിയോട് നമ്മൾ ചോദിക്കുമ്പോഴാണ് ഈ ശാഖയിൽ വരുന്നത്. മിക്കവാറും സ്ഥലത്തൊക്കെ വഴിതെറ്റിക്കുക കൊണ്ടുപോയി. ഏതായാലും ഇന്ന് വഴിയൊന്നും തെറ്റിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുമാരനാശാൻ പറഞ്ഞതുപോലെ നേരാം വഴി കാട്ടും ഗുരുവല്ലോ വരദൈവം എന്ന് പറഞ്ഞ പോലെ ഗുരു നേരായ മാർഗത്തിൽ ഞങ്ങളെ ഇവിടെ വഴി തെറ്റിക്കാതെ കൊണ്ടുവന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമൊക്കെ തോന്നി. കാരണം നല്ലൊരു ഗംഭീരമായ ഒരു ശാഖയാണ്. ഞാൻ ഗുരുവിനെ കണ്ടില്ല, ഇങ്ങോട്ട് മഴയായ കാരണം ഇങ്ങോട്ട് കയറിയിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഐശ്വര്യത്തിൻ്റെ എല്ലാ അടയാളങ്ങളോടും കൂടിയാണ് ഈ ശാഖ ഇരിക്കുന്നത്. ഏതാണ്ട് 50 വർഷം തികയ്ക്കാനായിട്ട് കുറച്ച് നാളുകൾ കൂടെയുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഗുരുദേവൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ട് 20 വർഷമായി. അന്ന് ഈ നോട്ടീസ് കണ്ടപ്പോൾ അതും മനസ്സിലായി. ഞാനിങ്ങോട്ട് കടന്നു പോരുമ്പോൾ ഇവിടെ 300ഓളം വീട്ടുകാർ അല്ലേ ഇവിടെ ഉള്ളത്, 300ഓളം വീട്ടുകാരുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ ആണുങ്ങൾ, നമ്മുടെ സഹോദരന്മാരൊക്കെ ഏതാണ്ട് ഒരു 80% വന്നിട്ടില്ല. ഒരു 20% വന്നിട്ടുള്ളൂ. ഞാനിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ എൻ്റെ വൈഫും എൻ്റെ ഒപ്പം പോന്നു. ഇവിടെ പോകുന്നത് ഞങ്ങളിങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടത് ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ആ ദുഃഖവെള്ളിയാഴ്ചയോടനുബന്ധിച്ചുകൊണ്ട് നമുക്കറിയാം നമ്മുടെ സഹോദരന്മാർ, ക്രൈസ്തവ സഹോദരന്മാർ, അവർ ഞങ്ങൾ കടന്നു പോകുന്ന മാർഗങ്ങളിലെല്ലാം തന്നെ രോഗാതുരമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആളുകൾ ഒഴിച്ച് മുഴുവൻ ആളുകളും ആ സഹോദരന്മാരുടെ ഇടവകകളെന്നാണ് പറയുന്നത്, നമ്മുടെ ശാഖകളെന്ന് പറയുന്നത് പോലെ ആ ഇടവകൾ കേന്ദ്രീകരിച്ച് ഈശോ മിശിഹായുടെ തിരുരൂപവും വഹിച്ചുകൊണ്ടുള്ള ആ നമ്മളെ അവർക്ക് ദുഃഖമാണ്. പക്ഷേ ദുഃഖമല്ലത്. കാര്യം യേശുക്രിസ്തുവിൻ്റെ കഥ അല്ലെങ്കിൽ ബൈബിള് വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ജീസസ് ക്രൈസ്റ്റ് വന്നത് തന്നെ ഈ ഒരു ക്രൂശ് മരണം വരിക്കുവാൻ വേണ്ടി തന്നെയാണെന്നാണ് ബൈബിൾ അടയാളപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതിൻ്റെ അവസാനം ഈ ദിവസം അല്ലെങ്കിൽ ഇന്നലത്തെ പെസഹ വ്യാഴാഴ്ചയിൽ യേശുവിനെ വലിയ പീഡനത്തോടുകൂടി അദ്ദേഹത്തെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുപോകുന്ന അവസരത്തിൽ അദ്ദേഹത്തെ ഒരുപാട് അന്നത്തെ ആ നിയമങ്ങളെയൊക്കെ ലംഘിച്ചുകൊണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നുള്ള ഒരു സന്ദേശവും, അതോടൊപ്പം തന്നെ നമുക്കറിയാം സമൂഹത്തിൽ ഏറ്റവും തിരസ്കൃതയായി ജീവിച്ചിരുന്ന മഗ്ദലനക്കാരി മറിയം എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് മാനസാന്തരം ഉണ്ടാകുകയും ആ മാനസാന്തരത്തിൻ്റെ പ്രതിഫലനമായിട്ട് ദൈവപുത്രനായിട്ടുള്ള ജീസസ് അല്ലെങ്കിൽ യേശുവിനെ സമീപിച്ചുകൊണ്ട് തൻ്റെ പാപങ്ങൾ പുറത്തു തരണമെന്ന് അപേക്ഷിക്കുകയും അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് കൊണ്ട് വലിയ തൈലങ്ങൾ അല്ലെങ്കിൽ സുഗന്ധ ലേപനങ്ങൾ കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാലിൽ പൂശി അദ്ദേഹത്തെ പാദസേവ ചെയ്യുന്ന അവസരത്തിൽ അന്ന്
ഉള്ള ആ വലിയ പുരോഹിതന്മാരിൽ നടിക്കുന്ന വർഗം പറഞ്ഞു, കർത്താവെ അവളെ അടുപ്പിക്കരുത്, അവൾ വലിയ പാപിയാണ്, അവൾ വലിയ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ജീവിക്കുന്നൊരു സ്ത്രീയാണെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം നമുക്കറിയാം, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളുടെ മേൽ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ഇത് ലോകത്തെമ്പാടുമുള്ള മുഴുവൻ മനുഷ്യരോടും നമുക്ക് പറയാനുള്ളൊരു വചനമായിട്ട് വേണമെങ്കിൽ അതെടുക്കാം. നമ്മളിൽ നല്ലവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ നേരെ നമുക്ക് കൈകൾ ചൂണ്ടാൻ പറ്റുകയുള്ളൂ. ആ നല്ലവരാരൊക്കെയാണ് എന്നുള്ളത് നാം സ്വയം വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഗുരു നമുക്കറിയാം, ഞാനിങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ ഓരോ ഇടവകകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വീടുകളിൽ, ആ ഇടവകകളിൽ എന്തുമാത്രം സ്ത്രീ പുരുഷന്മാരുണ്ടോ അവരിൽ ശയ്യാവലംബികളായി കിടന്ന് ആരോഗ്യപരമായ കാരണത്താൽ നടക്കാൻ പറ്റാത്ത ആളുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ മനുഷ്യരും ആ യേശുവിനെ വാഴ്ത്തിക്കൊണ്ട് അവരെ പറയുന്ന പേരാണ് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്രിസ്തുവിനെ അനുസന്ധാനങ്ങളിൽ പിന്നാലെ നടക്കുന്നവർ. ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആമീൻ, അത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മുട്ടയിൽ നിന്ന് അവർ ഈ പറഞ്ഞ ആ ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും വഴിയും മാർഗവും എല്ലാം ആക്കി തീർത്ത സഹോദരന്മാർ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ആ കുരിശിൻ്റെ വഴിയിലൂടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കടന്നു പോകുന്നൊരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയും അതിലേറെ ദുഃഖത്തോടും കൂടി എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, നമ്മുടെ ആളുകളായിരുന്നുവെങ്കിൽ, ക്രിസ്തുമതം സ്വീകരിച്ച ആളുകളൊക്കെ പൂർവികന്മാരായ നമ്മുടെ ആളുകൾ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവർക്കൊക്കെ ഈ രാജ്യത്തുള്ള പഴക്കം 2000 വർഷത്തിന് ഇപ്പുറത്തുള്ള പഴക്കം മാത്രമാണുള്ളത്. ഈ ക്രിസ്തു വർഷം തന്നെ നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ഒരു ജനനത്തോടനുബന്ധിച്ച് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് സുവിശേഷ പ്രസംഗം പറയാൻ വന്നൊന്നുമല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മൈക്ക് വെച്ച് പുറത്ത് കേൾക്കുന്ന ആളുകളോർക്കും പുതിയ റൈറ്റ് റവറൻറ്റ് ഫാദറിനെയാണോ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. പക്ഷെ പറയാൻ ഞാൻ നിർബന്ധിതരാകുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളേതാണ്ട് 2025 വർഷങ്ങൾക്ക് മുമ്പാണ് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ഒരേ ഒരു തത്വസംഹിതയാണ് ഉണ്ടായിരുന്നത്, സ്നേഹം, അല്ലേ? സ്നേഹം. നമ്മുടെ ഗുരു പറഞ്ഞതും അതേ മാർഗം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത്, നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സില്ലിയായിട്ട് തോന്നും. നിന്നെ പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പറയാം, ഓരോ രക്ഷിതാക്കളും പറയും, എനിക്ക് ലോകത്തെ ഏറ്റവും വലിയ ഇഷ്ടം എൻ്റെ ഭാര്യയോടാണെന്ന് പറയുന്ന ആളുകളുണ്ട്, എൻ്റെ മകനോടാണെന്ന് പറയുന്ന ആളുകളുണ്ട്, എൻ്റെ മോളോടാണ് പറയുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ വെറുതെ നുണ പറയുന്നതാണ്, ആത്മാർത്ഥതയില്ലാത്ത വർത്തമാനമാണ്. വെറുതെ പറയാൻ സുഖമുണ്ടെന്ന് കരുതി എന്തും പറയരുതെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള മധുരവചസ്സുകൾ പറയാമെന്നല്ലാതെ കണ്ട് അതിൽ ആത്മാർത്ഥതയില്ല. കാരണം നമ്മുടെ മോന് ഹൃദയത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കിഡ്നി പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ഇൻറ്റേർണൽ ഓർഗൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനോടൊന്ന് ചോദിച്ചു, അല്ലെങ്കിൽ അമ്മയോട് ചോദിച്ചു, അത് നിങ്ങൾ കൊടുക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഇടറിയ സൗണ്ടിൽ പറയും, ഞാൻ കൊടുക്കാം. ഈ തള്ള അല്ലെങ്കിൽ ആ തന്ത പറഞ്ഞതാണ്, എൻ്റെ ജീവനേക്കാളും എനിക്കിഷ്ടം എൻ്റെ മോനോട് പറഞ്ഞ, മോന് ഒരു അവയവം വേണ്ടി വരികയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, നിങ്ങളുടെ മകൻ്റെ കിഡ്നി ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയിരിക്കുകയാണ്, ഒരു കിഡ്നി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അവർ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കിഡ്നി, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് കറക്റ്റാണെങ്കിൽ അത് കറക്റ്റാകുമല്ലോ എന്ന് പറയുമ്പോൾ ഈ അച്ഛൻ ആദ്യം തന്നെ പറയും, ഞാൻ നൽകാൻ തയ്യാറാണ്. രണ്ടാമതൊരു കാര്യം പറയും, ഞാൻ നൽകാൻ തയ്യാറാണ്, അതോടൊപ്പം തന്നെ ഡോക്ടറെ പുറത്തു നിന്ന് കിട്ടുകയാണെങ്കിൽ എന്ത് വില കൊടുത്തും ഞാനത് വാങ്ങാനും തയ്യാറാണ്. അങ്ങനെ പറയത്തില്ലേ? ആദ്യം പറഞ്ഞത് കള്ളല്ലേ? പുറത്തുനിന്ന് എന്ത് വില കൊടുത്തും വാങ്ങാൻ തയ്യാറാകും എന്ന് രണ്ടാമത് പറയുമ്പോൾ ആദ്യം പറഞ്ഞത് കള്ളമായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, തന്നേക്കാൾ ഇഷ്ടപ്പെടുന്നത് തൻ്റെ മോനോടാണെങ്കിൽ പിന്നെ ഒന്നും ചോദിക്കാനില്ല, ഞാൻ തരികയാണ്, അതാണ് പറയേണ്ടത്. രണ്ടാമത് ഈ അച്ഛൻ പറയും, അല്ലെങ്കിൽ അമ്മ പറയും, പുറത്തുനിന്ന് ആരെങ്കിലും തരുവാൻ തയ്യാറാകുകയാണെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന എന്തും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുകൂടെ പറയുമ്പോൾ ആദ്യം പറഞ്ഞത് കള്ളമാണ്. അതാണ് യേശു പറഞ്ഞത്, ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ, അല്ലേ? അപ്പം നിന്നെ പോലെ എന്ന് പറഞ്ഞതാണ് ഞാൻ ആദ്യം പറഞ്ഞ അച്ഛൻ്റെ രീതി. എൻ്റെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കിഡ്നിയുടെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻ്റർ ഓർഗൻ്റെ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വാക്ക് മാറുന്ന പോലെ. അപ്പം നിന്നെപ്പോലെ സ്നേഹിക്കാൻ ആണ് ക്രിസ്തു പറഞ്ഞത്. ഒരു ക്രിസ്ത്യാനിനെ കൊണ്ടും ആകത്തില്ലത്.
അവർക്കങ്ങനെ ചോദിക്കാമെന്നും അത് ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള ഒരു വചനമാണ്. ഇത് തന്നെയാണല്ലോ ആശാൻ പറഞ്ഞത്, സ്നേഹമാണ് അഖിലസാര മൊഴിയിലെന്ന് ആശാൻ പറഞ്ഞല്ലോ, സ്നേഹഗായകൻ. ഗുരു നമ്മളോടും പഠിപ്പിക്കുന്നത് എന്താണ്? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരൻ്റെ ഗുണത്തിനായി വരയണമല്ലേ. അവൻ ഇവൻ എന്ന് പറയുന്നതൊക്കെ ഓർത്താൽ അവനീലാദിമമായ ഒരു ആത്മരൂപം അല്ലേ, എല്ലാവരുടെ ഉള്ളിൽ തിങ്ങി വിളങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മ സ്വരൂപത്തിൻ്റെ ഓരോരോ അംശമായ ജീവാത്മാക്കളാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ശിവനെയും തിരക്കി നമ്മുടെ ഭഗവാൻ പറഞ്ഞെടുത്തോട്ടൊക്കെ നമ്മൾ ഗുരുവിൻ്റെ വാസ്തവത്തെ തിരിച്ചറിയാനായിട്ട് നമുക്കിന്നും സാധിച്ചിട്ടില്ല. നമ്മളിപ്പോഴും ഈ രൂപങ്ങളുടെ പുറകെ നടന്ന് തല തല്ലിപ്പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോഴും രൂപങ്ങളില്ലാതെ കണ്ട് നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാം. ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ, എനിക്കും ഭയങ്കര രൂപത്തിൻ്റെ ഭ്രാന്താണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങളെന്താ ഇവിടെ അമ്പലം തുടങ്ങാൻ പോകുന്നു? ഞാൻ ശരിയായിട്ട് വേണ്ട ഞാൻ നിങ്ങളോട് ശരിയാക്കാനായിട്ട്. അപ്പം ഞാനാളെ ശരിയല്ല. എനിക്ക് ഗണപതി ഭഗവാനോട് ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ. ഗണപതിയോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഗണപതിയുടെ നല്ല ഭംഗിയുള്ള ഒരു വിഗ്രഹമൊക്കെ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. രാവിലെ എഴുന്നേറ്റ് അല്ലേ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ നടത്തും. ഞാൻ കുടുംബസമേതം, ഞാനും എൻ്റെ ഭാര്യയും, എനിക്ക് 2 മക്കളാണുള്ളത്. ഞങ്ങൾ പ്രാർത്ഥിക്കും. എപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാലും അപ്പോഴൊക്കെ പ്രാർത്ഥിക്കും അല്ലേ. എൻ്റെ ഭാര്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെക്കാളും 100 ഇരട്ടി ഗുരുദേവൻ്റെ ഭക്തയാണ്. അമ്പലത്തിലൊന്നും പോകത്തില്ല, ഗുരു വിട്ടിട്ടുള്ളൊരു കളിയില്ല. ഞാനാണെങ്കിലോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ചെയ്യുമ്പോൾ അന്ന് ഇവളൊരു കലാപം കൂടി ഉയർത്തും വീട്ടിൽ. അപ്പം ഞാനിങ്ങനെ പാറി ഗുരുവിനോട്ട് നോക്കും, ഈ ആൾ ശരിയല്ലല്ലോ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. അപ്പം നമ്മൾ ഗുരുവിനെ അനുഭവിച്ചറിയണം. നമ്മൾ ഗുരുവിനെക്കുറിച്ച് ഒരു ഗ്രന്ഥത്തിലും വായിച്ചാലൊന്നും ഗുരുവിനെ നമുക്ക് പിടികിട്ടത്തില്ല. ഗുരുവിനെ നമ്മൾ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഗുരുവിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് ഞാനൊരു പഠന കേന്ദ്രത്തിലും പഠിച്ചിട്ടില്ല, ഒരാളുടെ അടുക്കൽ നിന്നും ഞാനൊരു ശിഷ്യത്വം സ്വീകരിച്ചിട്ടില്ല. കാരണം എനിക്കതിനുള്ള സമയം കിട്ടിയിട്ടില്ല. കാരണം ഞാൻ പണ്ട് തൊട്ടേ ഗുരുദേവൻ്റെ വലിയ ഭക്തനാണ് ഞാൻ. എനിക്കൊന്നും അറിയാൻ പാടില്ല. അതായത് പണ്ട് വാൽമീകിയെ കൊണ്ടുപോയി സപ്തർഷികൾ കാട്ടിൽ കൊണ്ടുപോയി ബോധമില്ലാതെ അല്ലേ, ആ ബോധം വരുത്തുവതിനാളായിരുന്ന പരമാചാര്യ രൂപനായിട്ടുള്ള ആചാര്യനെയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ബോധം വേണ്ടേ നമുക്ക്? ബോധം വേണം. ബോധം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ബോധമാണ്? ഈ കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറച്ച് തിരുനാമങ്ങൾ ചൊല്ലുക ഹരി നാരായണായ നമ എന്ന് നമ്മുടെ പണ്ട് നമ്മൾ നാമം ചൊല്ലുമ്പോൾ പറയും അല്ലേ. കണ്ണിനൊരു കണ്ണുണ്ട്, അകക്കണ്ണ്. ആ കണ്ണ് ഭൗതികവാദികൾക്കൊന്നും മനസ്സിലാകത്തില്ല. ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഒരു പക്ഷേ നമ്മുടെ ഭർത്താവോ മകനോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവന് ആവശ്യപ്പെടുന്ന സാധനം കണ്ടില്ല എങ്കിൽ നിങ്ങൾ മൊബൈലിൽ വിളിക്കും. അപ്പോഴേ അമ്മയോട് ചോദിക്കും, അമ്മേ എൻ്റെ റൂമിൻ്റെ താക്കോല് അല്ലെങ്കിൽ എൻ്റെ ഈ ഇരിക്കുന്ന സേഫിൻ്റെ താക്കോൽ എവിടെയാണ് ഇരിക്കുന്നത് പറയുമ്പോൾ അമ്മ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ അകക്കണ്ണ് കൊണ്ടൊരു കാഴ്ച കാണും. നീ നമ്മുടെ ടേബിളിൻ്റെ സൈഡിലിരിക്കുന്ന ഗുരുദേവൻ്റെ പുസ്തകം കണ്ടോ? അവൻ ചെന്ന് അവിടെ നിന്ന് ആ പുസ്തകം കണ്ടു. ആ പുസ്തകത്തിൻ്റെ സൈഡിൽ വേറൊരു ചെറിയ ഗ്ലാസ് വെച്ചിരിക്കുന്നത് കണ്ടോ? അതും കണ്ട്. അന്ന് ഗ്ലാസ് ഒന്ന് മാറ്റി നോക്കി. ആ കിട്ടി അമ്മേ. അമ്മ ഇവിടെ ഇരുന്നിട്ട് ഇത് ഈ 3 അവസ്ഥയും കണ്ടില്ലേ? ഇത് അമ്മ പെട്ടെന്നൊന്ന് മരിച്ചുപോയെന്നിരിക്കട്ടെ, ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ ഈ അവയവം ഉണ്ടോ നമുക്ക്? ഇല്ല. പക്ഷെ നമ്മളിതൊക്കെ കണ്ടു. ഇതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ പറയുന്നത് കണ്ണിനൊരു കണ്ണുണ്ട്. ആ കണ്ണെന്ന് പറഞ്ഞാൽ എന്നാ, കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണത് അല്ലേ. അതിന് കണ്ണായിരുന്ന, അതിൻ്റെയും കണ്ണായിരുന്ന പൊരുളേതെന്ന് തിരക്കിക്കഴിഞ്ഞാൽ ഈ ഭഗവാനാണ്. അപ്പോൾ നമ്മളോട് ഗുരു പറയുകയാണ്, നാം ശരീരമല്ല അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും അറിവായ നാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അത് വിട്ടേക്കുക. വീണ്ടും ഗുരു നമ്മളോട് പറയുകയാണ്, ഇതൊന്നുമില്ലെങ്കിലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. ഗുരു ഇപ്പം നമ്മളോടുകൂടി ശരീരത്തോട് കൂടെ ഉണ്ടോ? ഇല്ല. പക്ഷെ ഗുരുവിൻ്റെ ആ പ്രകാശത്തിന് ഏതെങ്കിലും കുറവുള്ളതായിട്ട് ഒരു ഗുരുഭക്തന്മാർക്കും മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ ക്രൈസ്തവ സഹോദരന്മാർ കുഞ്ഞുകുട്ടി ആവാലവൃദ്ധം കുരിശിൻ്റെ മാർഗത്തിൽ നടന്നുകൊണ്ട് ക്രിസ്ത്യാനികളായിട്ട് ക്രിസ്തുദേവൻ്റെ അവദാനങ്ങളെ വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ബത്ലഹേമിലാണ് ജനിച്ചതെങ്കിൽ പോലും ഒരിക്കൽ പോലും ഇന്ത്യയിൽ വന്നിട്ടില്ല. ഒരിക്കൽ പോലും ഈ സഹോദരന്മാരുടെ പൂർവികന്മാർ ആരും ക്രൈസ്റ്റിനെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? അവർ സെൻറ് തോമസ് എന്ന് വിളിക്കപ്പെടുന്ന, തോമസ് ലീഹ എന്ന് വിളിക്കപ്പെടുന്ന കർത്താവിൻ്റെ 18 ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള ഒരു അപ്പോസ്തലനായിട്ടുള്ള ആൾ
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ ശിഷ്യന്മാരും പോയ കൂട്ടത്തിൽ ഭാരതത്തിലോട്ട് അദ്ദേഹം കടന്നു വന്നു. പ്രത്യേകിച്ച് കേരളത്തിലോട്ടാണ് അദ്ദേഹം വന്നത്. ആ കേരളത്തിൽ വന്നിട്ട് യേശുക്രിസ്തു ഈ സമൂഹത്തിന്, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ട് അനുഭവിച്ച ത്യാഗങ്ങളുടെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ ആകൃഷ്ടരായിട്ടുള്ള കുറച്ച് ആളുകൾ നമ്മുടെ അന്നത്തെ സഹോദരന്മാർ ക്രിസ്തുമതം സ്വീകരിച്ചു. ആ ക്രിസ്തീയ മാർഗത്തിൽ അവർ ജീവിക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ആ ത്യാഗത്തെയും സഹനത്തെയും സ്നേഹത്തെയും ഒക്കെ കുറിച്ച് പാടിക്കൊണ്ടവർ ഈ അവരുടെ എല്ലാ ഇടവുകളുടെയും എല്ലാ അതിർത്തിയും സഞ്ചരിച്ചുകൊണ്ട് അവരിന്നലെ അല്ലെങ്കിൽ ഇന്ന് ദുഃഖമാചരിക്കുകയാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? അവരെങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം. അവരെയൊക്കെ നമ്മൾ അസൂയയോടെ നോക്കുന്നു. അവർക്ക് സമ്പത്തുണ്ടാകുന്നു, സാഹചര്യം ഉണ്ടാകുന്നു, വിദ്യാഭ്യാസം ഉണ്ടാകുന്നു, വിവരമുണ്ടാകുന്നു, വ്യവസായം ഉണ്ടാകുന്നു, രാഷ്ട്രീയത്തിലാണെങ്കിൽ ഒരു മന്ത്രിയാകുന്നു. അവരുടെ കുഞ്ഞുങ്ങളെല്ലാം അവരുടെ അച്ഛനും അമ്മയും മക്കളും ചേർന്നുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥന ചെല്ലുന്നു. നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട്? നിങ്ങൾ ആ കയ്യും കാലും ഒന്നും പൊക്കണ്ട. ഇവിടെ അച്ഛനും അമ്മയും മക്കളും ചേർന്ന് പ്രാർത്ഥന ചെല്ലുന്നതാണെങ്കിൽ എനിക്ക് കൈവെക്കാൻ പറ്റും, ഞാനത് ചെയ്യുന്നതുകൊണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കൈവെക്കാൻ പറ്റത്തില്ല. ഒരു 5-6 പേര് കൈവെക്കും. കാര്യം നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകാൻ ഇവിടെ എനിക്കറിയത്തില്ല, ഞങ്ങളുടെ നാട്ടിലില്ല, ചേർത്തലയിലൊന്നുമില്ല. ചേർത്തലയിലുള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? അതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. ഞങ്ങളൊക്കെ വെടികൊണ്ട് ചാകാൻ വിധിക്കപ്പെട്ട ആളുകളുടെ പിന്മുറക്കാരാണ്. ഞങ്ങളുടെ ആളുകളെല്ലാം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വാലായിട്ടും, നിങ്ങൾക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം രാഷ്ട്രീയ നേതാക്കന്മാർ ആരാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേർത്തലക്കാരാണുള്ളത്. മനസ്സിലായോ? ചേർത്തലയിൽ ഈ കേരളത്തിൻ്റെ വിരലെണ്ണാൻ പറയാവുന്ന തലപ്പൊക്കമുള്ള നേതാക്കന്മാർക്ക് മുഴുവൻ ജന്മം കൊടുത്തൊരു പ്രദേശമാണ് ചേർത്തല, അല്ലേ? അതിലോട്ടൊക്കെ ഞാൻ പിന്നെ വരാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അവരുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ക്രിസ്തീയ സഹോദരൻ്റെ വീട്ടിൽ അവരുടെ അപ്പനും അമ്മുമ്മയും അച്ഛനും അമ്മയും മക്കളും ചേർന്നുകൊണ്ട് അവർ കൃത്യമായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് കോട്ടുവായിടും. അങ്ങനെയല്ലേ പറയുന്നത്? ഇങ്ങനെ എന്നും പറഞ്ഞു വെക്കുന്നത് അങ്ങനെയല്ലേ പറയും? ഞങ്ങളുടെ നാട്ടിൽ ചേർത്തലക്കാരുടെ ഭാഷ കോട്ടുവായിടും എന്ന് പറയും. കോട്ടുവായിടുമ്പോൾ അവർ പള്ളിയിൽ പോയിട്ടേ തിരിച്ച് തലയിൽ തട്ടമിട്ടുണ്ട് അവരെല്ലാവരും കൂടെ സന്തോഷമായിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഈ ചേട്ടനും ചേച്ചിയും കൂടി എഴുന്നേറ്റ് വരുന്നത്, അല്ലേ? അവരെല്ലാവരും പള്ളിയിൽ പോയി അവർക്ക് പറയാനുള്ള അക്കൗണ്ടൊക്കെ കർത്താവിനോട് പറഞ്ഞ് അവർ തിരിച്ചു പോരുമ്പോഴാണ് നമ്മുടെ വീടുകളിൽ എഴുന്നേൽക്കുന്നത്. അവർ തിരിച്ചു വന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ ഭവനത്തിൽ അത് അനിവാര്യമാണ്. നമ്മുടെ ഗുരുവിൻ്റെ ധർമ്മമാർഗത്തിൽ ഗുരു പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ഒരുമിച്ച് ഇത്ര പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അച്ഛനമ്മയോ സ്നേഹത്തോടെ വിളിക്കുന്ന എത്ര ഭവനങ്ങളുണ്ട്. അമ്മൂമ്മ പറഞ്ഞ കള്ളവും വിശ്വസിച്ച് നടക്കുന്ന അമ്മമാരാണ് നമുക്കുള്ളത്. ഈ അമ്മൂമ്മമാർ ഭയങ്കര നുണച്ചികളായിരുന്നു. അമ്മൂമ്മമാർ പറയണ പണ്ട് 12-13 മക്കളുണ്ട്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കൺവീനറുടെ, എൻ്റെ കൂടെ ഇരിക്കുന്ന സുരേഷ് പരമേശ്വരൻ്റെ വീട്ടിൽ 13 മക്കളുണ്ട് കേട്ടാ. നാളെ വന്ന ആളിൻ്റെ വീട്ടിൽ അവരുടെ അച്ഛനമ്മയും കൂടെ 13 മക്കളുണ്ട്. 13 മക്കളിലൊന്നാണ് സുരേഷ് പരമേശ്വരൻ. ഇപ്പോൾ ഇരിക്കുന്ന 10-35 വയസ്സിന് താഴെയുള്ള പെണ്ണുങ്ങളിവിടെ ബോധം കെട്ട് വീഴി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അവരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും 13 മക്കൾ പ്രസവിക്കാൻ വിധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? ഞാൻ എന്നെ തൂക്കിക്കൊന്നു എന്ന് പറയും. സത്യമല്ലേ? അപ്പോൾ 13 മക്കൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് നാളെ ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന സുരേഷ് പരമേശ്വരൻ. 13 മക്കളുണ്ട് അയാളുടെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്താ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് വന്നത്? ഇടക്കിടക്ക് ഇപ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. ഒരു കുഴപ്പമുള്ള എന്താണെന്നറിയോ? ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കുറേ നാൾ 3-4 മാസം ഹോസ്പിറ്റലിലായിരുന്നു. ആശുപത്രിയിലേക്ക് കിടന്ന് ഞാൻ ഓർത്തിരുന്നത് 100 വർഷക്കാലം ഞാൻ നല്ല ആരോഗ്യത്തോടെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒരുപാട് ഇൻഷുറൻസുകാരൊക്കെ വന്നിട്ട് ഞാൻ ഇൻഷുറൻസ് എടുക്കത്തില്ല. എൻ്റെ വൈഫ് എന്നോട് എപ്പോഴും പറയും ഒരു ഇൻഷുറൻസ് എടുക്കാൻ പറയും. ഞാൻ ആവശ്യമില്ലാത്ത കാശൊക്കെ ഒരുപാട് കളയും, ആവശ്യമുള്ള ഒന്നിനും കാശ് കളയത്തില്ല. അപ്പോൾ ആവശ്യത്തിന് വെച്ച കാശുണ്ട്, കാശ് പോണ കാര്യത്തിൽ ഞാൻ തല കളയുമെന്നാണ് ഇവൾ പറയുന്നത്. അങ്ങനെ ഇൻഷുറൻസുകാരതൊക്കെ വന്നിട്ടൊന്നും ഇൻഷുറൻസ് ഒന്നും എടുത്തില്ല. എൻ്റെ അപ്പൂപ്പനായിട്ട് തുടങ്ങി വെച്ചൊരു ചായക്കച്ചവടക്കാരനാണ് ഞാൻ. ഹോട്ടലെന്ന് പറയുന്നില്ല. ഹോട്ടലെന്ന് പറയുമ്പോൾ നിങ്ങൾ കോട്ടയംകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ഹോട്ടലാണ്. അപ്പോൾ ഹോട്ടലെന്ന് പറയുമ്പോൾ അതല്ല, നാട്ടും പുറത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് എന്ന് വേണേൽ പറയാം. അപ്പോൾ അപ്പൂപ്പനായിട്ട് തുടങ്ങി വെച്ച് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം ഈ പൈസയൊക്കെ ഒരുപാടുണ്ടാകും. ഒന്ന് ഇൻഷുറൻസ് ഒന്നും എടുത്തില്ല. എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ചെറിയ അസുഖം വന്നു, എന്തോ കഴിച്ച് റിയാക്ഷൻസ് ഉണ്ടായി. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു 12 മണി രാത്രിയായി കഴിഞ്ഞപ്പോഴാണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ വലിയ നല്ല സൗകര്യമുള്ളിടത്താണ് കിടക്കുന്നത്. കൈയൊക്കെ ഇങ്ങനെ ഹീറ്റർ പോലെ ആകുന്നത്.
കൈയും കാലും ഒക്കെ. അപ്പം ഞാൻ പണ്ട് ഇവിടെ ആളില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, എക്സ്റേ ഹോസ്പിറ്റൽ. അതിൻ്റെ ക്യാൻറ്റീൻ നടത്തുമ്പോൾ ഒരുപാട് കൊല്ലം ക്യാൻറ്റീൻ നടത്തുമായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ അയൽവക്കത്തുനിന്ന് വിവാഹം കഴിച്ച ഒരാളൊരു അസുഖമായിട്ട് അയാളിങ്ങനെ പറഞ്ഞ്, എന്നെ കുട്ട എന്നാണ് വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടുകാർ. കുട്ട, എൻ്റെ ഈ ശരീരത്തിൽ കൈയും കാലൊക്കെ ഭയങ്കര ഹീറ്റാകുന്നൊരു അസുഖമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാനോർത്തു അവൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി അയാൾ. അപ്പം ഇതാണ് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത്. എൻ്റെ കൈയും കാലൊക്കെ ഹീറ്റായി കഴിഞ്ഞപ്പോൾ ഞാനും ഓർത്ത് എൻ്റെ കാര്യത്തിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മെമ്മറി വന്നത്. ഞാൻ പെട്ടെന്ന് വെള്ളാപ്പള്ളിയിൽ വിളിച്ച്, ഞാനടുത്ത് നല്ല ആളുകൾ വിളിച്ച് പറഞ്ഞിട്ട് പോയേക്കാം. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ് അമൃതയിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നോളാം, അവിടെ പോകാൻ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അമൃത ഹോസ്പിറ്റലിൽ പോയി. അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പിശുക്കന്മാർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു മെഷീൻ ഇരിപ്പുണ്ട്. ആ മെഷീൻ ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ച് ബില്ല് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. ഞാൻ അവിടുന്ന് നേരെ ലേക്ക് ഷോറിൽ പോയി. ലേക്ക് ഷോറിൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ എരുതിയിൽ നിന്നും വറചട്ടിയിലായിട്ട് വീണെന്ന് പറഞ്ഞപ്പോഴത്തെ അവിടെയും ഭയങ്കര ബില്ലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വന്ന അസുഖം കൊണ്ടല്ല ഞാൻ ചാകാൻ പോകുന്നത്. ഈ കാശ് പോണ മാനസികാഘാതം താങ്ങാതെ കണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തു പോകും. അങ്ങനെ അവിടെ കിടന്നിട്ട് ഞാൻ ആലോചിച്ച്, എൻ്റെ ഒരു ഫ്രണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ എത്രയും വേഗം വരാൻ പറഞ്ഞു. ഞാൻ 5 മാസം തുടർച്ചയായിട്ട് ഇവിടെ കിടന്നു. അങ്ങനെ ആശുപത്രി കിടന്നു കഴിഞ്ഞപ്പോൾ അസുഖമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നറിയാനായിട്ട് ഡോക്ടർമാരൊക്കെ എന്നെ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. ലാസ്റ്റ് എന്നെ കൊണ്ടുപോയി അവരുടെ റൂമിൽ ഇരുത്തിയിട്ട് 10-35 ഡോക്ടർമാർ വന്നിട്ടാണ് എന്നെ പരിശോധിക്കുന്നത്. ലാസ്റ്റ് അവരുടെ അധ്യാപകനായി ഞാൻ. എനിക്കിപ്പം മെഡിക്കൽ കോളേജിൽ ഭയങ്കര ആരാധകരാണുള്ളത്. അപ്പോൾ എന്നാൽ അവർ പരിശോധിച്ചവർ പരാജയപ്പെട്ട് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഈ മെഡിസിൻ കഴിച്ചതുകൊണ്ട്. ആ കുഴപ്പമാണ് ഇപ്പോൾ പറ്റുന്നത്. എന്താണ്? ഇന്ത്യ വിഷൻ വെക്കുമ്പോൾ ഏഷ്യാനെറ്റാണ് കിട്ടുന്നത്. ചില കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ ഭവനത്തിൽ മാനസികമായിട്ട് നമുക്ക് ദുഃഖം ഉണ്ടെങ്കിൽ ഒരുമിച്ച് നിന്ന് നമുക്ക് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, അല്ലേ? നമ്മൾ ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഇപ്പോൾ ജീസസിൻ്റെ കാര്യവും നമുക്കറിയാൻ പറ്റും. ഈ ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു അന്ത്യ അത്താഴം, അവിടെയും ഈ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ചിരുന്നു കൊണ്ടാണ് അദ്ദേഹം അത്താഴം കഴിച്ചത്, അല്ലേ? അന്നാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്. നിങ്ങൾ നമ്മുടെ ചരിത്രത്തെക്കാൾ കൂടുതൽ ക്രിസ്തീയ ചരിത്രങ്ങൾ നമ്മുടെ ആളുകൾക്ക് അറിയാം. അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല സൂക്ഷ്മമായിട്ട് കേട്ടുപിടിക്കും. നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മുടെ കുട്ടികൾ കേൾക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ അറിയാം, ആ ഭക്ഷണം കഴിക്കാതിരുത്തം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവൻ സ്വയം തിരുത്തലിന് തയ്യാറാകും. എന്താണ്? ഞാനായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഭക്ഷണം മുടക്കണ്ട. അപ്പോൾ അവനും വരും. അവനും കൂടെ വന്നതിന് ശേഷം മാത്രമേ അത്താഴം അവർ കഴിക്കത്തുള്ളൂ. നമുക്കുണ്ടോ അത്? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കരിങ്കിലിരുന്ന് അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കും അല്ലെങ്കിൽ വോളിബോൾ കളിക്കും വരുമ്പോൾ ക്രിസ്ത്യൻ കുട്ടികളുണ്ടെന്ന് അപ്പം അറിയാം. അവൻ പ്രയറിൻ്റെ സമയത്ത് കൃത്യമായിട്ട് അവൻ തിരിച്ചു പോകും. നമുക്കുണ്ടോ ഒരു കീഴ്വഴക്കം? നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് പലതും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഗുരുദേവൻ്റെ തത്വദർശനം നമുക്കായിട്ട് മാത്രമുള്ളതല്ല. ഗുരുവിനെ ഒരു ഫ്രെയിമിൽ കൊണ്ടുവന്ന് കുറേ ആളുകൾ നിർത്തി തന്നേ ഉള്ളൂ. അവർ പറയുന്നൊരു വാചകമാണ്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നല്ലേ നിങ്ങളുടെ ഗുരു പറയുന്നത്. അതിൻ്റെ അകത്തൊരു അർത്ഥമുണ്ട്, അവരുടെ ഗുരുവല്ല എന്നുള്ളത്, അല്ലേ? നമ്മുടെ ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗുരുക്കന്മാരാരും നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ശ്രീനാരായണീയരാണെന്നുള്ളൊരു അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ നിലവിളക്ക് കത്തിച്ചു വെച്ച് ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ ചെല്ലുമായിരുന്നു. ഈ ഈശ്വരൻ എന്താണെന്ന് നമ്മുടെ അമ്മൂമ്മമാർ ചെല്ലുമായിരുന്നു. എന്ത് ചെല്ലും? ശ്രീബുദ്ധൻ, ഭഗവാൻ, ക്രിസ്തു, അള്ളാഹ്, ശ്രീപരമേശ്വരൻ, ശ്രീകൃഷ്ണൻ എന്നീ പേരോതി നിന്നെ വാഴ്ത്തുന്നു നാട്ടുകാർ. അങ്ങനെ ചെല്ലത്തില്ല നമ്മൾ. ഇതിലും വലിയൊരു തത്വദർശനം എന്നാണ്? ഇതല്ലേ ഗുരുവിൻ്റെ ദൈവദശകം? ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈഴവരെയാണോ? മുഴുവൻ മനുഷ്യരും ആ നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻപദം. ആ ഈശ്വരൻ്റെ പദത്തിൻ്റെ പ്രത്യേകത എന്താണ്? ജീവിതമാകുന്ന ഒരു ആഴക്കടലെ കടന്ന് മറുകര പ്രാപിക്കുവാനായിട്ട് പ്രാപ്തിയുള്ള ഒരു ആവി കപ്പൽ അല്ലെങ്കിൽ ആവി യന്ത്രം പിടിപ്പിച്ച ഒരു കപ്പലാണ് നീ. ആ നിൻ്റെ ശബ്ദം
അതിൻ്റെ കപ്പിത്താനാണ് നീ എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇത് തന്നെയല്ലേ മുസ്ലിം സഹോദരന്മാർ ബാങ്ക്, ഇവിടെ മുസ്ലിങ്ങൾ കാണത്തില്ല, മുസ്ലിം സഹോദരന്മാർ ബാങ്ക് വിളിക്കുമ്പോൾ പറയുന്നത് അല്ലാഹു അക്ബർ എന്നവർ വിളിച്ചിട്ട് ദൈവമേ നീ മഹത്വമുള്ളവൻ, ദൈവമേ നീ മഹത്വവൽക്കരിക്കപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയല്ലാതെ കണ്ട് ആരാധനക്കർഹനായിട്ട് ആരുമില്ല. ദൈവദശകത്തിൽ നമ്മൾ പറയുന്നതാണ് നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. ഈ മായ എല്ലാം നീക്കിയിട്ട് സായുജ്യം നൽകുന്ന ആര്യന് നീയാണ്. ആ നീ ഈസ് എ ട്രൂത്ത്, നീ സത്യമാണ്, ആ ജ്ഞാനം ആനന്ദം നീ തന്നെ, വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതുന്ന ഈ മൊഴിയും നീയാണെന്ന് പറയുന്നതാണ് ഈ ദൈവദശകം. ഇത് തന്നെയാണ് മുസ്ലിം സഹോദരന്മാർ ബാങ്ക് വിളിക്കുമ്പോൾ പറയുന്നത്. മനസ്സിലായോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളത്, നീ അല്ലാതെ കണ്ട ആരാധനക്കർഹനായിട്ട് ആരുമില്ല. അവർ പിന്നെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ പറയും അത് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് ഞങ്ങളെ പഠിപ്പിച്ചതാരാണ്? നിന്റെ പ്രവാചകനായിട്ടുള്ള റസൂല് മുഹമ്മദാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അയ്യാറെ സലാം, നിന്നെ ഞങ്ങൾ കാണുന്നത് പോലെ തന്നെ മുഹമ്മദിനെയും നമ്മൾ കാണുകയാണെന്നാണ് അവർ പറയുന്നത്. ആ മുഹമ്മദീയരായിട്ടുള്ള ആളുകളുടെ ജീവിതചര്യകൾ നിങ്ങൾ ആലോചിക്കുന്നു. വഖഫ് ബോർഡിൻ്റെ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് വല്ല പക്ഷം ഉണ്ടായിരുന്നു. അവരുടെ അകത്ത് കേരള കോൺഗ്രസ്സുകാരുണ്ട്, ബി ജെ പിക്കാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, BDJS ഈ ലോകത്തുള്ള ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച 63 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മുസ്ലിം സഹോദരന്മാരുണ്ട്. അവർക്കൊരു പൊതുവായ ലക്ഷ്യം വന്നു കഴിഞ്ഞപ്പോൾ, ഒരു അപകടം വരുന്നത് തിരിച്ചറിഞ്ഞപ്പോൾ അവർ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാവരും ഒന്നിച്ചില്ലേ? ഇവിടെയാണ് ഗുരു പറഞ്ഞ് സംഘടിച്ച് ശക്തരാകാൻ പറഞ്ഞത്. നമ്മൾ സംഘടിച്ചോ? ശക്തരായോ? SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി നിലമ്പൂരിൽ നടന്ന ഒരു SNDP യോഗത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം ഒരു സത്യം പറഞ്ഞു പോയി. എന്താ പറഞ്ഞ സത്യം? അതിൻ്റെ ഗുണഭോക്താക്കളായ നിങ്ങളെങ്കിലും തിരിച്ചറിയുക. അദ്ദേഹം പറഞ്ഞ എന്താണ്? ജനസംഖ്യാനുപാതികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 53 ആളുകളാണ് അതിനകത്ത് മുസ്ലിം സഹോദരന്മാരുള്ളത്. ബാക്കി 47 ആളുകൾ വിവിധ ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാരാണ്. അവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാപനങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഈ പോഴ ഈഴവനോട് പറഞ്ഞാൽ മഴത്തിലാകത്തില്ലത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നത് വസ്തു അവർ കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റാണ് അനുവദിക്കുന്നത്. അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 10, 40, 50 ജീവനക്കാരുണ്ടെങ്കിൽ ആ 50 ജീവനക്കാർക്കും ശമ്പളം കൊടുക്കുന്നത് പൊതുഖജനാവിൽ നിന്നാണ്. 50,000 60,000 വെച്ച് ലക്ഷക്കണക്കിന് രൂപ വരുമ്പോൾ 50 കുടുംബങ്ങൾ അവിടെ രക്ഷപ്പെടുകയാണ്. അങ്ങനെ വന്നപ്പോൾ സ്വന്തമായിട്ട് സ്വാതന്ത്ര്യം കിട്ടി 8 പതിറ്റാണ്ടായിട്ടൊരു ഈഴവ സമുദായത്തിൻ്റെ കുടിപ്പള്ളിക്കുടം പോലും ഇല്ലെന്നുള്ളൊരു സത്യം അദ്ദേഹം പറഞ്ഞുപോയി. അദ്ദേഹത്തിന് വലിയ വർഗീയവാദിയാക്കിക്കൊണ്ട് ഇവിടെ മുഴുവൻ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഇത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ആളെ നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈഴവരുടെ വൈദികവും ലൗകികവുമായിട്ടുള്ള ശ്രേയസ്സിനും പ്രേയസിനെക്കുറിച്ചും ചിന്തിക്കാനും പ്രവർത്തിക്കുവാനുമാണ് അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. അദ്ദേഹം ഇത് പറയണ്ടേ? അദ്ദേഹത്തെ വല്ല വർഗീയവാദാക്കി. ഈ വെള്ളാപ്പള്ളിക്ക് നിലപാടില്ലെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഈ ചേരനെ തിന്നണ നാട്ടിൽ ചെന്നാൽ നമ്മൾ എന്ത് തിന്നണം? ചേരയുടെ നടുതുറുക്ക് തിന്നണം. നിങ്ങൾ കേരള രാഷ്ട്രീയത്തെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഒരു നിലപാടുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? ഇന്ന് നിലനിൽക്കുന്ന നാളെ ആരെങ്കിലും ഒരു പാർട്ടി വിട്ടു കഴിഞ്ഞാൽ മറ്റേന്നാൾ ആ പാർട്ടി LDF വിട്ടു വന്നവനെ UDF പരവതാനി വിരിച്ച് അവർ സ്വീകരിക്കുന്നു. UDF വിട്ടു വരുന്നവനെ LDF പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നു. ഇപ്പോൾ പഠിക്കാനായിട്ടൊരു കുടിപ്പള്ളിക്കുടം പോലും ഇല്ലാഞ്ഞ കാലഘട്ടത്തിലാണ് നമുക്ക് ആദ്യത്തെ കോളേജ് തരുന്നത്. ആദ്യത്തെ കോളേജ് തന്ന ആരാണ്? R. ശങ്കർ സാറാണ്. ശങ്കർ സാർ ആരായിരുന്നു? SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഓർത്തോണം. ശങ്കർ സാർ, നിങ്ങളാദ്യം നിങ്ങളുടെ ആണുങ്ങളെൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളെ ആളുകൾ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിക്കൊള്ളണം. SNDP യോഗം രൂപീകരിക്കുന്ന 1903-ലാണ്. SNDP യോഗം രൂപീകരിക്കുമ്പോൾ 1903 രൂപീകരിക്കുമ്പോൾ ഇവിടെ കേരള സംസ്ഥാനമില്ല. കേരള സംസ്ഥാനമേ രൂപം കൊണ്ടിട്ടില്ല. ഇവിടെ കൊച്ചിയും മലബാറും തിരുവിതാംകൂറുമേ ഉള്ളൂ. ബ്രിട്ടീഷ് മലബാർ, കൊച്ചി. ഇതാണ് 1903 ഇവിടെ SNDP യോഗം രൂപീകൃതമാകുമ്പോൾ ഇന്ന് നിലവിൽ ഉള്ള രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാക്കിയയാളുടെ അച്ഛന്മാർ പോലും ജീവിച്ചിരുന്നിട്ടില്ല. ഇന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ച ആളുകളുടെ അച്ഛന്മാർ ജനിക്കാത്ത കാലത്താണ് SNDP യോഗം ഉണ്ടാക്കിയത്. SNDP യോഗം ഉണ്ടാക്കിയത് ഈഴവൻ്റെ വൈദികവും ലൗകികവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടല്ല. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട 80% വരുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് ഗുരുദേവൻ SNDP യോഗം രൂപീകരിച്ചത്. ഇവിടെ ബൈലയിരിപ്പുണ്ട്, നിങ്ങളടുത്ത് വായിച്ചു നോക്കൂ. 18 വയസ്സും സ്ഥിരബുദ്ധിയുള്ള ശ്രീനാരായണ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും മെമ്പർഷിപ്പ് കൊടുക്കുന്നതാണ് SNDP യോഗം.
ആ SNDP യോഗത്തിന് മെമ്പർഷിപ്പ് കിട്ടുന്നതിന് അന്ന് 5 രൂപയായിരുന്നു. 5 രൂപ എന്ന് പറഞ്ഞാൽ 8 രൂപ ഒരു പവൻ്റെ സ്വർണ്ണത്തിനുള്ള കാലത്താണ് 5 രൂപയ്ക്ക് SNDP യോഗം മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ഇന്നത്തെ കണക്ക് വരികയാണെങ്കിൽ 49,580 രൂപ വരും. നിങ്ങൾ 5 രൂപയുടെ മെമ്പർ കൊടുത്തിട്ടുണ്ട്. ശാഖാ സെക്രട്ടറിയുടെ അമ്മക്ക് പറയാൻ നിൽക്കുന്ന ആളുകൾ കേട്ടോ ഇത്. 5 രൂപയ്ക്ക് ഇന്നത്തെ 5 രൂപയ്ക്ക് ഒരു റവന്യൂ സ്റ്റാമ്പ് കിട്ടത്തില്ല. 5 രൂപയും കൊണ്ട് റവന്യൂ സ്റ്റാമ്പിന് ചെന്ന് കഴിഞ്ഞാൽ അത് മേടിച്ച് പോക്കറ്റ് വെച്ചിട്ട് അയാൾ ചോദിക്കും 2 തെറ്റേ. എന്താ കാര്യം? 5 രൂപ കൊടുക്കാനില്ല. ആ മെമ്പർഷിപ്പ് കൊടുത്ത് വെച്ചിട്ട് 50,000 രൂപയുടെ ചോദ്യം ചോദിച്ചിട്ടാണ് ഇവന്മാർ വരുന്നത്. ഇവർ മനസ്സിലാക്കേണ്ടത് ആ SNDP യോഗം പൊരുതി നേടിയതാണ് നമുക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം. ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി അവധി ദിനമായിട്ട് പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രീയക്കാരനല്ല. നിങ്ങൾ ആലോചിച്ചും ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചത് എന്നാണ് നിങ്ങൾക്കറിയാം. ഇവിടെ ധർമ്മപഠന കേന്ദ്രവും രവിവാര പാഠശാലയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്കറിയാൻ സാധിക്കുമെന്ന് 1928 ആ 28 ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചിട്ട് 11 കൊല്ലം കഴിഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരെയും കേരളത്തിലുണ്ടാകുന്നത്. 1939 NC ശേഖർ, D ദാമൻ, EMS, P കൃഷ്ണപിള്ള ഇവർ രഹസ്യമായിട്ടുണ്ടാക്കിയതാണ്. പിന്നീട് ഇന്ന് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കൺവെർട്ട് ചെയ്തു വന്ന CPM, CPIM ഒക്കെ. ഗുരുദേവൻ്റെ മഹാസമാധി കഴിഞ്ഞിട്ട് 11 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാണ് ഉണ്ടായത് ഈ പ്രസ്ഥാനം. കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെ ഒരു കൂട്ടമേ ഇല്ലായിരുന്നു ഇവിടെ. മനസ്സിലായോ? പിന്നെ നിങ്ങൾ ആലോചികളുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുറേ ആളുകളുടെ കഥയും പറഞ്ഞിട്ട് വരുമ്പോഴേ പണ്ട് കുമാരനാശാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർത്തോളണം. ഇവിടെ വെളുത്ത സായിപ്പ് ഭരിച്ചാലും കറുത്ത സായിപ്പ് ഭരിച്ചു കഴിഞ്ഞാലും കോരന് കുമ്പിളി തന്നെയായിരുന്നു തന്നെ കഞ്ഞി. അല്ല, നമുക്ക് നമ്മുടെ പൂർവ്വന്മാർക്ക് വഴി നടക്കാൻ പാടില്ല, തുണിയെടുക്കാൻ പാടില്ല, പെരകെട്ടാൻ പാടില്ല, പേരിടാൻ പാടില്ല. എന്തിനു പറയുന്നു? ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവന് ഡൽഹിയുടെ ത്രിവർണ്ണ പതാക ആര് പറത്തിയാലും നമുക്കെന്താണെന്ന്. ഇവിടെ വലിയ ആളുകൾ ഇരിപ്പുണ്ടല്ലോ, അവർ സ്വാതന്ത്ര്യത്തിൻ്റെ കഥയും പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ഗുരു വരെയും പറഞ്ഞത് നമുക്ക് സന്യാസം തന്നത് ആരാണെന്നാണ് ഗുരു പറഞ്ഞത്. സായിപ്പാണ് നമുക്ക് സന്യാസം തന്നെന്ന് പറഞ്ഞതല്ലേ. ഗുരു നമ്മളോട് പറഞ്ഞ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ പറഞ്ഞില്ലേ. എല്ലാ അറിവും വേണം. നിങ്ങൾ ധർമ്മപഠന കേന്ദ്രത്തിലെ ആളുകളും രവിവാര പാഠശാലയിലെ ആളുകളും കേൾക്കാൻ പറയുകയാണ്. ഗുരു പറഞ്ഞത് എന്തിനാണ്? അറിവുള്ളവന് മാത്രമാണ് തിരിച്ചറിവുണ്ടാകുന്നത്. നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. എന്താ പറ്റിച്ചത്? ശ്രീരാമചന്ദ്രനെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? മര്യാദ പുരുഷോത്തമനാണ് ശ്രീരാമചന്ദ്രൻ അല്ലേ. വാൽമീകി ആരായിരുന്നു നമുക്കറിയാം. വാൽമീകി ആരാണ്? വാൽമീകിയുടെ പൂർവാശ്രമത്തിലെ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ ജാതി പേരൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പേര് രത്നാകരൻ എന്നായിരുന്നു. അദ്ദേഹത്തിനൊരു വളർത്തച്ഛൻ ഉണ്ടായിരുന്നു. രത്നാകരനൊരു വളർത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? പേര് അറിയില്ല. സുബാഹു. കേട്ടോ, കാട്ടിലെ വലിയ കൊള്ളക്കാരനായിരുന്നു സുബാഹു. അദ്ദേഹം ഇങ്ങനെ കൊള്ള ചെയ്ത് ആ കൊള്ള മുതലിൻ്റെ വീതം കൊണ്ടുപോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം കഴിയുന്നത്. അങ്ങനെ ഇരിക്കെ ചെയ്താണ്. കഥയാണ് കേട്ടോ, കഥയിൽ ചോദ്യമൊന്നുമില്ല. ഈ ചോദ്യമൊക്കെ പറഞ്ഞിട്ട് എന്നെ വിഷമിപ്പിച്ച് കളയരുത്. കഥയാണ്, കഥയിൽ ചോദ്യമില്ല. അപ്പോൾ അദ്ദേഹം വലിയ കൊള്ളയൊക്കെ ചെയ്ത് അവിടെ കഴിയുമ്പോഴാണ് ഒരു കുട്ടിയെ ഒരു തൊട്ടിലാടെ കടിച്ചുകൊണ്ടൊരു ചെന്നായി ഓടുന്നു. ആ ചെന്നായി അദ്ദേഹം വധിച്ചിട്ട് ആ കുട്ടിയെ എടുത്ത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടേ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ശബരി എന്നാണ്. ശബരി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാമായണത്തിൻ്റെ മൂലഗ്രന്ഥത്തിൽ ഈ എഴുതുമ്പോൾ ശബരിമലയിൽ അയ്യപ്പക്ഷേത്രം ഇല്ലെന്നും കൂടെ നിങ്ങൾ തിരിച്ചറിഞ്ഞോളണം. ശബരി എന്ന് പറഞ്ഞ സ്ത്രീ അവിടെ താമസിച്ചുകൊണ്ടാണ് ആ മലക്ക് ശബരിമല എന്ന് പിൽക്കാലത്തെ പേരുണ്ടായത്. അല്ല ഹരിഹരസൂദൻ ആനന്ദ ചിത്തൻ അയ്യപ്പ സ്വാമിയേ എന്നും പറഞ്ഞ് വിളിക്കാമെന്നല്ലാതെ കൊണ്ട് കാര്യമൊന്നുമില്ല. അന്ന് അവിടെ ഇല്ലായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ശബരി എന്ന് പറഞ്ഞ സ്ത്രീയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു രത്നാകരൻ എന്ന് പേരൊന്നും ഇട്ടിട്ടില്ല, കൊണ്ടു കൊടുത്തു. എനിക്ക് കിട്ടിയതാണെന്ന് അവർ വളർത്തിക്കൊണ്ട് വന്നു. ഈ കാട്ടിലെ ഒരു നീതിയുണ്ട്. കരുത്തുള്ളവൻ്റെ കൂടെയാണ് കാട്ടിൻ്റെ നീതി. അവൻ അരോഗ ദൃഢഗാത്രനായി കഴിഞ്ഞപ്പോൾ വളർത്തമ്മയ്ക്ക് അവനോട് പ്രണയം തോന്നി. ഇതറിഞ്ഞ ഈ കാട്ടാളനായിട്ടുള്ള അവൻ്റെ അച്ഛൻ സുബാഹുവായിട്ട് അവൻ ദ്വന്ദ്വയുദ്ധത്തിൽ അല്ലെങ്കിൽ തമ്മിലിടിച്ച് ഈ സുബാഹു എന്ന് പറഞ്ഞ എൻ്റെ വളർത്തച്ഛനെ രത്നാകരൻ എന്ന് പറഞ്ഞ വാൽമീകി കൊന്നു കഴിഞ്ഞിട്ട് ആ അമ്മയെ, വളർത്തമ്മയെ, ഈഡിപ്പസിൻ്റെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഈഡിപ്പസിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം. ഈ സുബാഹുവിനെ വധിച്ചതിന് ശേഷം സ്വന്തം വളർത്തമ്മയെ ഭാര്യയാക്കി സ്വീകരിച്ചവനാണ് ഈ പറഞ്ഞ രത്നാകരൻ എന്ന് പറഞ്ഞ വാൽമീകി. ആ രത്നാകരൻ അങ്ങനെ ഈ ഇരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം അവരുടെ വളർത്തച്ഛൻ ചെയ്യുന്ന പണി തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സപ്ത ഋഷികളുമായിട്ട് അദ്ദേഹം കാണാനായിട്ട് ഇടുന്നത്. ഗുരു പറയുന്നില്ലേ, ചാരത്ത് വസിപ്പാനൊരു ഭാഗ്യം തരണമേ അല്ലേ. നല്ലവനുമായിട്ട് കൂട്ടുകൂടാനായിട്ടുള്ള അവസരം വരുമ്പോഴാണ് നമുക്ക് നല്ലത് വരുന്നത്. വേണ്ടേ? കള്ളുകൂടിയനായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്താണ്? നേരം പെടുത്താൻ മുഴുവൻ അവൻ ബാറിപ്പോയതിൻ്റെ കഥയില്ലാതെ അവൻ പറയത്തില്ല. അപ്പോൾ ലാസ്റ്റ് ഇവൻ്റെ പറച്ചിൽ നശിപ്പിക്കാൻ പോയി നമുക്കും പോകാൻ പാടില്ലെന്ന് പറയും അല്ലേ.
ചൂത് കളിക്കണവൻ്റെ പോയി കഴിഞ്ഞാൽ അവൻ ചൂതുകളിയുടെ കഥയെ പറയുന്നുള്ളൂ. നല്ല ആളുകളുമായിട്ട് സംസർഗമുണ്ടെങ്കിൽ അവൻ നല്ലതേ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലവനുമായിട്ട് കൂട്ടുകൂടണമെന്ന് പറഞ്ഞ കാര്യം അതാണ്. അപ്പോൾ ഈ സപ്തഋഷികൾ വരുമ്പോൾ ഈ രത്നാകരൻ എന്ന് പറയുന്ന വാൽമീകി എന്ന് പറയുന്ന ആളിൻ്റെ പൂർവാശ്രമത്തിലെ പേര് രത്നാകരൻ അവരെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങളവിടെ നിൽക്കുക. ആകെ കൂടെ അവരൊരു കോണകം മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ. അതോ അവർക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ ആരെങ്കിലും കണ്ടാൽ കണക്കേട, ആരും കാണാനുമില്ല. അപ്പോൾ ആരും കാണാനില്ലെങ്കിൽ നമുക്ക് വല്ലവരും തൊഴിൽ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെ ഈ നാട്ടിലെങ്കിലും ഒരു മനുഷ്യനുമില്ല. നമുക്ക് എവിടെ എവിടെയെങ്കിലും പോകാമെന്നേ, ആര് കാണാനിരിക്കുന്നു? അപ്പം അതുകൊണ്ട് നമ്മുടെ കൾച്ചർ വെച്ചവരെ കൂടണ്ട. കാര്യം അവർ മാനാപമാന സമന്മാരാണ്. കാര്യം എന്താണ്, പണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, ഈ കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കഥയുണ്ടല്ല, ഇങ്ങനെ എന്താണ്, ഗോപസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ട് അരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും കാണിച്ചും അല്ലേ, ഓരോ കൊള്ളുകലാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളുടെ പറയുന്നു. ഈ കരയിലോട്ട് കയറാൻ വരുമ്പോൾ നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? നമുക്കിപ്പോഴും നാണം വരത്തില്ലേ? കുളിക്കാൻ പോയിട്ടുള്ള ഗോപസ്ത്രീകളുടെ തുണിയെല്ലാം വാരി കൊണ്ടുപോയി ഭഗവാൻ അരയാലിൻ്റെ കൊമ്പത്ത് കയറി അതിന്മേൽ കെട്ടിക്കെട്ടിയിട്ട് താഴത്ത് നിൽക്കുന്ന പെണ്ണുങ്ങൾ ഗോപസ്ത്രീകൾ ഭഗവാനോട് ചോദിക്കണം, ഭഗവാനെ നീ എൻ്റെ വസ്ത്രങ്ങൾ ഇങ്ങോട്ട് താ, എനിക്ക് നാണമായിട്ട് എനിക്ക് കരയിലോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഭഗവാൻ പറയണ, മുട്ടപ്പം വെള്ളത്തിൽ നിന്നാൽ തരാം. ഇതൊക്കെ കഥകളുണ്ടല്ലേ? അപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈ ഭഗവാൻ ഭയങ്കര കുഴപ്പക്കാരനാണെന്ന് തോന്നും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്താണ് ഈ ഭഗവാന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മറക്കാനുള്ളത്? നിങ്ങളതൊന്നും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നല്ല സുന്ദരികളായിട്ട് നടക്കുന്നു, നിങ്ങൾക്ക് നാളൊരു അസുഖം വന്നു, നിങ്ങളൊരു ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡോക്ടറെ നമ്മൾ ദൈവത്തെപ്പോഴും കാണുന്നത്, ഇല്ല, ദൈവത്തിൻ്റെ പ്രത്യക്ഷ രൂപമായിട്ട് ഡോക്ടറെ കാണുന്നത്. അതിൻ്റെ അകത്തൊരു 10% ഡോക്ടർമാർ കൊള്ളില്ലാത്ത ഡോക്ടർമാരുണ്ട്. പക്ഷേ 90% ഡോക്ടർമാരും ഈശ്വര സ്വരൂപന്മാരായിട്ടുള്ള ഡോക്ടർമാരുണ്ട്. അവരുടെ അമിതമായ ആസക്തി മൂലം അവരുടെ സ്വഭാവം നശിച്ചു പോകുന്ന ഡോക്ടർമാരുണ്ട്. ഇല്ലാത്ത ആളുകൾ അവർ ദൈവത്തെ പ്രാർത്ഥിച്ച് അവർ ദൈവത്തിൻ്റെ കരങ്ങളായിട്ടാണ് അവരുടെ കരങ്ങളെ കാണുന്നത്. കാര്യം അവർ പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ആ ഭഗവാൻ ആ ഡോക്ടറുടെ മുമ്പിൽ നമ്മളെല്ലാം അഴിക്കാൻ പറഞ്ഞാൽ അഴിക്കത്തില്ലേ? അഴിക്കത്തില്ലേ? കാരണം ഡോക്ടറുടെ മുമ്പിലൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല. നമുക്ക് പറ്റുമോ? ഇതുപോലെ തന്നെയാണ് ഭഗവാൻ എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ആ കഥയിലൊരു ചോദ്യമുണ്ട്. നിങ്ങൾ കരയിലോട്ട് കയറാൻ വരുമ്പോഴേ, എൻ്റെ കണ്ണുകൊണ്ട് കാണാത്തത് എന്താണ് നിൻ്റെ ഹൃദയത്തിലും ഹൃദയത്തിൻ്റെ പുറത്തുള്ള ഈ ശരീരത്തിലും എന്നാണ് ഭഗവാൻ ചോദിച്ചത്. നിൻ്റെ ഈ ബാഹ്യമായിട്ടുള്ള ഈ പറയുന്ന മാനം നീ മാറ്റൂ, നീ എന്നെ പരിപൂർണമായിട്ട് പ്രാപിക്കാനാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ഒരിക്കൽ പോലും ഈ 16,008 പെണ്ണുങ്ങളെ കെട്ടിയിട്ടില്ല. ഈ 16,000 പെണ്ണുങ്ങളെയും ജരാസന്ധൻ തടസ്സത്തിലിട്ടിരുന്ന പെണ്ണുങ്ങളാണ്. ഓർത്തോളണം, ജരാസന്ധൻ എന്ന് പറഞ്ഞാൽ കാമഭ്രാന്തനായിട്ടുള്ളൊരു രാജാവ് കാണുന്ന കന്യകമാരെ എല്ലാം അദ്ദേഹത്തിൻ്റെ ഭടന്മാർ, പണ്ടൊരാൾ പിന്നീടുണ്ടായി, ഇദിയമീൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിട്ടുണ്ട്. ഇദിയമീൻ അയാളുടെയും ജോലി ഇതായിരുന്നു. അയാളുടെ നല്ല നല്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ പിടിച്ചിട്ടേ കൊടുത്താൽ വലിയ പാരിതോഷവും കൊടുക്കും. അവിടുത്തെ രാജാവിനാണെന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടത്തുമില്ല, അയാൾ വെടിവെച്ച് കൊന്നു കളയും. ഇതുപോലെ തന്നെ ജരാസന്ധൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഈ പറഞ്ഞ നല്ല സ്ത്രീകളെല്ലാം പിടിച്ച് അദ്ദേഹത്തിൻ്റെ തടവറയിലിട്ട് ജരാസന്ധനെ കൊന്നു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീകൾ 16,000 സ്ത്രീകളും ചോദിച്ചു, ഭഗവാനെ, ഞങ്ങൾ അറിയപ്പെടുന്ന ജരാസന്ധൻ്റെ ഭാര്യമാരെന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളിനി ആരാണ് ഈ പൊതുസമൂഹത്തിൽ, ഞങ്ങൾ വൈധവ്യം പേറി അല്ലെങ്കിൽ ഞങ്ങൾ പൊതുസമൂഹത്തിൽ അപമാനിതനായിട്ട് നടക്കുമ്പോൾ ഞങ്ങൾ ആരെ രക്ഷിക്കുമെന്ന് ചോദിച്ചപ്പോഴാണ് ഭഗവാൻ തൻ്റെ ഭാര്യ പദവി നൽകിയത്. കൃഷ്ണൻ്റെ ഭാര്യമാരാണ്. കാര്യം ഒരു രാജാവിൻ്റെ രാജ്യം, ആ രാജാവിനെ തോൽപ്പിച്ച് പിടിച്ചെടുക്കി കഴിഞ്ഞാൽ രാജാവിൻ്റെ എല്ലാ സമ്പത്തും അന്നത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് പിടിച്ചെടുക്കുന്ന രാജാവിനുള്ളതാണ്. മനസ്സിലായോ? അങ്ങനെയാണ് 16,000 സ്ത്രീകൾ ഭഗവാന്റെ ഭാര്യമാരായിട്ട്. ഒരിക്കലും ഭഗവാൻ അങ്ങോട്ട് ചെന്നിട്ടും ഭർത്താവായിട്ട് ആൾ വേണമെന്നും ചോദിച്ചു ചെന്നിട്ടില്ല. ഓർത്തോളൂ. അതിനുമൊക്കെ കഥയുണ്ട്, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പണ്ട് പാർവതി, നിങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ വ്രതം എടുക്കുമല്ലോ, പാർവതി ദേവിയെ തപസ് ചെയ്തിട്ട് ഈ ഗോപസ്ത്രീകൾ എല്ലാവരും കൂടെ മനസ്സിൽ കണ്ട ഒരേ ഒരു രൂപം ഭഗവാന്റെ ആയിരുന്നു. എല്ലാവർക്കും ഭഗവാനെ തന്നെ ഭർത്താവായിട്ട് കിട്ടണമെന്നാണ് പറഞ്ഞത്. തഥാസ്തു, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഭഗവതി അനുഗ്രഹം കൊടുത്തിട്ടൊരു കഥയുണ്ട്. അത് പൊക്കോട്ടെ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, കഥയുടെ അകത്തെല്ലാം കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഗുരുവിലോട്ട് തിരിച്ചു പോകണം. എങ്ങനെ പോകണം? ഗുരു നമ്മളോട് എന്ത് പറഞ്ഞു? നാം ശരീരമല്ലെന്ന് പറയുന്നു. അറിവാണോ? ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് അറിവായി നാം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ വിശ്വസിക്കുന്നതാ. പക്ഷേ ഇതൊന്നുമില്ലെങ്കിലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എൻ്റെ അനുഭവം ഉണ്ടല്ലോ 100 പറയാൻ. എൻ്റെ അനുഭവം, ഞാനിത് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ പെന്തക്കോസ്റ്റുകാരനായിപ്പോവും. എൻ്റെ ഹോട്ടലിൻ്റെ വാതിക്കൽ ഒരു ഗുരുവിരിപ്പുണ്ട്. അവിടെ എൻ്റെ കടയിട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. എനിക്കെന്ത് തടസ്സം വന്നാലും ഞാൻ എപ്പോഴും പറയുന്നൊരു ഗീർവാണമുണ്ട്. എനിക്കെന്തെങ്കിലും കുഴപ്പം വന്നുവെങ്കിൽ ഈ ഗുരു എഴുന്നേറ്റ് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണമെന്ന് ഞാൻ ഇവരോടും പറയും.
ഞാൻ വലിയ കുഴപ്പക്കാരനാണെന്ന് എൻ്റെ ഒരു ആകാരമൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ. ആവശ്യമുള്ളതിലും ആവശ്യമില്ലാത്തതിലൊക്കെ ചെന്ന് തലവെക്കും. ഏത് കേസും പിടിക്കും. അടിയും കിടി ഇടിയും കിടി. ഞങ്ങളുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ കേസിലും ശശികുമാർ ഒരു പക്ഷം പിടിക്കും. ഞാൻ പിടിക്കുന്ന പക്ഷം വിജയിക്കുകയും ചെയ്യും. ഇത് ഗുരുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ നാട്ടിൽ പറയകാട് നാലുകുളങ്ങര ദേവീക്ഷേത്രം എന്ന് പറഞ്ഞൊരു വലിയ ക്ഷേത്രമുണ്ട്. ഞങ്ങളുടെ പൂർവികന്മാർ നിസ്സാരക്കാരല്ലായിരുന്നു. ശിവഗിരിയിൽ ഗുരുദേവൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പറയകാട്ടിൽ കൊണ്ടുവന്ന് രാഷ്ട്രപതിനെ കൊണ്ടുവന്ന് ഗുരുദേവൻ്റെ പ്രതിമ, അന്ന് ഗുരുക്ഷേത്രങ്ങളില്ല, ഗുരുമന്ദിരങ്ങളുടെ അനാച്ഛാദനങ്ങളാണുള്ളത്. ഞങ്ങളിവിടെ ഗുരുവിനെ പ്രതിഷ്ഠിച്ചായിരുന്നു. പ്രതിഷ്ഠിക്കാനുള്ളൊരു കാരണം, ഞങ്ങളുടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാൻ ഇവിടെ വന്നപ്പോൾ അവിടുത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീട്ടിലാണ് ഭഗവാന് വിശ്രമിക്കാനായിട്ടുള്ള സാഹചര്യം കൊടുത്തത്. അപ്പോൾ അവർ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഭഗവാൻ വിശ്രമിക്കുമ്പോൾ ആരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയി. പഴയ കാലത്ത് നമ്മുടെ ഇന്നത്തെ സൗകര്യമല്ല ഉള്ളത്. നമ്മൾ ഓടാമ്പലം എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും, സാക്ഷ എന്ന് പറയും. എന്താണ് ഇവിടെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ തന്നെയാണോ പറയുന്നത്? ആ വീട്ടിലെ കുടുംബക്കാരന് ഗുരുദേവൻ കിടന്ന മുറിയുടെ പുറത്തുനിന്ന് ഓടാമ്പലിട്ടിട്ട് പോയി. അദ്ദേഹം ഒരു 350 മീറ്റർ കഴിഞ്ഞാണ് അമ്പലം. അവിടെ ചെന്നപ്പോൾ ഗുരുദേവൻ ഇരിക്കുന്ന അവിടെ. അപ്പോൾ അദ്ദേഹം ഓടി വീട്ടിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ കട്ടിലേ ഗുരുദേവൻ കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പണ്ടൊരു സിനിമ കണ്ടില്ലേ, മറ്റേ ജഗതി ശ്രീകുമാർ മുടിയൊക്കെ വളർത്തി കോഴിക്കാലും കടിച്ചിട്ടുണ്ടപ്പോൾ നമ്മളുടെ ഇന്നസെൻ്റ് കണ്ടില്ല. ഇന്നസെൻ്റ് അവിടെ ചെന്ന് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നസെൻ്റ് ഉണ്ടായല്ലോ വലിയപ്പന് ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായി. എടാ എനിക്കിഞ്ഞ് ഭ്രാന്തായോ, എൻ്റെ റിലേ പോയോ, ഗുരുദേവ് ഇവിടെ കിടക്കുന്നു, ഞാൻ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ ഗുരു നമ്മൾ കണ്ട ആളല്ല, ഗുരു അവിടെ ഇരിപ്പുണ്ട്. ആ ഗുരു ഇരുന്നിടത്താണ് ഞങ്ങൾ ഗുരുവിൻ്റെ ഗുരുമന്ദിരം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അന്ന് ശിവഗിരിയിലില്ല. അപ്പോൾ ഗുരു ഒരു ബ്രഹ്മസത്യമായിട്ട് അവിടെ നിൽക്കുന്നു. ഞങ്ങളുടെ പറയകാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈഴവന്മാർ എവിടെയൊക്കെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അവർ വാഴ പോലെയാണ്. വാഴയുടെ പ്രത്യേകത എന്താണ്? വാഴ വെച്ചവന് തല കൊടുക്കത്തില്ലേ? വാഴ വെച്ചത് ആരാണ്? നമ്മുടെ സ്വന്തം തന്തയായിരിക്കും, അവന് തല കൊടുക്കത്തില്ല. ഈഴവൻ്റെ പ്രത്യേകത എന്താണ്? ഈഴവൻ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയത്തിൽ കൊണ്ടുപോയി അവൻ്റെ തലച്ചോറ് പണയപ്പെടുത്തും. തലച്ചോറ് പണയപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ആ പ്രസ്ഥാനത്തിന് വേണ്ടി തല കൊടുക്കത്തില്ലേ? നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ബി ജെ പിയുടെ മുഴുവൻ രക്തസാക്ഷി മണ്ഡപത്തിലിരിക്കുന്ന രക്തസാക്ഷികളുടെ ജാതി തിരിച്ച് നോക്കുകയാണെങ്കിൽ ഈഴവനായിരിക്കും. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തസാക്ഷി മണ്ഡപങ്ങളിലേക്ക് ഫോട്ടോ ഒട്ടിച്ച് വെച്ചിരിക്കുന്നില്ലേ, അവൻ്റെ ജാതി തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവനും ഈഴവനായിരിക്കും. ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഈഴവനെ കണ്ടിട്ടാണ് ഈ കൊല മുഴുവൻ നടക്കുന്നത്. വേറെ ആർക്കും നല്ല സൗകര്യമില്ല. കാര്യം എന്താണ്? ഇവന് അഞ്ജനം എന്നത് ഞാനറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കുന്ന. അഞ്ജനോ അറിയാൻ പാടില്ല, മഞ്ഞളോ അറിയാൻ പാടില്ല, വെളുപ്പോ അറിയാൻ പാടില്ല. ഇവൻ നാട് നന്നാക്കാൻ നടക്കുകയാണ്. ഇവനെല്ലാം ഇവൻ്റെ വീട്ടിൽ സമ്പൂർണ്ണ പരാജയമാണ്. നിങ്ങൾ തിരക്കുന്ന നോക്കൂ. എന്താ കാര്യം? ഇവൻ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ലെന്നേ. ഈ അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ട് തർക്കിക്കാൻ ആളെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ശാഖയിലുള്ള 2590 നമ്പർ ശാഖയിലുള്ള നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ പോയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ തർക്കിച്ച് തോപ്പിച്ച് അവാർഡ് മേടിച്ചിട്ട് ഇവിടെ വരും. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കാലേ വീണ് കരഞ്ഞു പറയും, മൈ ബ്രോ ഐ ആം ഫെയിൽ, ഞാൻ തോറ്റു, ഇതേ അമേരിക്കയുടെ അവാർഡ് താന്ന് പറയും. വരും. അവൻ ഇവിടെ വന്ന് വിജയശ്രീലാളിതനായിട്ട് വരും അല്ലേ? അവൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും പ്രായപൂർത്തിയായ മകൾക്ക് ജോലി കിട്ടാത്ത കാര്യമോ, അവിടെ കല്യാണം കഴിച്ചു വിടാത്ത കാര്യമോ, അവൻ്റെ വീട് നന്നാക്കാത്ത കാര്യമോ, അയൽവക്കത്തുള്ള സഹോദരൻ തോമസിനെ പോലെ ജീവിക്കുന്ന കാര്യമോ, അവർ കാർ മേടിച്ച പോലെ എൻ്റെ മക്കൾക്കും ആഗ്രഹം ഉണ്ടാവും, അതൊന്നും അവൻ ചിന്തിക്കത്തില്ല. അവൻ കംപ്ലീറ്റ് മതേതരത്വത്തിൻ്റെ മയക്കുപിടിയേറ്റ് മയങ്ങി നിൽക്കുകയാണ് ഇവിടെ. ഇവനൊക്കെ അറിയണം മതേതരത്വം നമുക്ക് മാത്രമേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും ഇല്ല മതേതരത്വം. എന്താ കാര്യം? തോമസ് എന്ന് പറഞ്ഞ സഹോദരൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മതം ഏതാണെന്ന് തോന്നിയില്ലേ നമുക്ക്? ആണോ? റഹീം എന്ന് പറയുമ്പോൾ തന്നെ അവന് പ്രത്യേകം മതം പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ആളുകൾ എന്ത് ചെയ്യും? സ്റ്റാലിൻ എന്ന് പേരിടും, എംഗൽസ് എന്ന് പേരിടും അല്ലേ? വോഡ്ക എന്ന് പറഞ്ഞാൽ അതും പേരിടും. ഇങ്ങനെ പേരൂട്ട് തുള്ളിക്കണ്ട് കിടക്കുകയാണ്. ഇവൻ്റെ ഒന്നും വീട്ടിലായിട്ട് പ്രേമ കല്യാണം നടക്കുമെന്നല്ലാകണ്ടേ അപ്പുറത്തുള്ള റബ്ബർ വെട്ടാൻ പോകുന്ന തോമസ് എന്ന് പറഞ്ഞ സഹോദരൻ്റെ വീട്ടിൽ പോയി ഇവൻ്റെ മകൻ സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ പോലും ഒരു പെണ്ണ് കാണാൻ പറ്റത്തില്ലെന്നേ. അവൻ ആട്ടി ഓടിക്കും. ഞങ്ങളുടെ കുറേ കാശയില്ലാതെ ഉള്ളു, പക്ഷെ ഞങ്ങളിങ്ങനെ അപമാനിക്കുന്നതായിരുന്നു. നിങ്ങളുടെ മകന് വേണ്ടിയിട്ടേ ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് പെണ്ണ് അങ്ങനെ പറയത്തില്ലേ? പ്രേമ കല്യാണം നടക്കും. പ്രേമിക്കണതിന് വല്ല കയ്യ കണക്കാവണ്ട. രാജാവിൻ്റെ മകളെ വേണേലും പ്രേമിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? മണവാളൻ പാറ, മണവാട്ടിപ്പാറ, ആ കഥ കേട്ടിട്ടില്ലേ? പക്ഷെ എന്താണ് കഥയുടെ അകത്ത് അവസാനം പറയുന്നത്? അവരെ ജീവിക്കാൻ സമ്മതിച്ചായിരുന്ന 8 ദിക്കും മുഴങ്ങുമാറുച്ചത്തിൽ അലറിക്കൊണ്ടേ
ആ കൊച്ചു തമ്പുരാട്ടി വന്ന് ആ പുഴയിൽ ചാടി പൊറപ്പിക്കലെന്നാണ് ഈ പറഞ്ഞത്. അത് മനസ്സിലായ? അപ്പോൾ ഇതൊക്കെ കഥയിൽ മാത്രമല്ല, ജീവിതത്തിലില്ല. അപ്പം മതേതരത്വം എന്ന് പറയുന്നത് ഇവിടെ ഇന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല. എന്താണ് കാര്യം? ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ 1888 നമുക്കെല്ലാവർക്കും അറിയാം ആദ്യത്തെ ശിവപ്രതിഷ്ഠ നടത്തി. ശിവപ്രതിഷ്ഠ നടത്തിയത് ഇവിടെ ശിവക്ഷേത്രങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വല്ലതാണോ? ആണോ? അല്ല. ഇവിടെ 108 ശിവാലയങ്ങളുണ്ടെന്നല്ലേ പറയുന്നത്. 108 ശിവാലയങ്ങൾ, 1ഉം 2ഉം അല്ല, 108 ഉണ്ടെന്ന്. അത് ആര് പ്രതിഷ്ഠിച്ചെന്നാണ് പറയുന്നത്? കഥയിൽ ചോദ്യമില്ല. ഞാൻ പിന്നെയും പറയുന്നു, കഥയിൽ പിന്നെ ചോദ്യമില്ല. അത് പ്രതിഷ്ഠിച്ചത് പിന്നെ നമ്മുടെ മറ്റേ കോടാലിയും കഴുത്ത വെച്ച് കിടക്കുന്ന അങ്ങേരുടെ പേരെന്താണ്? അല്ല, ഞാൻ പറഞ്ഞോളാം. ഞാൻ ഇടക്ക് വിട്ട് ഒരെണ്ണം വിട്ടുപോയായിരുന്നു, ഒന്ന് ഓർപ്പിക്കാൻ പറയും. ഞാൻ പ്രസംഗിച്ചു വന്നപ്പോൾ രാമായണത്തിൻ്റെ കാര്യം വന്ന് ഇടക്ക് ബ്ലോക്കായി പോയി. അത് മറന്നുപോകാതിരിക്കാൻ ഞാൻ ഒന്ന് നോട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ കോടാലിയും കഴുത്ത വെച്ചിട്ടുണ്ടെന്ന ആൾ എന്തിനാണ് ഇവിടെ വന്നതെന്നാണ് നമ്മുടെ അമ്മൂമ്മേനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്. ഇങ്ങനെ എന്തിനാണ് ഈ കോടാലിയും കഴുത്ത വെച്ചിട്ട് വന്നത്? ഭംഗിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ ഭാഗ്യമോ. ഇതിനും മാത്രം ബ്രാഹ്മണന്മാർ ഇവിടെ എവിടെ കിടക്കുന്നു? ഈ കേരളം മൊത്തേ ഇതുണ്ടാക്കിയിട്ടേ ഈ മഴു പടിഞ്ഞാട്ടിറങ്ങിയപ്പോൾ കടൽ പേടിച്ച് പിന്നെയും പടിഞ്ഞാട്ട് പോയി. ആ ഭൂമി പൊങ്ങി വന്നപ്പോൾ ഇങ്ങേര് പറഞ്ഞെന്നേ ഇത് മുഴുവൻ ബ്രാഹ്മണർക്ക്. എൻ്റെ പോലെ ജനസംഖ്യയുടെ 0.5% പോലും അവരില്ല. ഉണ്ടോ? ഈ കേരളത്തിലുള്ള ക്ഷേത്രത്തിൻ്റെ 99% ഈ 0.5% ഉണ്ടായിട്ടുള്ള ബ്രാഹ്മണന്മാർക്കായിട്ടാണ് ഇയാൾ കൊടുത്തതെന്നാണ് കഥ. ആ കള്ളക്കഥ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഇടക്ക് പ്രസംഗം വിട്ടുപോയി, ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞോളാം. ഈ 1888 ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്തൊരു ശിവപ്രതിഷ്ഠ നടത്തിയത് ഇവരാരും ഉണ്ടാക്കിയ ശിവപ്രതിഷ്ഠ പോലുള്ള ശിവക്ഷേത്രം അല്ലായിരുന്നു. ഇവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കടത്തുരുത്തിയും ഈ തൊട്ടടുത്തുള്ള ഏറ്റുമാനൂരും നമ്മുടെ നാഗമ്പടമല്ലല്ലോ എൻ്റെ അപ്പുറത്ത് തിരുനക്കര ഉൾപ്പെടെയുള്ള ഈ അങ്ങേര് പ്രതിഷ്ഠിച്ചെന്നാണ് പറയുന്നത്. ഇങ്ങനെ സൈക്കിളിന് പഞ്ചറൊട്ടിക്കണ പോലെ ഓടി നടന്ന് പ്രതിഷ്ഠിച്ച് കൊടുത്തെന്നല്ലേ പറയണത്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ ഏതെങ്കിലും ഒരു പാടത്ത് പണിയെടുക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ശരീരമാണെങ്കിൽ എന്തെങ്കിലും ഒരു പണിയണം കണ്ടിട്ടുണ്ടോ ഇവിടെ? ഇതിന് മാത്രം ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ ഈ ഇതിന് മാത്രം അമ്പലം ഇവർക്ക് കൊടുത്തതെന്നുള്ള കള്ളക്കഥയല്ലേ ഇത്? അത് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു ഇവിടെ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ വിദ്യ കൊണ്ട് നിങ്ങൾ സ്വതന്ത്രരാകാൻ പറഞ്ഞു. എങ്ങനെയാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകേണ്ടത്? ഇവരാണ് പറയുന്നത് മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ ശംഭുകൻ എന്ന് പറഞ്ഞ ആളെ കൊന്നു. ശംഭുകൻ ആരായിരുന്നു? ഒരു ശൂദ്രനായിരുന്നു. അങ്ങനെയല്ലേ പ്രഭാഷകൻ? ഇവിടെ ഇവരൊക്കെ പ്രഭാഷണം പറയാൻ പോകുന്ന ആളല്ലേ? ശംഭുകൻ എന്ന് പറഞ്ഞ ശൂദ്രൻ. കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതിനകത്തൊരു വഞ്ചനയുണ്ട്. ആ വഞ്ചന എന്താണ്? 4 യുഗം എന്നാണ് പറയുന്നത്. യുഗം 4. ഒന്ന് സത്യയുഗം എന്ന് പറയും, സത്യയുഗം. അല്ലെങ്കിൽ ആ യുഗം കൃതയുഗം എന്ന് പറയും. കൃതയുഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവവും മനുഷ്യരും നേരിട്ടാണ് സംവദിക്കുന്നതെന്നാണ് പറയുന്നത്. ദൈവം അതുകൊണ്ടാണല്ലോ നമ്മുടെ ക്രിസ്ത്യാനികളൊക്കെ പറയുമല്ല, തിന്തിന്നും ആദമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി തോട്ടം രക്ഷിപ്പാനോ കൈകനികൾ അത് കേട്ടിട്ടില്ലേ? അപ്പോൾ ആദാമിനെ ആരാണ് ഈ ഞാനെന്ന് പറഞ്ഞ ആൾ തോട്ടത്തിലാക്കിയത്? ദൈവം നേരിട്ടാക്കിയെന്നല്ലേ പറയുന്നത്. ഇതുപോലെ തന്നെ ഹൈന്ദവ പുരാണത്തിലും പറയുന്നുണ്ട്, ആദ്യത്തെ രാജാവിനെ ദൈവം തീരുമാനിച്ചു. ആ രാജാവിൻ്റെ പേരെന്താണ്? ശിവൻ്റെ അമ്മായിയപ്പൻ ദക്ഷപ്രജാപതി, പ്രഥമ രാജാവാണ്. ശരിയല്ലേ? ദക്ഷപ്രജാപതിയാണ് ആദ്യത്തെ രാജാവ്. ദൈവം നേരിട്ടാക്കിയെന്നല്ലേ പറയുന്നത്. അതാണ് കൃതയുഗം. ആ കൃതയുഗം കഴിഞ്ഞുണ്ടായ യുഗത്തിനാണ് പറയുന്നത്. ഏത് യുഗമാണ് പിന്നെയുള്ളത്? ത്രേതായുഗം. ത്രേതായുഗം ആരുടെ കാലഘട്ടമാണ്? ശ്രീരാമൻ്റെ കാലഘട്ടമാണ്. ശ്രീരാമനെ പോലെ മര്യാദ പുരുഷോത്തമനായിട്ടുള്ള ഒരാളില്ലെന്ന് ഈ പിടിച്ചു പറിക്കാരനായിട്ട് കൺവെർട്ട് ചെയ്തതെന്ന് വാൽമീകി പറയുന്നു നമ്മളിടെ, അല്ലേ? രാമൻ ധർമ്മത്തിൻ്റെ ആൾരൂപം എന്നല്ലേ പറയുന്നത്? അങ്ങനെയല്ലേ പറയുന്നത്? ഈ രാമായണത്തെ സംബന്ധിച്ച് നമുക്കാരാണ് രാമായണം എഴുതിയതാരാണ്? ആധ്യാത്മ രാമായണം എഴുതിയ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്, അല്ലേ? പണ്ട് ഒരു കഥയുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു എന്നോട് ചോദ്യം ചോദിക്കരുതെന്ന്. ചോദ്യം ചോദിച്ചാൽ ഞാൻ കെട്ടലായി പോകും. അപ്പോൾ കാര്യം ഞാനല്ലല്ലോ എഴുതിയത്, എഴുതിയ ആളുകൾ പറയണതാണല്ലേ. നമ്മുടെ ഗുരു സമ്മതിക്കുന്നുണ്ട്. മുഴു ചെവിയൻ മുറി കൊമ്പ് മുന്നം, അല്ല, മുറി കൊമ്പ് കൊണ്ടു മുന്നം എഴുതി നിറച്ച പരിമളവാർക്കവി കത്തുകൊള്ളുക എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അങ്ങനല്ലേ? ആർക്ക് നൽകി? എളിയോർക്ക്. അറിവില്ലാത്ത ആളുകളെ എളിയോരെന്ന് പറയും, അല്ലേ? അറിവുള്ള ജനം പലരും കൂടിയ സഭയിൽ ഞാനൊരു ചെറിയവൻ എന്നൊക്കെ പറഞ്ഞ് നാട്ടൻ പാട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയോരെന്ന് പറഞ്ഞാൽ എളിയോരെന്ന് പറഞ്ഞാലൊക്കെ അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ രാമായണം ഇതിൻ്റെ മൂലകൃതി എഴുതിയ ആൾ ഈ പറഞ്ഞ വാൽമീകിയാണ്. ആ വാൽമീകി അതായത് പണ്ട് നിങ്ങൾക്ക് മുഷിച്ചിലുണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇടക്കിടക്ക് ഓരോരോ കഥകൾ പറയുന്നത് കേട്ടോ.
കഥയും വേണം, നമുക്ക് കാര്യവും വേണം, വേണ്ടേ? അപ്പോൾ ഈ എഴുതി കഴിഞ്ഞപ്പോൾ പണ്ട് നമുക്കറിയാമല്ലോ, ഈ പണ്ട് ഏറ്റവും വലിയ പണ്ഡിതന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പഴയകാലത്ത് രാജാക്കന്മാരൊക്കെ ഭരിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജസദസ്സിൽ ഒരുപാട് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ചെയ്ത് ഇവർ ചുമ്മാ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ആളുകൾ സോപ്പായിട്ടും എണ്ണയിട്ടും ജീപ്പായിട്ടും ഒക്കെ മേടിക്കുന്ന സാധനത്തിൻ്റെ കരം മേടിച്ചാണ് എല്ലാ രാജാക്കന്മാരും ഭരിക്കുന്നത്. ഒരു പണിയും ചെയ്യാതെ കണ്ട് രാജാവിൻ്റെ മുമ്പിൽ നിന്ന് മന്നവേന്ദ്ര വിളങ്ങുന്നു മങ്കിയെപ്പോലെ നിന്മുഖം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രാജാവിനെ പോലത്തെ ജീവിക്കുന്ന ആളുകളുണ്ട് അന്ന്. അപ്പോൾ ഈ രാജാവിന് മനസ്സിലായി ഇവന്മാർക്ക് പണിയൊന്നും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ രാജാവ് ഒരു ക്വസ്റ്റ്യൻ അവരോട് ചോദിച്ചു, രാമായണത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ശ്ലോകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചുമ്മാ വെടിയും പറഞ്ഞിരുന്ന ആളുകൾക്കൊക്കെ അപകടം മനസ്സിലായി. അപ്പോൾ അങ്ങനെ പറഞ്ഞു, 1 മാസത്തെ സമയം ഞാൻ തന്നിരിക്കുന്നു, 1 മാസത്തിനുള്ളിൽ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ തല വെട്ടി ഞാൻ അച്ചാറിട്ട് കളയുന്നു. രാജാവ് പറഞ്ഞാൽ അത് ചെയ്യും. എല്ലാവരും കണ്ടം വഴി ഓടി. അങ്ങനെ കണ്ടം വഴി ഓടിയ ഒരാളുണ്ടായിരുന്നു, വരരുചി എന്ന് പറയുന്നത്. അങ്ങേര് കണ്ടം വഴി ഓടി ഒരു കൊടുങ്കാട്ടിൽ ചെന്ന് വിശ്രമിക്കുമ്പോൾ ആ കൊടുങ്കാട്ടിലെ ഒരു മരത്തിൻ്റെ താഴത്ത് വിശ്രമിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന കഥയാണ്, ഞാനൊരു തമാശ രൂപേണ പറയുകയാണ്. ആ മരത്തിൽ താമസിച്ചിരുന്ന ഒരു വനദേവത ഈ ബുദ്ധിമാനായിട്ടുള്ള ഇയാളെ കിടപ്പ് കൊണ്ടിട്ട് അവരുടെ സഹപ്രവർത്തകരോട് പറഞ്ഞു, ഈ താഴത്ത് കിടക്കുന്ന ബുദ്ധിമാനെ പോലെ നടിച്ചു കിടക്കുന്ന ഈ പോഴൻ, ഓർത്തോണം പോഴൻ, ഇയാൾ ആരാണെന്നറിയാവോ? അവർ പറഞ്ഞറിയാൻ പാടില്ല. ഈ വിക്രമാദിത്യൻ്റെ രാജസദസ്സിലെ വലിയ പണ്ഡിതനാണ്, ഇദ്ദേഹത്തിന് എല്ലാ ഭാഷയും അറിയാം, അവരുടെ ഭാഷയും ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹം ഉറങ്ങിയ പോലെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഉണർത്തരുത്. അപ്പോൾ നിങ്ങൾ ഉറക്കം നടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ സഹപ്രവർത്തകർ ഈ വനദേവതയോട് ചോദിച്ചു, എന്താണ് അദ്ദേഹത്തോട് രാജാവ് ചോദിച്ചപ്പോൾ ഈ വനദേവത പറഞ്ഞു, രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ശ്ലോകം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഈ പോഴെന്നറിയാൻ പാടില്ല. എന്നാൽ അവർ ചോദിച്ചത് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞിങ്ങനെ, ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് ഇറങ്ങുമ്പോൾ ആ വനവാസത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന ആ ശ്രീരാമചന്ദ്രനിലേക്ക് സീതാദേവി ഒന്ന് ഭർത്താവിനെ സേവിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തവും കടമയും ഒരു ഭാര്യയ്ക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞ് എൻ്റെ കൂടെ വന്നു. ഒരു റൈറ്റാണ്, മര്യാദാ പുരുഷോത്തമനാണ്. മര്യാദ പറയുമ്പോൾ അംഗീകരിക്കണ്ടേ? സീത പറഞ്ഞ മര്യാദകൾ അംഗീകരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞ് എന്നെ അനുധാവനം ചെയ്തോളാൻ പറഞ്ഞു. ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ ചേട്ടന് ദേഹരക്ഷ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായിട്ട് നിൽക്കണം, ഒരു പ്രൊട്ടക്ഷനായിട്ട്, ഒരു ബ്ലാക്ക് കാറ്റായിട്ട് ഞാൻ കൂടെ ഉണ്ടാകും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, അമ്മയോട് പോയി ചോദിക്കുക, അനുവാദം വാങ്ങുക. അദ്ദേഹത്തെ അമ്മയോട് ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള സുമിത്രാദേവി അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഉപദേശമാണ് രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ശ്ലോകം. അതിപ്രകാരമാണത്, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധി ഗച്ഛദാത യഥാസുഖം. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, കുറച്ചാളുകൾക്ക് അറിയാം. ഇത് നമുക്ക് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്കായിട്ട് എഴുതി തന്നിട്ടുണ്ട്. എന്താണ് ഇത്? ശുദ്ധ മലയാളത്തിലാക്കി നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദത്തോടു നിരൂപിച്ചു കൊള്ളുക നീ, എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നൂർത്തിയിടവിയെ. അതായത് നിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ നിന്റെ അച്ഛനായ ദശരഥനെന്ന് നീ ആമോദത്തോടെ, സന്തോഷത്തോടെ, പൂർണ്ണമായ സംതൃപ്തിയോടെ നീ മനസ്സിലാക്കിക്കൊള്ളണം, നനച്ചുകൊള്ളണം. മനസ്സിലായോ? എന്നെ, നിന്റെ അമ്മയായിട്ടുള്ള എന്നെ, ഈ സുമിത്രയെ, ജനകാത്മജ, ജനകരാജാവിൻ്റെ പുത്രിയായ സീത നിന്റെ സ്വന്തം അമ്മയെന്ന് നീ മനസ്സിലാക്കണം. ആ വലിയ കൊടുങ്കാട് അയോധ്യയാണെന്ന് നീ മനസ്സിലാക്കണം. അത് നീ മാനസികമായിട്ട് തയ്യാറാണെങ്കിൽ ഗച്ഛദാത യഥാസുഖം, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ആ കൾച്ചറാണ് നമുക്കുള്ളത്. എന്ത് കൾച്ചർ? നമ്മൾ ജ്യേഷ്ഠത്തിൻ്റെ അമ്മയെന്ന് ചേർത്ത് വിളിക്കാൻ തുടങ്ങിയില്ലേ? അനുജന്മാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയെന്നല്ല പറയുന്നത്, ജ്യേഷ്ഠത്തി അമ്മയാണ് അല്ലേ? അപ്പം നമുക്കറിയാമല്ലോ, രാമനാണ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഈ മഹർഷിയായിട്ടുള്ള ഈ വാൽമീകിയാണ് ഒരു രാജാവ് പ്രകാരമായിരിക്കണം, ഒരു ഭാര്യ എങ്ങനെയാകണം, ഒരു സഹോദരൻ എങ്ങനെയാകണം, ഒരു അമ്മ എങ്ങനെയാകണം, ഓരോ ജീവജാലങ്ങളോടും നമ്മളെങ്ങനെ പെരുമാറണം, ഒരു രാജാവ് എപ്രകാരമായിരിക്കണം, ഒരു സഖ്യം എപ്രകാരമായിരിക്കണം എന്നൊക്കെ ലോകത്തിന് മുഴുവൻ നിശാബോധം നൽകിയ ഗ്രന്ഥമാണ് രാമായണം. ആ രാമായണം നമ്മളെ കൊണ്ട് പഠിപ്പിക്കാതിരുന്നപ്പോൾ തന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായെന്നേ. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാനാണ് നമുക്കൊരു ഗ്രന്ഥമുണ്ടോ ഇത് പഠിക്കാൻ? നമ്മളിത് പഠിച്ചാൽ കൊള്ളുകയെന്ന് ഈ പാവപ്പെട്ട ചോവാന്മാർ വിശ്വസിച്ചിരിക്കുകയാണ്. പൊട്ടൻ ചോവാന്മാർ ഇവനെ ആരോട് പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. ഇവനിതൊക്കെ വായിച്ച് ഇവൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു പോകുകയല്ലേ? ഇവൻ പറയുന്നത് എന്താണ്? RSSകാരെ കുറ്റം പറയാനായിട്ട് RSSകാരൻ്റെ അമ്മാവൻ എഴുതിയതല്ലേ ഇത്? മനസ്സിലായോ?
ഇതൊക്കെ നമ്മുടെ പൗരാണികമായിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിലോട്ട് നമ്മൾ കയറ്റിക്കൊണ്ട് വരണം. മഹാഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ്? അത് കൃഷ്ണനാണ്, കൃഷ്ണൻ കൊള്ളത്തില്ല. എൻ്റെ പൊന്നു സഹോദരന്മാരെ, കൃഷ്ണൻ OBC ആണ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹം. അദ്ദേഹം ഈ പറഞ്ഞ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല അദ്ദേഹം. മനസ്സിലായോ? ആ കൃഷ്ണനെ അവതരിപ്പിച്ച ആരാണ്? വേദവ്യാസനാണ്. വേദവ്യാസൻ ആരാണ്? ഇന്നത്തെ ഷെഡ്യൂൾഡ് കാസ്റ്റാണ്. ഇന്നത്തെ രീതി ജാതി പറയുകയാണെങ്കിൽ മുക്കോസ്ത്രീയുടെ മകനല്ലേ അദ്ദേഹം? ബ്രാഹ്മണനല്ലല്ലോ. അദ്ദേഹത്തിന് അതിനൊക്കെ മുമ്പുണ്ടായിരുന്ന പരാശരൻ ആരാണ്? അദ്ദേഹം ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലേ? ഈ വാൽമീകി ആരാണ്? ട്രൈബൽ അല്ലേ? അപ്പോൾ എന്ത് നല്ലത് കിട്ടിയാലും മുഴുവൻ മറ്റവനാണെന്ന് പറയും. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ പറഞ്ഞു വന്നതിനാണ്, ശംഭുകനെ കൊണ്ട്, ശൂദ്രനായ ശംഭുകൻ തപസ് ചെയ്തു എന്നുള്ള കാരണത്താൽ മര്യാദ പുരുഷോത്തമനായ രാമൻ ശംഭുകനെ കൊന്നു എന്നുള്ള കള്ളക്കഥ ഉണ്ടാക്കിയവർ. കാര്യം എന്താണ്? ത്രേതായുഗത്തിൽ ഈ പറഞ്ഞ വർണ്ണാശ്രമങ്ങളൊന്നും ഇല്ലെന്നേ. ത്രേതായുഗത്തിൻ്റെ പ്രത്യേകത യാഗങ്ങളുടെ കാലമാണ്. ഈ പറഞ്ഞ ശ്രീരാമചന്ദ്രൻ ഉണ്ടായത് തന്നെ ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തിയാണെന്ന് നിങ്ങൾക്കത് അറിയത്തില്ലേ? പുരുഷകാലത്ത് സീതയുണ്ടായത് എങ്ങനെയാണ്? അവിടെ മിഥിലയിൽ വലിയൊരു യാഗം നടത്തിയിട്ട് ഉഴുത് കഴിഞ്ഞപ്പോൾ ആ ഉഴുത ഭൂമിയിൽ നിന്ന് പൊങ്ങി വന്നതിലെ കഥ പറയുന്നത്. അത് യാഗങ്ങളുടെ കാലമായിരുന്നു അല്ലേ? ദക്ഷ പ്രജാപതിയുടെ യാഗം അല്ലേ? ഏറ്റവും മഹത്തായ യാഗമായിരുന്നു. ദക്ഷ പ്രജാപതിക്ക് യാഗത്തിലുണ്ടായിട്ടുള്ള കഴിവ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തല വെട്ടിക്കളഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് മരണം സംഭവിക്കായിരുന്നത്. അതുകൊണ്ടാണ് ആടിൻ്റെ തല വെച്ച് കൊടുത്തത്. അപ്പോൾ ആ കാലത്ത് ഈ പറഞ്ഞ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ആ യുഗത്തിലില്ല. ആ യുഗത്തിലില്ലാത്തപ്പോഴെങ്ങനെയാണ് ശംഭുകൻ ശൂദ്രനാകുന്നത്? അപ്പോൾ ഇവർ കള്ളക്കഥ എഴുതിയതല്ലേ? ഒരു ഉദാഹരണം, എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും ഒരു അമ്മ, അവരുടെ ഒരു മകൻ വിദേശത്ത് പോയിട്ടുണ്ട്. വിദേശത്ത് പോയി കഴിയുമ്പോൾ വിദേശത്ത് പോയിരുന്ന മകൻ ഒരു കത്തമ്മക്ക് അയക്കുകയാണ്. ഇന്നത്തെ കമ്പിയില്ല, കമ്പിയൊന്നും വേണ്ട. ഇന്നിപ്പോൾ എല്ലാവർക്കും വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ. അതില്ലാഞ്ഞൊരു കാലത്തൊരു കത്ത് വരികയാണ്. ആ കത്ത് വരുമ്പോൾ അമ്മക്ക് മലയാളം വായിക്കാൻ അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? മലയാളം വായിക്കാൻ അറിയാണ്ട് വടക്ക് പുറത്തെ ചെറുക്കനെ വിളിച്ചിട്ടുണ്ടാവും, സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ വിദ്യാഭ്യാസം അവനെ വിളിച്ചിട്ടാ, മോനെ എൻ്റെ മകൻ ഒരു കത്ത് തയ്ച്ചിരിക്കുന്നത് ഒന്ന് വായിച്ചതാണ്. അപ്പോൾ അവൻ ശരി. അപ്പോൾ അവൻ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ അവൻ കത്ത് വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണ്, ഞാൻ 2000 രൂപ നിനക്ക് വായ്പ തന്നിട്ടില്ലായിരുന്നു. ഈ 2000 രൂപ അമ്മക്ക് കൊടുത്തിട്ട് ഇവിടുത്തെ കുരുക്ഷേത്രത്തിലെ ഉത്സവമാണ്, അതിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് അവൻ വായിക്കുക. അവൻ വായിക്കത്തില്ല. അവൻ വായിച്ചാൽ 2000 രൂപ കൊടുക്കത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഗുണമല്ലാത്ത കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഗുരു പറഞ്ഞ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനായിട്ട് നമ്മൾ സ്വതന്ത്രരാകാനാണ് പറഞ്ഞത്. നമ്മുടെ ആളുകളൊക്കെ പറഞ്ഞൊക്കെ വരുമ്പോൾ പ്രബുദ്ധരാകാനാണ് പറയുന്നത്. മനസ്സിലായത്? അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, കുടുംബജീവിതത്തിന് ഗുരുദേവ ദർശനം എങ്ങനെയാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്? ഗുരു പറഞ്ഞിട്ടുള്ള ധർമ്മമാർഗത്തിലൂടെ നമുക്ക് ആദ്യം ജീവിക്കാൻ സാധിക്കണം. ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തണം. എങ്ങനെ ജീവിക്കണം? നമ്മൾ ഒരു വീട്ടിൽ ഗുരുദേവ ദർശനം ആദ്യം പ്രാവർത്തികമാക്കുന്നത് എവിടെയാണ്? ഗുരു പറഞ്ഞ എല്ലാം അടുക്കളയിൽ തുടങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അടുക്കളയിൽ നിന്ന് ഗുരു ഉദ്ദേശിക്കുന്ന ആരെയാണ്? കുടുംബിനിയെ സംബന്ധിച്ചാണ്. ഒരു കുടുംബിനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗുരുദേവ ദർശനം, ഗുരുദേവന് മാത്രമായിട്ടൊരു ദർശനമില്ല. നമുക്ക് മൊത്തത്തിലുള്ള ദർശനത്തെ നമുക്ക് അനുഗുണമാക്കുന്ന രീതിയിൽ ഗുരുദേവൻ പകർത്തി എഴുതപ്പെട്ടതെന്നാണ്. കാര്യം അനുഭവിക്കാത്ത ഒന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. എന്തും നമ്മൾ അനുഭവിക്കണ്ടേ? ഗുരു ആരാണെന്ന് നമ്മൾ അനുഭവിച്ചറിയണം. എന്ത് ചെയ്യണം? ഗുരുവിൻ്റെ തത്വദർശനം നമുക്ക് ശ്രീനാരായണ ധർമ്മം എന്നുള്ളൊരു പുസ്തകത്തിലൂടെ ഗുരുദേവൻ്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ആളുകൾ സംശയ ദൂരീകരണത്തിനായിട്ട് ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പകർന്നു നൽകിയത് എഴുതപ്പെട്ട് നമുക്ക് നൽകിയിരിക്കുന്നതാണ്. ഒരു മനുഷ്യൻ്റെ, ഒരു സ്ത്രീ ഗർഭവതിയാകുമ്പോൾ തൊട്ട് ആ ഗർഭത്തിൽ ജനിക്കുന്ന കുട്ടിയുടെ മരണം വരെയുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു അവബോധമുണ്ട്. നമുക്ക് എത്ര പേർക്കറിയാം? ഇപ്പോൾ നമ്മളെല്ലാവരും സഞ്ചയനത്തിന് പോകുന്ന ആളുകളാണ് അല്ലേ? നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഇവിടെ വരാത്ത 100 കണക്കിന് പുരുഷന്മാർ വീട്ടിലിരിപ്പുണ്ട്. നിങ്ങളുടെ ഇരിക്കുന്ന ഈ സെക്രട്ടറി ചോദിച്ചാൽ അവരെയും പറയുമെന്ന് എനിക്ക് തോന്നാൻ പറ്റും. പണി ഞാൻ തരാം. സഞ്ചയനം എന്താണെന്ന് ഈ സെക്രട്ടറി പറയുക. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഈ 10 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 18 വയസ്സ് തൊട്ട് 90 വയസ്സ് വരെയുള്ള വാപ്പന്മാർ വരെയും വീട്ടിലിരിപ്പുണ്ട്. ഇയാളൊരു 250 സഞ്ചയനത്തിനും പോയിട്ടുണ്ട്. ഒരു തർക്കവും ഇല്ല. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ചെന്ന് ചോദിച്ചില്ലേ, അപ്പൂപ്പ സഞ്ചയനം എന്താണെന്നൊന്ന് പറഞ്ഞു തരാമ്മ? അപ്പൂപ്പൻ കോട്ടവായി ഇടും. അപ്പോൾ എന്താ തിരിച്ചറിവ് നമ്മുടെ ആളുകൾക്കില്ല. അതുകൊണ്ടാണ് അതറിയാത്തത്. അതെന്താണ്? നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല. ഇതെന്താണെന്ന് ചോദിച്ചെങ്കിലേ പറയുള്ളൂ. നമ്മളെല്ലാവരും ബലിയിടാൻ പോകണം. ഇവിടെ പിതൃതർപ്പണം നടത്തുന്നതാണ്. ഇവിടെ ആണ് ഒരു ദിവസം ശാന്തി വന്നില്ല, ഇവിടെ ബലി നടക്കില്ലെന്നേ. എള്ളെടുക്കാൻ പറഞ്ഞെങ്കിലേ നമ്മുടെ ആളുകൾ എള്ളെടുക്കുകയുള്ളൂ. കൂർശം കയ്യിൽ ഇടാൻ പറഞ്ഞേ ഇടത്തുള്ളൂ ഇല്ലേ? ഇടത്തായിട്ട് തിരിയാൻ പറഞ്ഞാൽ വലത്തായിട്ട് തിരിഞ്ഞു കളയും നമ്മുടെ ആളുകൾ. കൈ അടിക്കാൻ പറഞ്ഞെങ്കിലേ കൈ അടിക്കുകയുള്ളൂ. ഇതൊന്നും ഇവൻ തിരക്കിയിട്ടില്ല, ഇവനോട് പറഞ്ഞിട്ടുമില്ല. എന്നാൽ മറ്റുള്ളവരോ?
അവർ കുർബാനയ്ക്ക് പോകുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്ഷേത്രങ്ങൾ അടച്ചിട്ടിരുന്ന് ഭഗവാനെ മന്ത്രം പഠിപ്പിക്കുന്ന തന്ത്രീനല്ല നമുക്ക് ആവശ്യം. ആ മന്ത്രം മനുഷ്യരെ പഠിപ്പിക്കണ്ടേ? അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90% ആളുകളും പറയും എനിക്കറിയാൻ പറ്റില്ലെന്ന് പറയും, അല്ലേ എന്നൊക്കെ SNDP പറയുന്നു. എന്നാൽ ഇവർ ചോദിക്കണ്ടേ, ഈ ചോദിച്ച ആളുകളോട് ചോദിക്കണ്ടേ, ദൈവമല്ലെങ്കിൽ നീ കണ്ട ദൈവത്തിന് ഞങ്ങൾക്ക് കാണിച്ചതാ. ശ്രീനാരായണ ഗുരുദേവൻ ദൈവമല്ല, നമ്മൾ അംഗീകരിച്ച്, പക്ഷെ ഇവൻ കണ്ട ദൈവത്തിന് നമ്മൾ കാണിച്ചു തരണ്ടേ? അവനുള്ളത് ഒരു വിശ്വാസമാണ്. ഇപ്പം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിശ്വാസമാണുള്ളത്, അല്ലേ? ആ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണനെ ദൈവമായിട്ട് അവതരിപ്പിക്കുന്ന ആരാണ്? വേദവ്യാസനാണ്, അല്ലേ? ശ്രീരാമചന്ദ്രനെ ദൈവമായിട്ട് അവതരിപ്പിക്കുന്ന ആരാണ്? വാൽമീകി ഋഷിയാണ്. ഈ വാൽമീകി ഋഷി, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ശ്രീരാമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ശ്രീരാമചന്ദ്രൻ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ആത്മഹത്യ ചെയ്ത്, ആത്മാഹൂതി ചെയ്ത് സരയൂ നദിയിലോട്ട് ഇറങ്ങിപ്പോയി അദ്ദേഹം. സീതാദേവിയുടെ പരിത്യാഗത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ ആത്മഹത്യ ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അനുധാവനം ചെയ്തുകൊണ്ട് ആ സരയൂ നദിയിൽ ഇറങ്ങി മരണം വരിച്ചെന്നാണ് കഥ പറയുന്നത്. നമ്മളുണ്ടാക്കി പറയുന്ന കഥയല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെയാണ് സ്വർഗാരോഹണം ചെയ്തെന്ന് നമ്മൾ കഥയിൽ പറയുന്നു. യഥാർത്ഥത്തിൽ വധിക്കപ്പെടുകയാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ സമാധി പ്രാപിക്കുന്ന എങ്ങനെയാണ്? സമ്പൂർണ്ണ ആത്മചൈതന്യത്തോടുകൂടെ ഇരുന്നിട്ട് ഏറ്റവും സന്തുഷ്ടനായിട്ടിരുന്നിട്ടാണ് ഭഗവാൻ പറയുന്നത് ഇന്ന് യാത്രക്ക് നല്ല ദിവസമാണെന്ന്, അല്ലേ? ഇത് വെറുതെ പറയുന്നതല്ല. 10,000-കണക്കിന് ആളുകൾ ശിവഗിരി കുന്നിൽ നിൽക്കുമ്പോഴാണ് ഭഗവാൻ പറയുന്നത് നമുക്കിന്ന് നല്ല സുഖം തോന്നുന്നു, ഇന്ന് യാത്രക്ക് നല്ല ദിവസമാണ്, അല്ലേ? എന്നിട്ട് പറയും ഇന്ന് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും മൃഷ്ടാന്നമായ ഭോജനം നൽകണമെന്ന് പറഞ്ഞില്ലേ? അതെല്ലാം കഴിഞ്ഞിട്ട് യോഗവാസിഷ്ഠ മുക്തിപ്രകരണം എന്നുള്ള ആ ഗ്രന്ഥം ഈ പറഞ്ഞ വാൽമീകി ഋഷി എഴുതിയാണ്, ഓർത്തോളണം. അതാണ് ഇവിടെ പാരായണം ചെയ്തത്. രണ്ടാമത് പാരായണത്തിന് ശേഷമാണ് ഭഗവാൻ പറയുന്നത് നമ്മുടെ ദൈവദശകം ആലപിക്കാൻ പറയുന്നത്, അല്ലേ? ദൈവദശകം ആലപിച്ച് വാഴണം നിത്യം വാഴണം സുഖമെന്ന് പറയുമ്പോൾ മെല്ലെ കണ്ണുകളടച്ചിട്ട് മഹാസമാധി പ്രാപിച്ചു. അല്ലാതെ വെള്ളത്തിൽ വീണ ആളുകളും വെടികൊണ്ട് ചാകുന്നതും കെട്ടിത്തൂങ്ങി ചത്താളുകളൊന്നും സമാധി പ്രാപിച്ചിട്ടില്ല, കേട്ടോ. മഹാസമാധി പ്രാപിച്ചത് ഗുരുദേവൻ മാത്രമാണ്, നിങ്ങൾ തിരിച്ചറിഞ്ഞോളണം. എല്ലാ ആളുകളും ഞാനും സർപ്പൻ ചേട്ടനും കൂടെ ആളക്കൊന്നെന്നും പറഞ്ഞ് നടക്കുകയാണ്. ഇപ്പം ഇന്ദിരാഗാന്ധി വെടികൊണ്ട് ചത്ത്, അതിനും പറയണത് എന്താണ്? സമാധി പ്രാപിച്ചു. എവിടെയാണ് സമാധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്ന് തിരിച്ചറിയണ്ടേ? അതുകൊണ്ട് നമ്മൾ ഗുരുവിൻ്റെ ദർശനം വീട്ടിൽ പകർത്തുന്ന അമ്മമാർ ചെയ്യണം, അല്ലെങ്കിൽ സഹോദരന്മാർ ചെയ്യണം. എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും നല്ല ധർമ്മഭക്തികളായിട്ട് കഴിയുന്ന ആളുകളാണ്, ഒരു തർക്കവും വേണ്ട. നമ്മുടെ ആളുകളെക്കുറിച്ച് വളരെ ആത്മാഭിമാനത്തോടെ തന്നെ പറയാം. നമ്മുടെ സ്ത്രീകൾ നമ്മുടെ അധ്വാനത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും ശൈലിയൊക്കെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ കളറൊക്കെ കുറച്ച് കുറഞ്ഞെന്ന് വരും. കാര്യം ഈ ഇരിക്കുന്ന നമ്മുടെ നൃത്തം ചെയ്യൽ മാത്രമല്ലായിരുന്നല്ലോ നമ്മുടെ ജോലി. നമ്മൾ പാടത്തിറങ്ങി പണിയെടുത്തിട്ടാണ് നമ്മുടെ പൂർവ്വന്മാർ കഴിഞ്ഞേച്ചത്, മനസ്സിലായി? അതിൻ്റേതായിട്ടുള്ള നമുക്ക് ഈ സൗന്ദര്യമൊക്കെ മതി. നമുക്ക് മനീഷ കൊയിലാളൊന്നും ആകണ്ട, നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി കാശും കൊടുക്കണ്ട. നമ്മളൊക്കെ നല്ല സുന്ദരിമാരാണ്. നമുക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം നിങ്ങൾ തിരിച്ചറിയണം. എന്താണ്? എല്ലാ കാലത്തും നമ്മുടെ ഇനിഷ്യലെല്ലാം നമ്മുടെ അച്ഛൻ്റെ തന്നെ ഇരുന്ന്. നമുക്കതാണ് നമ്മുടെ പാരമ്പര്യം. കാരണം നമ്മുടെ ആർച്ചയുടെയും ഈ ഉണ്ണിയാർച്ചയുടെയൊക്കെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുന്ന ആൾ KR ഗൗരി ആരായിരുന്നേ? കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന വനിതകളൊക്കെ ആരാണ്? നമ്മുടെ ആളുകളല്ലേ? എന്താണെന്ന് ചോദിച്ചാൽ പോടാന്ന് പറയാനായിട്ടുള്ള ആത്മവീര്യമുള്ള സഹോദരിമാരല്ലേ നമുക്കുള്ളത്? ആന ഇടഞ്ഞു വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടുന്ന ആൾക്കൂട്ടത്തിൽ തിരിഞ്ഞു നിൽക്കുന്നത് ഏതെങ്കിലും ഈഴവ സ്ത്രീ പ്രസവിച്ച ആണുങ്ങളാണ് ആദ്യം തിരിഞ്ഞു നിൽക്കുന്നത്. അത്ര ധീരന്മാരായിട്ടുള്ള ആളുകൾക്ക് ജന്മം കൊടുത്ത സമുദായമാണ് നമ്മുടേത്. നമ്മളാരും നിസ്സാരക്കാരൊന്നുമല്ല. ആ തിരിച്ചറിവ് നമുക്കില്ലാതെ പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സഹോദരിമാർ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ വീട്ടിലെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥന ചെല്ലാമെന്നും പറഞ്ഞ്, നിങ്ങൾ പ്രാർത്ഥന ചെല്ലുന്നുള്ളതല്ല, നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം 1-2 വരികൾ ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ജീവിതം തുടങ്ങുന്നത്. അതെനിക്കറിയാം. പക്ഷേ ആ ജീവിതത്തിന് മാറ്റം വരണം. മറ്റുള്ളവർക്ക് അനുകരിക്കേണ്ട ഒരു മാതൃകയായിട്ട് ആദ്യം അമ്മമാർ തീരാൻ ശ്രമിക്കണം. നിങ്ങളുടെ വീടിൻ്റെ സാഹചര്യങ്ങളനുസരിച്ച് നിങ്ങൾ എഴുന്നേറ്റാൽ മതി. നിങ്ങൾ 3 മണിക്കും 4 മണിക്കും 5 മണിക്കോ 6 മണിക്കോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സുള്ള സമയത്ത് എഴുന്നേക്കണം. ഒരു വീട്ടിൽ ചില വീട്ടിൽ 12 മണി 1 മണി വരെയൊക്കെ ജോലി ഉണ്ടാകും. പിന്നെ വെളുപ്പിന് എഴുന്നേറ്റ് ഒക്കെ പ്രഷറിൻ്റെ അസുഖം ഉണ്ടായി ആശുപത്രി പോകേണ്ടി വരും. അതൊന്നും വേണ്ട. നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് കിടന്നുറങ്ങുക. നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് 7 മണിക്ക് മുമ്പായിട്ട് 6 മണിക്ക് മുമ്പായിട്ട് എഴുന്നേക്കാനായിട്ടൊരു സമയം കണ്ടെത്തുക. എഴുന്നേറ്റാൽ നമ്മുടെ പ്രാഥമിക കൃത്യത്തോടൊപ്പം തന്നെ നമ്മുടെ സ്ത്രീകൾ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ കുളിക്കാനായിട്ട് സമയം എടുക്കുന്നത്. കാര്യം പാത്രം മെഴുക്കലുണ്ടാകും, അലക്കലുണ്ടാകും, അങ്ങനെ പല കലാപരിപാടികളുണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു സഹോദരിമാരും 2 പ്രാവശ്യം കുളിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പേര് കേസെടുക്കാൻ പറ്റുമോ? അപ്പോൾ ആരുടെയും പേര് കേസൊന്നും കൊടുക്കില്ല. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റത്തെ സമയം വേണ്ടി കുളിച്ച് ഡ്രസ്സ് മാറി വന്നിട്ട് നമ്മുടെ വീടുകളിൽ 5 തിരിയിട്ട് വിളക്ക് എത്തിക്കണം. നമുക്ക് ആർക്കും ദാരിദ്ര്യമൊന്നുമില്ല. എല്ലാ വീട്ടിലും എണ്ണയുണ്ട്.
ശരിയല്ലേ? എല്ലാ വീട്ടിലും എണ്ണയും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വലിയ 5 സ്റ്റാർ സൗകര്യമൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ സാഹചര്യത്തിൽ സൗകര്യങ്ങളുണ്ട്. 5 തിരിയിട്ട് വിളക്ക് കത്തിച്ചിട്ട് ഒരു ചന്ദനത്തിരി കത്തിച്ച് നോക്കുക. ചന്ദനത്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു ബാഡായിട്ടുള്ള ഒരു ബ്രീത്തിങ് എയർ ഉണ്ടാകും എല്ലാ വീട്ടിലും. നമ്മുടെ ആളുകളൊക്കെ ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല, ജനലും വാതിലും എല്ലാം ഭയങ്കരമായിട്ട് പൂട്ടി ഉറങ്ങുന്നൊരു രീതിയാണുള്ളത്. ശരിയല്ലേ? അത് നമ്മളറിയണമെങ്കിൽ വാതിൽ തുറന്ന് പുറത്തോട്ട് വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ട് അമ്മ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥന വീട്ടിൽ ചെല്ലണം. ഇഷ്ടമുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പ്രാർത്ഥന തുടങ്ങുന്ന ആരെ വിളിച്ചാണ്? ഗുരുവിനെ വിളിച്ചേ പ്രാർത്ഥന നമ്മൾ തുടങ്ങുള്ളൂ അല്ലേ? ഈ ഗുരുവിനെ വിളിച്ച് പ്രാർത്ഥന തുടങ്ങുന്ന ആ പ്രാർത്ഥന ആരാണ് എഴുതിയത്? ഈ പ്രഭാഷകരൊന്നും കയറി പറയണ്ട. ആരെഴുതിയതാണ്? കുമാരനാശാൻ എഴുതിയാണ്. കുമാരനാശാൻ എഴുതി എവിടെ വെച്ചാണ്? കോലത്തുകര വെച്ചാണ്. കോലത്തുകര ഇത് എഴുതാൻ കാര്യം എന്താണ്? ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പോഴന്മാർക്ക് വേണ്ടിയിട്ട് ഞാനിത് പറയുന്നു. കുറേ പോഴന്മാർ നടപ്പുണ്ടല്ലോ നമ്മുടെ ആളുകൾ. ഗുരുവിനെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇവൻ നാട് വന്നു. ഇവൻ്റെ അപ്പൂപ്പനെ അമ്മൂമ്മേനെ കല്യാണം കഴിച്ചപ്പോൾ ഈ ഗുരുവിനെ വെച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. എന്താണ്? അവ്യൻ ശിവനും ആദിദേവിയും ദിവ്യനാം ഗുരു അല്ലേ? ഈ ഭഗവാനെ നല്ല സന്തതികൾ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ പ്രാർത്ഥിച്ചിട്ടാണ് നല്ല സന്തതിയായിട്ട് ഇവൻ ഉണ്ടായിരിക്കുന്നത്. ഇവനിപ്പോൾ ഈ ഗുരു ദൈവമാണെന്ന് ചോദിച്ചാണ് നടക്കുന്നത്. പപ്പു പറഞ്ഞ പോലെയാണ്, നീ ആരാണെന്ന് നിനക്കറിയാൻ പാടില്ലെങ്കിൽ നീ എന്നോട് ചോദിച്ചു നീ ആരാണെന്ന് പറഞ്ഞൊരു പടം ഉണ്ടല്ലോ അല്ലേ? അതിന് പകരമായിട്ട് ആ പപ്പു തന്നെ ഈ ചെവിയിലൊരു പൂവും വെച്ചിട്ടിരിക്കണല്ലേ. എടാ ദാസപ്പോ എന്തേലും കുഴപ്പമുണ്ടാകുന്ന എൻ്റെ മുഖത്തോട്ട് നോക്കാൻ പറയല്ലേ? അതുപോലെയാണ് നമ്മുടെ ആണുങ്ങളിരിക്കുന്നത്. ഇവനിതൊന്നും അറിയാൻ പാടില്ല, ഇവനെല്ലാം തർക്കിക്കാൻ നിറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വന്നിട്ട് ഈ പറഞ്ഞ ആ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കുമാരനാശാനെ സ്മരിക്കും. എന്ത് പറയും? അല്പമെങ്കിലും അതിൻ പ്രഭാകുരം സത്പതേ ഇരും തുറന്ന് മെല്ലവേ അല്ലേ? നമ്മൾ പക്ഷേ നമ്മുടെ പിള്ളേർക്കൊരു കുഴപ്പമുണ്ട്. കഴിഞ്ഞിടെ പോയപ്പോഴും ഞാൻ മനസ്സിലായി, സാവധാനം എന്ന് പറഞ്ഞിട്ടൊന്ന് നിർത്താൻ പറയണം കേട്ടോ പിള്ളേരുടെ. ഈ ഭഗവതിക്കൊരു കുഴപ്പമുണ്ട്, എന്ത് ചോദിച്ചാൽ അതേ കിട്ടുകയുള്ളൂ. നമ്മുടെ ആളുകൾ പറഞ്ഞു സാവധാനം അടിയൻ മടിയൻ കൊടുത്തു വെക്കുകയാണെന്നാണ് പറയുന്നത്. മനസ്സിലായി? സാവധാനം എന്ന് പറഞ്ഞിട്ട് അടിയൻ എന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് കൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. അക്ഷരം തെറ്റിയാൽ അർത്ഥവ്യത്യാസം വരും. എടുത്തില്ലേ? പണ്ട് രാവണൻ്റെ ചേട്ടൻ കുംഭകർണൻ ഭഗവതിയോട് ചോദിച്ചത് എന്തായിരുന്നു? ഇന്ദ്രപ്പട്ടമാണ്. ഒരു അക്ഷരം തെറ്റുപോയി, നീ എന്നായിപ്പോയി, നിദ്രപ്പട്ടം ചോദിച്ചു. തഥാസ്തു, അങ്ങനെ ആയിക്കോട്ടെ. ജീവിതത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹം ഉറങ്ങിത്തീർത്തില്ലേ? അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അർത്ഥത്തോടുകൂടെ പറഞ്ഞ് മനസ്സിലാക്കണം. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ ഒരു പേരക്കുട്ടിയുണ്ട്, 5 വയസ്സാകുന്നതേ ഉള്ളൂ. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയായിട്ടിരുന്ന് ഇവള് ഈ പറഞ്ഞ വിനായക അഷ്ടമൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ തമ്മിലിരുന്ന് വളരെ സന്തോഷം കൊള്ളുകയാണ്. കാരണം ഞങ്ങൾ ചെല്ലുന്നത് കേട്ട് ഞങ്ങളുടെ ഒപ്പം വന്നിരുന്ന് അവിടെ ചെല്ലാറില്ല. പിള്ളേരുടെ ഈ ഭയങ്കര കപ്പാസിറ്റിയാണ് പിള്ളേർക്കുള്ളത്. അവളെ അക്ഷരമൊക്കെ തെറ്റിയാണ് പറയുന്നത്, പക്ഷെ അവൾ ഭയങ്കര ആർജവത്തോടെ ചെല്ലിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം? ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോളും മോനും കൂടെ ചേർന്ന് ഇത് ചെല്ലുന്നതുകൊണ്ടല്ലേ അവൾ കേട്ടത്. ശരിയല്ലേ? അപ്പം അതുപോലെ നമ്മൾ അവിടെ ഇരുന്ന് ഗുരുവിൻ്റെ ധ്യാനം നമ്മൾ ചെല്ലിയതിന് ശേഷം നിർബന്ധമായിട്ട് നിങ്ങൾ വിനായക അഷ്ടകം ചെല്ലണം. ഈ അമ്പലത്തിൽ പറഞ്ഞിട്ടുള്ള വിനായകനെയല്ല ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലോട്ട് നമുക്ക് പ്രതിഷ്ഠിച്ച് തന്നിരിക്കുന്നത്. ആണോ? അമ്പലത്തിൽ പറഞ്ഞ നമ്മൾ ചെല്ലുന്ന എന്താണ്? വേറെ വിനായകനെയാണ് നമ്മൾ ചെല്ലുന്നത്. അദ്ദേഹത്തിന് ആകാരത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? ലബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം എന്നൊക്കെ പറയില്ലേ? ഏകദണ്ഡം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആകാരരൂപം. ഇതല്ല ഗുരു എഴുതിയിരിക്കണത് അല്ലേ? നമദേവവൃന്ദം, എല്ലാ അറിവിൻ്റെയും അതിദേവനായിട്ടാണ് ഗുരു നമുക്ക് ഭഗവാനെ. എല്ലാ ദേവന്മാരും കുമ്പിടുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ അറിവിൻ്റെയും മൂർത്തരൂപമാണ് ഈ ഭഗവാൻ അല്ലേ? രസദ്വേദഗന്ധം ശിരശ്രീമതിന്ദും അല്ലേ? ഇതിന് അപ്പോൾ അത്ര ഭഗവാനെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിലോട്ട് സദാശം സുരേശം സദാപാതുമീശം നിദാനോദ്ഭവം ശാങ്കരപ്രേമകോശം ശ്രീപാർവതി പരമേശ്വരന്മാരുടെ സ്നേഹം കൊണ്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂടി നിൽക്കുന്ന സമയത്തുണ്ടായ സത്തായ സന്തതിയാണ്. നമുക്ക് ഉണ്ടാകാത്തതും അതാണ്. നമുക്കെന്താ നല്ല സന്തതികൾ ഉണ്ടാകാത്തത്? നിങ്ങൾ ഇതിലുണ്ടാ? നിങ്ങൾ വാഴയും ചേമ്പും ചേനയൊക്കെ വെക്കാൻ നേരത്ത് പഞ്ചാംഗം നോക്കും. നിങ്ങൾ പഞ്ചാംഗം നോക്കിയിട്ട് നല്ല സമയത്ത് ഇതൊക്കെ വെക്കുകയുള്ളൂ അല്ലേ? ആരെങ്കിലും ചേമ്പ് അല്ല ചേന ആവശ്യമില്ലാത്ത സമയത്ത് കൊണ്ട് അകത്തിരുന്ന് കാർന്നവർ പറഞ്ഞു കൊടുക്കും, ഇപ്പോൾ വെക്കരുത്, ഇപ്പോൾ വെച്ചാൽ ശരിയാകുകയില്ല. വാഴ വെക്കാൻ നേരത്ത് ലോകം മുഴുവൻ നോക്കും. വാഴക്ക് വെയിൽ കിട്ടുക, വാഴയുടെ കൈ പോകുക എന്നൊക്കെ നോക്കും. ശരിയല്ലേ? നല്ല മക്കളുണ്ടാകണതിന് വല്ല നേരം നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? മത്ത കുത്തിയ കുമ്പളം മുളക്കയില്ലേ? ഗുരുദേവൻ്റെ ധർമ്മം വായിക്കുമ്പോൾ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ആളുകൾക്കത് തെറ്റാണെന്ന് തോന്നും. ഈ സന്തതികൾ ഉണ്ടാകണമെങ്കിൽ നല്ല സമയം നോക്കി സന്തതി ഉണ്ടാകണം, അല്ലെങ്കിൽ പിഴച്ചു പോകുവര്. മനസ്സിലായോ?
അതുകൊണ്ട് ശ്രീനാരായണ ധർമ്മം പഠിക്കണമെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളുടെ ഗുരുദേവ ദർശനം കുടുംബജീവിതത്തിൽ പകർത്തണമെങ്കിൽ ഏറ്റവും നല്ല ദർശനം എന്താണ്? എപ്പോഴാണ് ഗുരുദേവൻ വ്യക്തമായിട്ട് സന്തതികൾ എപ്പോഴാണ് ഉണ്ടാകേണ്ടതെന്നും സന്തതികൾ ഉണ്ടാകാനായിട്ടുള്ള നല്ല മാർഗത്തെക്കുറിച്ചും സന്തതികളിൽ ഒരു അമ്മയുടെ ഗർഭത്തിൽ ഒരു സന്തതി ഉദയം ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ബ്രഹ്മചര്യം പാർക്കണമെന്നും ഗുരു പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഭാര്യാഭർത്തക്കന്മാർ ബ്രഹ്മചര്യം പാലിക്കണം. ഇതാര് പറഞ്ഞു കൊടുക്കാനുണ്ടത്? നമ്മുടെ കുടുംബങ്ങളിൽ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഇതാണ് നമുക്ക് നല്ല സന്തതികളുണ്ടാകാത്തതാണ്. ഈ ഇരിക്കുന്ന ബീവറേജിൽ പോയി ക്യൂ നിന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഈ ഗോട്ടി കാണിക്കണം ഈ തന്തക്ക് എന്നാണ് നല്ല മകൻ ഉണ്ടാകാൻ പോണത്? നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ അച്ഛന്മാരൊക്കെ ഇപ്പോൾ അവിടെ പോയി ഭയങ്കര, നിങ്ങളെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും ആരാണ് അവിടെ വന്നിട്ട് പോയവൻ പറയുന്നതൊക്കെ ഞാൻ ഇതൊക്കെ പറയും. കാര്യം എന്താണെന്നറിയാം? ഇവിടെ പിന്നെ നിങ്ങൾ കോട്ടയംകാർ പേടിക്കണ്ട. ഇവിടെ മുഴുവൻ വൃദ്ധസാധനങ്ങൾ ഉണ്ടാക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. നമ്മുടെ ഒരു സഹോദരി ഉണ്ടല്ലോ, നിശ എന്ന് പറഞ്ഞൊരു പെണ്ണില്ലേ, ഞാനും കുറേ ആളുകളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടൊന്നും ആക്കാനല്ല, വല്ല അടിയന്തരമൊക്കെ നടത്തുമ്പോൾ ഇവിടെ ഭക്ഷണം കൊടുക്കാനായിട്ട് വിളിച്ചു പറയാറുണ്ട്. എന്തിനാണെന്നറിയോ? പേടിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. നമുക്ക് നല്ല മക്കളുണ്ടാകും. എത്ര മക്കളുണ്ട്? എൻ്റെ പ്രസംഗം തുടങ്ങി കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, സുരേഷ് പരമേശ്വരൻ്റെ കാര്യം പറഞ്ഞില്ലേ, 13 മക്കളുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ സഹോദരിമാർക്ക് മക്കൾ വല്ലവരും ഉണ്ടാ? 2 മക്കളേ ഉള്ളൂ അല്ലേ? അപ്പോൾ 2-ൽ നിന്ന് മാറി 1-ലോട്ട് വന്നിട്ടിരിക്കുകയാണ്. എൻ്റെ മോൾക്ക് ഒരു കുട്ടിയുള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞപ്പോഴും പറഞ്ഞത് അവൾ ഈ പരിപാടിക്കില്ലെന്നാണ് പറഞ്ഞത്. ഞാനും ഇവളും കൂടെ പറഞ്ഞു, എടി മോളെ ഒരു കുട്ടി മതിയോ നിനക്ക്? ഞങ്ങൾ നിവർത്തികൾ കൊണ്ട് ചോദിക്കുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് മിത്തം കാറ്റുണ്ട്, ഇത് വേണ്ടേ? അവർക്കാർക്കും കഴിയല്ല. എല്ലാ മക്കളുടെയും അവസ്ഥ ഇതാണ്. അപ്പം നിങ്ങൾ കുടുംബജീവിതം നല്ലതാകണമെങ്കിൽ ആദ്യം അമ്മയിൽ തുടങ്ങി, അമ്മ ഏതായാലും ഇനി മനസ്സിലാക്കണേ, ഞാൻ വിഷയത്തിലോട്ട് വരികയാണ്. അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് രണ്ടാമത് ചെല്ലേണ്ടത് ഈ വിനായക അഷ്ടകം ചെല്ലണം. മൂന്നാമത് ഇതെല്ലാം കൂടെ ഒരു 10 മിനിറ്റ് മതി, ഭദ്രകാളി അഷ്ടകം നമ്മുടെ ജീവിതത്തിൽ ചെല്ലണം. ഈ ഭഗവാനൊന്നും വെറുതെ പറയുന്നത്, ഇല്ലാത്തതൊന്നും ഭഗവാൻ നമുക്ക് തന്നിട്ടില്ലെന്ന് ആദ്യം തിരിച്ചു, ഉള്ളതേ തന്നിട്ടുള്ളൂ. ഇല്ലാത്തതൊന്നും ഭഗവാൻ എന്ത് പറയും? അത് വേണ്ടെന്ന് പറയും. തർക്കമുണ്ടാകും. അതൊന്നും നമുക്ക് വേണ്ടെന്നേ പറയും. അപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ അതുള്ളത് കൊണ്ടാണ് വന്നിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ ഈ ഭദ്രകാളി അഷ്ടകം നമ്മൾ ചെല്ലുമ്പോൾ ആ ഭദ്രകാളി അഷ്ടകത്തിൻ്റെ അകത്ത് നമുക്ക് നേരം വെളുക്കോടൊന്നും ചെല്ലണ്ട. 4 കഷായം നാഴിയായിട്ട് പറ്റിച്ചാണ് ഗുരുദേവൻ വെച്ചിരിക്കുന്നത്. നിങ്ങളൊരു വലിയ ദേവീ ഭാഗവതം വായിക്കുന്നതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള മൂല്യമാണ് ഈ പറഞ്ഞ അഷ്ടകത്തിലൂടെ. അഷ്ടകം എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഗുരുവിനറിയാം, അല്ലെ ശംഭുവിൻ്റെ നുണ പോലെ പിന്നെ ഇത് ഗുരു എഴുതിയാണെന്ന് പറഞ്ഞ് വരുമല്ലേ ആളുകൾ. ദൈവദശകം എഴുതിയത് എന്താണെന്നറിയാമോ? 10 എഴുതിയത്, പിന്നെ അതിൻ്റെ പുറത്തൊരു കൂട്ടിച്ചേർക്കൽ പറ്റിയല്ല. ഗുരുവിനെ നമ്മൾ പഠിക്കണം. എല്ലാത്തിനും ഗുരു പ്രേമിട്ടിരിക്കുന്നത് എന്താണ്? അതിൻ്റെ പുറത്ത് ഈ സീതാദേവിയെ കണ്ടുകൊണ്ട് പോകാൻ വന്ന ആളുടെ പേരെന്നാ? രാവണൻ വന്ന് കണ്ടുകൊണ്ട് പോയി. എന്ത് വേഷം കെട്ടിയാണ് അയാൾ വന്നത്? അല്ല, മാരീചൻ അയാളുടെ അനിയനാണ് വന്നിട്ട് ആദ്യത്തെ മിമിക്രി നടത്തിയത്. അയാൾ വന്നത് സന്യാസിയുടെ കാഷായം ഇട്ടാണ് വന്നത് അല്ലേ? അപ്പോൾ ഈ സന്യാസിമാരായിട്ട് വന്ന പെണ്ണുങ്ങൾ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലായില്ല. ഇവരൊക്കെ കുഴപ്പമുണ്ടാക്കാം. പണ്ട് ശിവഗിരി വെച്ച് ഒരു സന്യസ്ത ശിഷ്യൻ ഭഗവാനോട് ചോദിച്ചായിരുന്നു, നമുക്കൊരു സന്യാസിനി മഠം ഇവിടെ ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഒന്ന് ചിരിച്ചായിരുന്നു, മാമുക്കയായിട്ടിരിക്കണ പോലെ. ഇയാളെ നോക്കിയിട്ടേ കൊള്ളാം, നല്ല ആശയമാണെന്ന് പറഞ്ഞു. ഇവനും വലിയ സന്തോഷമായി. അവനോട് കൊടുത്തൊരു നിർദ്ദേശം, ഒരു സന്യാസി രാത്രി എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നേരം വെളുത്തെത്തുന്ന ഒരു ദൂരത്ത് കൊണ്ട് വെച്ചോളാൻ പറഞ്ഞു. ഇത് നമുക്ക് പഠിക്കണ്ടേ? വെടിമരുന്നും തീയും ഒരുപോലെ വെക്കണ്ട. അപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കുഴപ്പമുണ്ടാക്കാതിരിക്കാനാണ് ഈ പറഞ്ഞെല്ലാം ഫ്രെയിം ചെയ്ത് ഗുരു നൽകിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ശിവഗിരി പോകുമ്പോൾ അവിടെ നമ്മുടെ ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റ് സ്വാമിനെ കാണും. നമ്മുടെ സർവാധരണീയനായിട്ടുള്ള പ്രസിഡന്റാണ്, ഒരു തർക്കമില്ല. കാര്യം ഗുരു ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ മഹത്വങ്ങളും നമ്മൾ അംഗീകരിക്കുന്നു. എല്ലാ അർഹതപ്പെട്ട എല്ലാ നമ്മൾ അംഗീകാരവും അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ചെല്ലുമ്പോൾ മറ്റേ ശബരിമലയുടെ പാട്ട് പോലെയാണ്, ഒരേ ഒരു മാർഗം ദിവ്യദർശനം, ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല അല്ലേ? അങ്ങനെയല്ലേ? നമുക്കവിടെ ചെല്ലുമ്പോൾ ഒരേ ഒരു മാർഗം, ഒരേ ഒരു ലക്ഷ്യമുള്ളത്. എന്താണ്? നമ്മുടെ ഭഗവാനെ കാണണം അല്ലേ? ആ ഭഗവാനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ സർവ്വ ദുഃഖമൊന്നും ഭഗവാൻ പറഞ്ഞിട്ടാണ് ശാരദേനെ വരെ നമ്മൾ കാണാൻ പോകുന്നത്. അല്ലെ? ഉറപ്പായിട്ട് നമ്മൾ ആദ്യം ചെന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ നേരെ ശിവഗിരിയിലോട്ട് പോകില്ലേ? ഭഗവാൻ ഇരുന്ന കസേരയോട് കാണിക്കുന്ന ഭക്തി പോലും നമുക്ക് അവിടെയുള്ളൊരു സ്വാമിമാരോട് തോന്നാത്തത്. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള സാമീപ്യം ഇല്ലാത്ത എവിടമാണ് അവിടെ ഉള്ളത്? ആ മണൽത്തരികൾ വരെയും നമ്മൾ കാല് തൊടാനായിട്ട് വിഷമിക്കും. എന്താണ്? എൻ്റെ ഭഗവാൻ ചവിട്ടിയ മണ്ണാണിത്.
ഈ മണ്ണിൽ ഈ മഹാഭാവം ചെയ്ത് നടക്കുന്ന എനിക്ക് ചവിട്ടാനായിട്ട് യോഗ്യതയില്ലെന്ന് നമ്മുടെ മനസ്സിലിരുന്ന് ആരോ പറയുകയാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആ മണ്ണിൽ ചവിട്ടുന്നതിന് മുമ്പ് ഒന്ന് തൊട്ട് തൊഴും. എന്താ കാര്യം? ഈ ഭഗവാൻ ചവിട്ടിയ മണ്ണാണിത് അല്ലേ? അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ടുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ അമ്മ ഈ ഭദ്രകാളി അഷ്ടകം ചൊല്ലി, പിന്നെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചൊല്ലിയാൽ മതി. പിന്നെ നിങ്ങളുടെ ജോലിയിലോട്ട് വെക്കും. ഇത് കേട്ടായിരിക്കണം വീട്ടുകാർ എഴുന്നേൽക്കേണ്ടത്. എൻ്റെ അച്ഛൻ്റെ അമ്മ 3 മണി വെളുപ്പിന് എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് വെച്ച് ചെയ്ത ആ പ്രാർത്ഥനകൾ മുഴുവൻ, ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും കഥകളും മുഴുവനും എൻ്റെ ഹൃദയത്തിലിരിക്കുകയാണ്. എവിടെ ചെന്നാലും എനിക്ക് ഡിസ്കോപ്പണാകും. ഞാൻ 25 ദിവസം ഇവിടെ നിന്ന് പ്രസംഗിച്ച് കളയും, നിങ്ങളെല്ലാവരും പോയാലും. ഇത് ഞാൻ പഠിച്ചതല്ല. എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അച്ഛൻ്റെ അമ്മ എനിക്ക് പകർന്നു തന്ന അറിവാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളും. ആ അറിവാണ് നിങ്ങളുമായിട്ട് ഞാൻ സംവദിക്കുന്നത്. അതുകൊണ്ട് അതൊരു കാര്യം. രണ്ടാമതൊരു കാര്യം, സീതാദേവി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ നേരത്ത് അവരുടെ അമ്മ പറഞ്ഞു കൊടുത്തൊരു ഉപദേശമുണ്ട്. പെണ്ണുങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കോളും. ഈ പെണ്ണുങ്ങൾ വീട്ടിൽ കുഴപ്പമുണ്ടാക്കും. എങ്ങനെയാണ് ഉണ്ടാക്കണത്? ഈ ഭർത്താവ് ഉദ്യോഗം വഹിക്കുന്ന ആൾ, അവന് 9 മണിക്ക് പോകാനാണെങ്കിൽ അവർ 7:45 വരെ കിടന്ന് 8:15 വരെ കിടന്നുറങ്ങും. 8:15 കിടന്നിറങ്ങുമ്പം ആശുപത്രി വെടിവാണോ നമ്മുടെ വീട്ടിലുള്ളൊരു ഒരുക്കങ്ങളാണ് അല്ലേ? ഒരുക്കി കഴിയുമ്പോൾ ബട്ടൺസ് തെറ്റിച്ചിടും. പല കലാപരിപാടികളും പുള്ളി ചെയ്യും. ഈ ബട്ടൺസ് തെറ്റിച്ചിടുമ്പോൾ പെണ്ണും പിള്ള ബട്ടൺസ് ഇടാൻ ചെല്ലുമ്പോൾ ഇവൻ മുടിയിരും. അപ്പോൾ ഈ പോകാനുള്ള സുഖം കൊണ്ട് ചോദിക്കും, വീട്ടു സാധനങ്ങളൊക്കെ ഉണ്ടാന്ന് ചോദിക്കുമ്പോഴേ, അരി ഉണ്ടാന്ന് ചോദിക്കുമ്പോൾ തന്നെ നെഗറ്റീവ് പറയും. എന്ത് പറയും? അത് ഇന്നലെ തീർന്നെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേ അവൻ്റെ ദിവസം പോയി. അപ്പോൾ പഞ്ചസാര ഇതൊക്കെ എൻ്റെ മനുഷ്യ അതൊക്കെ തീർന്നിട്ട് 2-3 ദിവസമായി, നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇവൻ്റെ വായിൽ നിന്ന് വരുന്ന മുഴുവൻ ചില്ലക്ഷരങ്ങളാണ് അല്ലേ? ഇളക്കം വരും. രാവിലെ തന്നെ ബട്ടൺസ് ഇടാതെ കണ്ട് ചീപ്പും വലിച്ചെറിഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോവുകയാണ് അല്ലേ? ഇവൻ ബട്ടൺസ് തെറ്റി വീട്ടിലിടുമ്പോൾ അവൻ്റെ അവിടെ അന്നത്തെ ദിവസം പോയി, ഇവൻ്റെ ദിവസം തീർന്നു. ഇത് സീതാദേവി വിവാഹിതയാകണതിൻ്റെ തലേ ദിവസം ഈ പറഞ്ഞ മിഥിലയിൽ നിന്ന് അവരുടെ അമ്മ ഒരു ഉപദേശം കൊടുത്തു എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ട്. എന്താണ് ഉപദേശം? പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ചെല്ലുമായിരുന്നു. ഇപ്പം ചെല്ലുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇല്ലെന്നുള്ള മൊഴി പറഞ്ഞിടല്ലേ വല്ലതും അവൻ ചോദിക്കുന്നേരത്ത്. പെണ്ണുങ്ങൾ തെറിയേക്കാതിരിക്കാനാണ് പറയുന്നത്. ഇല്ലെന്നുള്ള മൊഴി പറഞ്ഞിടല്ലേ. എന്ത് ചെയ്യണം? അപ്പോൾ അരിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് പിന്നത്തെ ചോദ്യം. കൊണ്ട് വകുപ്പുണ്ട്. എന്ത് പറയും? അരി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്. അവൻ ആദ്യത്തെ സമാധാനമായി. പക്ഷേ ഇന്നത്തെ തികയില്ല. ഇന്നത്തെ തികയില്ലെന്നേ. അപ്പോൾ പിന്നെ ചോറ് അരിയില്ലെന്നായില്ലേ? ഈ തന്ത്രം ആ സ്ത്രീയെക്കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞത്. ഇവിടെ പതിവ്രതയാണെങ്കിൽ മഴ പെയ്യാൻ പറഞ്ഞാൽ പെയ്യുമെന്ന് ഗുരു പറഞ്ഞാൽ നിങ്ങളുടെ. ഇവള് ഭർത്താവിനെ ധ്യാനിച്ചിരിക്കുന്നവനാണ്, അവൻ്റെ പ്രൊട്ടക്ഷനാണെന്നേ ഇവള്. ഒരു തർക്കവും വേണ്ട. ചുമ്മാതെയൊന്നുമല്ല. പണ്ട് സിനിമാ പാട്ടിലില്ലേ, കടലിനക്കര പോലെ കണവൻ തോണിയിൽ പോയാലേ അവന് കാവല് നീയാണ് എന്നുള്ളൊരു പാട്ട് നമ്മൾ പാടിയിട്ടില്ലേ? പെണ്ണാളെ പെണ്ണാളെ കരിമീൻ പെണ്ണാളെ പെണ്ണാളെ പാടിയിട്ടില്ലേ? അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്? നിൻ്റെ ഭർത്താവ് കടലിൽ പോയാൽ അവന് കാവല് നീയാണെന്നേ. ഈ പറഞ്ഞവൾ പിഴച്ചു പോയാൽ അവനെ കടലമ്മ കൊണ്ടുപോകുമെന്ന് പറഞ്ഞത് കഥാരൂപത്തിൽ പറഞ്ഞത് ഇത് തന്നെയാണെന്നേ. ശരിയല്ലേ? ഇത് തന്നെയല്ലേ ഗുരു നിങ്ങളോട് പറഞ്ഞു തന്നത്? നീ ശരിയാണെങ്കിൽ നീ ഒന്നിനെയും പേടിക്കേണ്ടെന്നേ. നീ മഴ പെയ്യാൻ പറഞ്ഞാൽ പെയ്യും. നീ അത്ര ഭർത്താവിൻ്റെ പ്രിയപ്പെട്ടവളാണ്. കാര്യം ഭർത്താവ് പ്രസാദിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനം കിട്ടുകയുള്ളൂ. ദൈവം പ്രസാദിച്ചാലൊന്നും തൊഴി മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കെട്ടിയാനെ നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കള്ളിയെക്കാട്ട് നീര് നിൽക്കണ പോലെ ചായ കൊണ്ട് ചെല്ലരുത്. മിക്കവാറും ഈ ഉടുത്തമുണ്ട് തലവതി പുതച്ച് കിടക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നല്ല മനീഷ കൊയ്രാളെയും സുസ്മിതാ സെന്നിനെയൊക്കെ പോലെ പോകും. വീട്ടിൽ നിൽക്കുമ്പോഴാണ്. ഞാൻ ഞങ്ങളുടെ നാട്ടിലൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ ചെന്ന പോലെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് നല്ല മിടുക്കിയായിരുന്നു. അപ്പോൾ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായ കാരണം ഞാൻ ഈ വണ്ടിയെ കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കള്ളിയെക്കാട്ട് നീരി നിൽക്കണ പോലെ ഒരു സാധനം നിൽക്കണം അവിടെ. ഞാൻ പുറകോട്ട് നോക്കി, ഇനി വീട് തെറ്റിപ്പോയാ. അപ്പോൾ ഞാൻ അയാളെ ചോദിച്ചിടും, ഇത് മറ്റൊരു വീടല്ലേ? അത് തന്നെ, അതാണ് ആളെന്ന് പറഞ്ഞു. ഈശ്വര, നിങ്ങൾ നേരം പെടുത്തി ചെല്ലുമ്പോൾ നീ കുളിച്ച് റെഡിയായിട്ട് അല്ലെങ്കിൽ ചന്ദനവും തൊട്ട് നിങ്ങൾ ഇന്ന് ചായ കൊടുത്ത് ഭർത്താവിനെ ഏൽപ്പിച്ചു വന്നാൽ അയാളുടെ ജീവിതം അന്ന് ധന്യമാണ്. നിങ്ങൾക്ക് 10,000 രൂപ മുടക്കുള്ള കാര്യമൊന്നുമല്ല പറഞ്ഞത്. നേരെ മറിച്ച് നിങ്ങൾ നെയ്റ്റി എന്ന് പറഞ്ഞൊരു സാധനം ആരായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുവിട്ട് ഈ മഹാദേവൻ മറ്റേ കൈലാസത്തിൽ തപസ്സിരിക്കണ പോലെ മുടിയും കെട്ടി ഇതും കൊണ്ടങ്ങാട്ട് ചെല്ലുമ്പോൾ തന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇവൻ ചോദിക്കണം, ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു എന്നും പറഞ്ഞാണ് ഇവൻ പാട്ട് നയിക്കണത്. അതെ, അതുകൊണ്ട് നല്ല ചത്ത് കിടക്കുമ്പോഴും ചമഞ്ഞ് കിടന്നോളണം.
കുടുംബജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ കുടുംബജീവിതം ശ്രീനാരായണ ദർശനത്തിൽ പറയാനല്ലേ സെക്രട്ടേറിയറ്റ് പറഞ്ഞത്. ആദ്യത്തെ ദർശനം നിങ്ങളാണ് രാവിലെ. ആ ദർശനം അവന് പിഴച്ചു പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സുന്ദരിയായിട്ട് കുളിച്ച് റെഡിയായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വിരുന്ന് പോകാൻ പോകുകയാണ്. എതിരെ ഈ ട്രാക്കുള പോലെ പറഞ്ഞ് ഞാനീ പറഞ്ഞ ഒരു പെണ്ണ് വന്നതാണോ നിങ്ങൾക്ക് കിട്ടും? അമ്പലത്തിൽ പോയി കുളിച്ച് പ്രസാദം മേടിച്ച് കൊണ്ടുവന്ന ഒരു പെണ്ണിനെ കാണാനാണോ നിങ്ങൾക്ക് കിട്ടും? നിങ്ങൾ പറ. ഈ ട്രാക്കുളനെ കണ്ടു കഴിഞ്ഞപ്പോൾ കെട്ടിയാനായിട്ട് പറയും, ഓ ഇന്ന് മറ്റേ നമ്മൾ പോണ കാര്യമൊന്നും നടക്കേല. എന്താ കാര്യം? ഈ യക്ഷിയിലല്ലേ കണ്ടിട്ട് പോണത്. നേരെ മറിച്ച് നല്ല ക്ഷേത്രത്തിൽ പോയി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് സന്തോഷത്തോടെ വരുന്നൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പുഞ്ചിരിയാണ് വരുന്നതല്ലേ. നമ്മൾ അന്നത്തെ ദിവസം പോസിറ്റീവ് എനർജിയായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇത് അടുത്ത വർഷം ചെയ്യാമെന്നൊന്നുമല്ല, നാളെ തുടങ്ങിക്കൊള്ളണം. നിങ്ങൾ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് 10 മിനിറ്റോ 20 മിനിറ്റ് മതി എല്ലാത്തിനും കൂടെ. പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചെല്ലുന്ന പ്രാർത്ഥന ഉറങ്ങിക്കിടക്കുന്ന വീടുകളിലുള്ളവർ ചെവിയിലെത്തണം. അവരാരെഴുന്നേറ്റ് വന്നാലും ഈ 5 തിരിയിട്ട വിളക്ക് കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ തൊഴാതെ അവരാരെങ്കിലും വരുവാ? ആദ്യത്തെ ദർശനം എന്താണ്? എന്തിനാണ് വിഷു കണി കാണാനായിട്ട് ഇത് വെക്കുന്നത്? ഒരു ദിവസം കാണിക്കാനല്ല, ഒരു വർഷത്തെ ഫലം ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാണത്. അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത നിങ്ങളുടെ കഴിവുകൂടല്ലേ. വിഷുഫലം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ അല്ലേ, അതിൻ്റെ തുടക്കം കുറിച്ചാണ് ആക്കേണ്ടത്. നിങ്ങളത് കഴിഞ്ഞാൽ പിന്നെ കത്തിക്കുക. അതുകൊണ്ട് ശ്രീനാരായണ ദർശനം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായൊരു ദർശനമല്ല, നമ്മുടെ ഭാരതത്തിൻ്റെ ആധ്യാത്മിക ദർശനം തന്നെയാണ്. 2, പിന്നെ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം വേണ്ടേ? നമ്മുടെ മക്കളുമായിട്ട്. മിക്കവാറും വീടുകളിൽ അമ്മമാരാണ് വക്കീലന്മാർ. ആ മക്കളുണ്ടെങ്കിൽ അച്ഛനുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല കേട്ടോ. അച്ഛൻ ചെമ്മീതിൻ്റെ അകത്ത് സിനിമ നടൻ മധു നടക്കണ പോലെ നടക്കുകയാണ്, കറുത്തമേനത്തിലേക്ക് നടക്കുന്ന പോലെ വേദന കടിച്ചമർത്തി നടക്കുകയാണ്. ഈ അമ്മ ആണ് ഇടനിലക്കാരൻ. അമ്മ എന്ന് അവൻ്റെ ആവശ്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു കൊടുക്കണം അച്ഛനോട്. എന്ത് പറയണം? മൈ കക്ഷിക്കാരൻ ഈസ് നോട്ട് എ കുറ്റക്കാരൻ, പെർഫെക്റ്റ് മര്യാദക്കാരൻ, അവൻ മറ്റേ അലവരാതി കൂട്ടുകളൊന്നുമില്ല, ദീസ് ആർ കുറ്റംസ് നോൺ സഫിഷ്യൻസ്, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് എൻ്റെ മകന് നിങ്ങൾ ഇന്നത് കൊടുക്കുമ്പോൾ അച്ഛന് പിടിക്കത്തില്ല. ഈ പൊട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം, അച്ഛനാണല്ല ഈ വെയിൽ കൊണ്ടിട്ടാണ് ഇവന്മാർക്ക് തണലുണ്ടാകുന്നത്. അച്ഛനെന്ന വൃക്ഷം കൊള്ളുന്ന വെയിലാണ് മക്കൾക്കും ഭാര്യയ്ക്കും ഉണ്ടാകുന്ന തണലെന്ന് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ അച്ഛൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല തേഞ്ഞ ചെരുപ്പ് മാറ്റാത്തത്, ആഗ്രഹമില്ലാത്തതല്ല റെഡിമെയ്ഡ് ഷോപ്പിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഏറ്റവും മുന്തിയ വസ്ത്രം ധരിക്കാത്തത്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഒരു മെയിൻ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാത്തത്. എന്താണ്? അവനൊരുള്ളി എടുക്കുമ്പോൾ അവന് വേണ്ടി കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളെയും ഭാര്യയും ഓർത്ത് കഴിയുമ്പോഴേ അവൻ ചിരിച്ചുകൊണ്ട് അവിടെ വെക്കൂ. ഇത് വെച്ചിട്ട് അവൻ പറയും, എനിക്കിത് പൊതിഞ്ഞ് തന്നാൽ മതി എന്ന് പറയും. ശരിയല്ലേ? അപ്പോൾ ആ അച്ഛന്മാരെ നിങ്ങൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. നിൻ്റെ അച്ഛൻ കൊള്ളുന്ന വെയിലാണ് മോനെ നിനക്കുള്ള തണുപ്പ്, നിൻ്റെ അച്ഛൻ അനുഭവിക്കുന്ന ദുഃഖമാണോ മോനെ നിനക്കുള്ള സാന്ത്വനം എന്ന് അവനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ പറയും, അവൻ്റെ ആദ്യത്തെ റോൾ മോഡൽ അവൻ്റെ അച്ഛനായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ്റെ ചെരുപ്പ്, അവന് നല്ല വസ്ത്രം മേടിച്ചു കൊടുത്താലും അവൻ ആ വസ്ത്രം ഇടാതെ അച്ഛൻ്റെ വസ്ത്രം ഇട്ട് നടന്നേച്ചത്. അവൻ നല്ല ചെരുപ്പ് മേടിച്ചു കൊടുത്താൽ അച്ഛൻ്റെ ഷൂട്ടിന് നടക്കുന്നത്, അച്ഛനെപ്പോലെ അമ്മയെ പേര് വിളിക്കുന്നത്, അവൻ അച്ഛനായിരുന്ന റോൾ മോഡൽ. കുറച്ച് നാൾ അവൻ്റെ ടീനേജ് പ്രായം കഴിയുമ്പോൾ അവൻ്റെ എല്ലാമായിട്ട് അമ്മ മാറും. എന്താണ്? അമ്മ ഉണ്ടാക്കുന്നത് നമുക്ക് നാമേ പണിവത് നാഗം നരകവും. അതുപോലെ കുടുംബജീവിതത്തിൻ്റെ ആണിക്കല്ലിനെ തകർക്കുന്നതാണ് അമ്മമാർ. ഒരിക്കലും അമ്മക്ക് അച്ഛനും മകനും ഇടയ്ക്കുള്ള ബെർലിൻ മതിലായിട്ട് അമ്മമാർ നിൽക്കരുത്. അമ്മമാർ പറഞ്ഞു, നിൻ്റെ അച്ഛനോട് നീ ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കാം. ശരിയല്ലേ? എല്ലാ അമ്മമാരും എന്താണ് ചെയ്യുന്നത്? അമ്മ ഒന്ന് ചോദിക്കുകയാണ്. കാര്യം അമ്മയും മകനും തമ്മിൽ കൂടുതൽ ഊഷ്മളമായ ബന്ധം അച്ഛനും മകനും തമ്മിൽ അകന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അച്ഛന്മാരുടെ മഹത്വത്തെക്കുറിച്ച് അച്ഛനെ കുറ്റപ്പെടുത്തുന്ന മക്കളുടെ മുമ്പിൽ പറയണം. അമ്മ പറഞ്ഞു കൊടുക്കണം. അമ്മ എന്താണെന്നും അച്ഛൻ എന്താണെന്നും പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആരെക്കൊണ്ട് സാധിക്കും? അമ്മയെക്കൊണ്ട്. ഇതിന് 2 കഥകൾ നമുക്കുണ്ടല്ലോ ഇവിടെ. ഒരു ഗതിയും പരഗതിയില്ലാതെ കണ്ട് എല്ലാ പരിഹാസങ്ങളും ഏറ്റുവാങ്ങി ഒരു രാജാവ് തന്നെ വിവാഹം കഴിച്ച രാജ്യത്തിൽ പകുതി അർഹത ഉണ്ടായിരുന്ന പാണ്ഡുവിൻ്റെ കഥ, ഗാന്ധാരിയുടെയും കുന്തിയുടെയും കഥ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കുന്തി ദേവിക്ക് 5 മക്കളുണ്ടായിരുന്നില്ലേ? രാജകീയ സുഖസൗകര്യങ്ങളിൽ ജീവിച്ചേച്ച 101 മക്കൾക്ക് ഗാന്ധാരിക്കും ഉണ്ടായിരുന്നില്ലേ? ഈ ഗാന്ധാരിയും കുന്തിയും കുറിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരമ്മ കണ്ണ് കെട്ടി 101 മക്കളെ വളർത്തി, 100 ചത്തുപോയില്ലേ? ഒരു അമ്മ കണ്ണ് തുറന്ന് 5 മക്കളെ വളർത്തി. അവർ ഈ ഭാരതത്തിൻ്റെ റോൾ മോഡലായിരുന്നു ഓരോന്നിനും, അല്ലേ? ഓരോ കാര്യങ്ങൾക്കും അവരെയാണ് നമ്മൾ റോൾ മോഡലായിട്ട് എടുക്കുന്നത്, അല്ലേ? കൃഷ്ണൻ അവസാനം അമ്മയോട് ചോദിച്ചല്ലോ, മഹാഭാരതത്തിൽ ഏറ്റവും പ്രസക്തമായ വരിയുണ്ട്, ശ്ലോകം. എന്താണ്?
ഭാഗ്യവസന്തം പ്രസൂയത മാശൂരം മാധമണ്ഡിതം അല്ലയോ കൃഷ്ണ. ഗാന്ധാരി ചോദിക്കുകയാണ്, യുദ്ധം കഴിഞ്ഞ് ഈ പറഞ്ഞ ശവശരീരങ്ങളെ കൊണ്ട് ഈ ഭാരതത്തിൻ്റെ രണഭൂമി മുഴുവൻ ആനയെയും പറഞ്ഞ കുതിരയെയും മനുഷ്യരെയും കൊണ്ട് കബന്ധങ്ങളുടെ കൂട്ടം കൊണ്ട് കഴുകനും അതുപോലുള്ള പട്ടിയും അതുപോലെ നരികളും ഒക്കെ കൊത്തി വലിച്ചുന്ന രാജകീയ സുഖസൗകര്യങ്ങളിൽ ജീവിച്ച മുഴുവൻ പുരുഷന്മാരുടെയും ജഡങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭൂമിയിൽ ആദ്യമായിട്ട് ഗാന്ധാരി കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം പിടച്ചു, കൈകാലുകൾ വിറച്ചു, ബോധക്ഷയമുണ്ടായി താഴത്ത് വീണു. ബോധക്ഷയം കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന കൃഷ്ണനെയാണ് കണ്ടത്. കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, മധുസൂദന, കേശവ, നീയാണ് ഇതിന് മുഴുവൻ കാരണക്കാരൻ. നീ വിചാരിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാൻ പാടില്ലായിരുന്നോ? അതുകൊണ്ട് എന്തിനാണ് നീ എനിക്ക് ധീരന്മാരും പരാക്രമികളുമായ 101 മക്കളെ തന്നത്? ഒരു സ്ത്രീയാണ്. 101 മക്കളെ എന്തിനാണ്? വായിക്കരിയിടാനായിട്ട്, എൻ്റെ ശേഷക്രിയാനായിട്ട് ഭാഗ്യമുള്ള ഒരു സന്തതിനെ തന്നാൽ പോരായിരുന്നു എന്നാണ് ഭഗവാനോട് ചോദിച്ചത്. എന്നാലാണ് ആ ശ്ലോകമാണ് ഞാൻ ആദ്യം ചൊല്ലിയത്. ഭാഗ്യവസന്തം പ്രസൂയേധ മാശൂരം മാഛപണ്ഡിതം. എന്തിനാണ് ഇത്രയും പണ്ഡിതന്മാരും ശൂരന്മാരും ധീരന്മാരും പരാക്രമികളായ 101 മക്കളെ നീ എനിക്ക് തന്നെ എന്തിനാണ്? ഭാഗ്യമുള്ളൊരു സന്തതിനെ തന്നാൽ പോരായിരുന്നു എൻ്റെ ശേഷക്രിയ ചെയ്യാനായിട്ട്. എന്നാലോട് പറഞ്ഞത്, എൻ്റെ പൊന്ന് അമ്മേ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. ഒരമ്മയെ കൊണ്ട് രക്ഷിക്കാത്തൊരു പുത്രനെയും ഒരു ഈശ്വരനും രക്ഷിക്കാൻ പറ്റത്തില്ലെന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഒരമ്മയെ കൊണ്ട് രക്ഷിക്കാൻ പറ്റാത്തൊരു മകനെ ഒരു ഈശ്വരനും രക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഭർത്താവിൽ കാഴ്ചയില്ലായിരുന്നെങ്കിൽ ആ കാഴ്ച എല്ലാ അർത്ഥത്തിലുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാഴ്ചയെന്ന് പറഞ്ഞാൽ പുറം കണ്ണുകൊണ്ടൊന്നും കാണുന്ന കാഴ്ചയല്ല, അറിവിനും കാഴ്ചയെന്ന് പറയും, തിരിച്ചറിവിനും കാഴ്ചയെന്ന് പറയുന്നത് ഉൾക്കാഴ്ച അല്ലെ പുറം കാഴ്ച. ആ കാഴ്ചയായിട്ട് തീരേണ്ടതായിരുന്നു നിങ്ങൾ ആ ഭർത്താവിനെ പോലെ കണ്ണുകളടച്ചുകൊണ്ട് മക്കൾ തെറ്റായിട്ട് പോയി കഴിഞ്ഞപ്പോൾ വിതുരരെന്ന് പറയുന്ന ആൾ പറഞ്ഞാലും നിങ്ങളുടെ മക്കളും ശരിയായിട്ടല്ല പോകുന്നത് പറഞ്ഞപ്പോൾ അന്ധമായ പുത്രസ്നേഹം കൊണ്ട് ഇതെല്ലാം അവഗണിച്ചതിൻ്റെ ദുരന്തത്തിൻ്റെ ഫലമാണമ്മേ ഈ കാണുന്നത്. ഇത് നിങ്ങൾക്കും ഉള്ളതാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞു? അപ്പോൾ സ്വന്തം മക്കളുണ്ടെങ്കിൽ ആ മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ കണ്ണു തുറന്നുകൊണ്ടവരെ കാത്തുരക്ഷിക്കാൻ ഒരമ്മക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ കാണുന്ന അമ്മക്ക് കഴിയാത്തത് കാണാത്ത ഈശ്വരന് കഴിയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒന്ന്, ഇപ്പോൾ കുടുംബ ബന്ധത്തിൻ്റെ രൂഢമായ മൂലങ്ങൾ അവിടെ തുടങ്ങി. നിങ്ങൾക്കൊരു അമ്മായി അമ്മ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. അവരെ നിങ്ങളുടെ അമ്മയേക്കാൾ കൂടുതൽ നന്നായിട്ട് സ്നേഹിക്കണം. നിങ്ങളുടെ ഭർത്താവ് ഒരു ദിവസം മഴ പെയ്തപ്പോൾ ആലിപ്പഴം വീണ പോലെ വീണതല്ല, അവർ നൊന്ത് പ്രസവിച്ച് നിങ്ങൾക്ക് തന്നതാണ് അല്ലേ? അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇവൻ്റെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് ചിന്തിച്ച് വളർത്തി വലുതാക്കിക്കൊണ്ടുവന്ന് വിവാഹപ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ മറ്റൊരു കുടുംബത്തിൽ നിന്നും ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ആശങ്കയുണ്ടാവും. എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെടുമോ? എൻ്റെ മോൻ എന്നോട് സ്നേഹിക്കുമോ? എൻ്റെ മോനെ ഇന്നലെ വരെയും എനിക്ക് കണ്ടതുപോലെ കാണാൻ പറ്റുമോ? അത് അമ്മയുടെ ആശങ്കയാണ്. നിങ്ങളത് ചെയ്യണം. എൻ്റെ ഭാര്യ ഇതെവിടെ ഇരിപ്പുണ്ട്, എൻ്റെ ചങ്കിന് കൈവച്ച് ഞാൻ എൻ്റെ അമ്മയെ 25 കൊല്ലക്കാലം എൻ്റെ ഭാര്യ നോക്കി. ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മക്ക് ഒരു കുഴപ്പമില്ല. ഇനി ഡയബറ്റിക്സ് വന്നപ്പോൾ അമ്മ ഓർത്തെന്തോ മഹാസുഖമാണെന്ന്. അമ്മ കട്ടിലെന്ന് സിനിമയുടെ ലൈറ്റിട് ഫാനിട് എല്ലാ കഴിയും പറഞ്ഞ് വൈകുന്നേരം ഉറപ്പായിട്ട് ചീത്തയും പറയും. എൻ്റെ ഭാര്യ എന്നോട് ഇന്നുവരെ ഒരു കുറ്റവും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ചങ്കിന് കൈവച്ച് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളുടെ പറയേണ്ട കാര്യമില്ല. എൻ്റെ അച്ഛന് സുഖമില്ല വന്നു, എൻ്റെ അമ്മയെ ഞാൻ നോക്കും. എനിക്ക് ഹോട്ടലുള്ളതാണ്, ഞാൻ വേറെ എടുത്തിട്ടൊന്ന് വാങ്ങിച്ചിട്ട് വേണ്ടിട്ട് രഹസ്യമായിട്ട് എൻ്റെ അമ്മക്ക് കൊണ്ടൊന്ന് കൊടുക്കുകയും വേറെ ആരും കാണാതെ അമ്മ തിന്നാൻ നമുക്ക് വാരി കൊടുക്കും. ഞാൻ അമ്മയോട് പറയും അവരൊന്നും കാണണ്ട, അമ്മ അങ്ങനെയെങ്കിലും തിന്നട്ടെന്ന് ഓർത്താണ്. ജനലിൻ്റെ പുറത്തുകൂടെ എൻ്റെ അമ്മ കിടക്കുന്ന മുറിയുടെ തൊട്ടപ്പുറത്ത് ഒരു പേര ഉണ്ടായിരുന്നു. ഇത്രയും നല്ലതാണ് ആ പേരെന്നത്. പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് 365 ദിവസവും പേരക്കയാണ്. അത് നിറയെ കിളിയാണ്. എൻ്റെ അമ്മ കിടക്കുമ്പോൾ ഞാനവിടെ നിന്ന് ഇങ്ങനെ നിറഞ്ഞു കിടക്കും ഈ പേരയുടെ കിളിയിൽ നിന്ന്. അപ്പോൾ തത്തകളും അതെല്ലാം വന്ന് തിന്നും. ഞാൻ നല്ല പഴം പോലത്തെ പേരക്കായ എടുത്ത് അമ്മയുടെ വായി വെച്ച് കൊടുക്കും. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തിന്നും. മീനും ചോറും കൂടി ഞാൻ ഞരടി അമ്മയുടെ വായി വെച്ച് കൊടുക്കും. ഞാനിത് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതാണോ കൊണ്ടല്ലേ പറയുന്നത്. എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്, അവൾ നോക്കി കൃത്യമായിട്ട് എൻ്റെ അമ്മയുടെ മരണകാലം വരെയും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അമ്മയെ നോക്കി. എൻ്റെ അച്ഛന് സുഖമില്ല വന്നു, അച്ഛന് സ്വന്തം കാര്യം പറ്റാതെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഇനി നോക്കണ്ട, ഇനി ഞാനാണ് നോക്കേണ്ടത്. എൻ്റെ അച്ഛൻ്റെ പരിചരണം ഞാൻ ഏറ്റെടുത്തു. അച്ഛനെ രാവിലെ അച്ഛനൊരു കുഴപ്പമില്ലെങ്കിലും പിന്നെ അച്ഛന് നല്ല ഡ്രസ്സുകൾ അച്ഛനെ കുളിപ്പിച്ച് റെഡിയാക്കി നല്ല മിടുമിടുക്കനായിട്ടിരുത്തും എപ്പോഴും. ഞാൻ എൻ്റെ മോനോട് പറയും, അച്ഛൻ ചെയ്യണമെല്ലാം നീ കണ്ടിരുന്നോളാം. എൻ്റെ അച്ഛൻ മരിച്ച് 86-ാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് കുടുംബ ബന്ധങ്ങൾ, എൻ്റെ സ്വന്തക്കാർ ഒരുപാടുണ്ട്.
അച്ഛനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വന്തക്കാരുടെ എല്ലാം പറഞ്ഞ് ഞാൻ, നിങ്ങളെൻ്റെ അച്ഛനെ കുളിപ്പിക്കണ്ട, ഇവിടെ കൊണ്ട് തന്നാൽ മതി, എൻ്റെ മോനെ മാത്രം വിളിച്ച് ഞാൻ, അച്ഛൻ ചെയ്യുന്നത് നീ നോക്കി നിന്ന് ചെയ്യണം. കാരണം എൻ്റെ അച്ഛൻ എന്നെ ഒരുപാട് പ്രാവശ്യം കുളിപ്പിച്ചിട്ടുണ്ട്, എണ്ണമില്ലാത്തത്രോളം പ്രാവശ്യം. അച്ഛനെ ഞാൻ അത്രയും കുളിപ്പിച്ചിട്ടില്ല. കുളിപ്പിച്ചിട്ടുണ്ടോ? അച്ഛനെ ഞാൻ കുളിപ്പിച്ച കഥ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും അനുകരിക്കാനാണ് പറയുന്നത്. എൻ്റെ മോനോട് നോക്കി നിന്നിട്ട് ഞാൻ കുളിപ്പിച്ച എൻ്റെ അച്ഛനെ, അച്ഛൻ്റെ നഗ്നമേനയും ഞാൻ കുളിപ്പിക്കുക, എൻ്റെ മോൻ കാണണ്ടേ? കുളിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോൻ അച്ഛനൊരു ദിവസം നിയമാനുസരണമാണെങ്കിൽ അച്ഛൻ മരിക്കും, നീ ഇത് മറ്റാരെ കൊണ്ട് ജീവിക്കുന്നത്, നീ ചെയ്യാനാണ് നിന്നെ എൻ്റെ അടുക്ക് ഞാൻ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായോ? എൻ്റെ സഹോദരിമാർ കാറാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളാരും ഇവിടെ കാറുണ്ടെന്ന് പറഞ്ഞു. ഈ പെങ്ങന്മാരുടെ ജോലി എന്താണ്? ബസ് സ്റ്റോപ്പ് വരെയും കാറേ വന്നിറങ്ങിയിട്ട് വീടിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ പിന്നെ നവരസങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ അവരൊരു ദിവസം കണ്ടുപിടിക്കും അല്ലേ, എല്ലാ പെണ്ണുങ്ങളും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത്, ഞാൻ അനുഭവിച്ച് ഞാൻ ജീവിച്ച് ചെയ്താൽ നിങ്ങളുടെ പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ കുളിപ്പിച്ച് എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കി, ഞങ്ങൾക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല. കാരണം അവർ തന്നതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടാനില്ലെന്ന് തിരിച്ചറിയാനാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കളും അച്ഛനും തമ്മിലുള്ള ഊഷ്മളമായ ഒരു ബന്ധത്തിന് നിങ്ങൾ തയ്യാറാകണ്ടേ? അതാണ് കുടുംബ ബന്ധത്തിൻ്റെ ഒരു പ്രസക്തി. പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മൾ മറ്റുള്ള ആളുകളെ അനുകരിക്കാനായിട്ട് നമ്മളാരും തയ്യാറാകണ്ട. നമ്മളായാൽ മതി. നമ്മളായിട്ട് ജീവിക്കുക. മറ്റുള്ളവൻ്റെ വീട്ടിൽ എന്തുണ്ടെന്ന് ഓർത്ത് നമ്മളാരും വ്യാപരാതിപ്പെടണ്ട. നമ്മുടെ ചെറിയ കുടുംബമാണെങ്കിലും നമ്മുടെ ഒരു കുടുംബത്തിൽ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. എങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ കുറച്ച് ആളുകൾ വരികയാണ്, അയാൾ കാണാൻ വന്ന ആളുകൾ ആ വീട്ടിലില്ല, നമ്മുടെ വീട്ടിലെ കാർന്നവരെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ ആരെങ്കിലും കാണാനാണ് വന്നിരിക്കുന്നത്. ചില ആളുകൾ വരുമ്പോൾ ഈ പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് പറയുന്നത് സത്യമാണ്. എങ്ങനെയാണ്? ചില ആളുകൾ പറയും, ചേച്ചി ചായയൊന്നും വേണ്ട, ഞങ്ങൾ ചായയൊക്കെ കുടിച്ചാൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിക്കും. അയ്യോ 10 മിനിറ്റോ 20 മിനിറ്റോ ഇരുന്ന് നമ്മൾ സന്തോഷത്തോടെ അവിടെ ഇരുത്തി. അവർ പിന്നെയും പറയും ചായയൊന്നും വേണ്ട, അല്ല കുടിവെള്ളം കൊടുക്കുക, അതൊന്നും വേണ്ട, ഒന്നൊന്ന് ഇരുന്നിട്ട് പൊക്കോളാം. അതാണ് പോസിറ്റീവ് എനർജി. ചില വീടുകളിലായിട്ട് വരുമ്പോൾ 10 പേര് കാണാൻ വരികയാണെങ്കിൽ ആളിൻ്റെ എണ്ണം കുറഞ്ഞ് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ മാത്രമേ ഗേറ്റിൻ്റെ അടുത്തായിട്ട് വരുത്തുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ഒരു നിശ്ചിതമായ ഡിസ്റ്റൻസിൽ അകന്നകന്ന് നിൽക്കും. ആ ഗേറ്റിൻ്റെ അവിടെ വന്ന് ചോദിക്കും, ചേച്ചി ചേട്ടനുണ്ടോ ഒത്ത്? അയ്യോ ചേട്ടൻ പുറത്തോട്ട് പോയല്ലേ, ഒന്ന് ബാബു വന്നൊന്ന് പറഞ്ഞു തരും കേട്ടാ. വെടിച്ചില് പോലെ പോയി കളയും. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ തോന്നുകയാണ് അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടോ എന്ന് ജ്യോത്സ്യം വന്നൊന്നും നോക്കണ്ട. രണ്ടാമത്തെ കാര്യം, മിക്കവാറും തീന്മേശകളിൽ ഭക്ഷണത്തിൻ്റെ കുറവുകളെ ചൊല്ലി കലഹങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് നെഗറ്റീവാണ്. ഉള്ളത് കഴിച്ച് സന്തോഷമായിട്ട് പോകുന്ന ആളുകളുണ്ട്, ശരിയല്ലേ? അതുകൊണ്ട് നമ്മുടെ കുടുംബം ഒരു സ്വർഗമായെങ്കിൽ മാത്രമേ വൈകുന്നേരങ്ങളിൽ ഈ ഭർത്താവും മക്കളും ഒക്കെ നമ്മുടെ വീട്ടിലോട്ട് ആകർഷിച്ച് വരത്തുള്ളൂ. നേരെ മറിച്ച് കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ആളുകൾ വികർഷിച്ചു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പം തന്നെ കുറേ സമയമൊക്കെ കൂടുതൽ എടുത്തില്ല. 10 മിനിറ്റ് കൂടെ പറയണ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ ഗുരുദേവ ദർശനം കുടുംബജീവിതത്തിന് പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ 1000 പേരെ കുറിച്ച് നിങ്ങൾ ഓർത്ത് ചിന്തിക്കേണ്ട. എല്ലാ തുടക്കവും ചെറുതായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ തുടക്കങ്ങളെല്ലാം ഞാൻ പറഞ്ഞു വന്നിടത്തോട്ട് വീണ്ടും വരും. ഗുരു ദൈവമാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട് ആളുകളുടെ ഇടയിൽ. എന്താ കാര്യം? ഗുരു ദൈവമാണെന്ന് പറഞ്ഞാൽ നമ്മളല്ലായിരുന്നു. അതുകൊണ്ടാണ് ഗുരുദേവൻ്റെ ജീവചരിത്രം എഴുതാനായിട്ട് മൂർക്കോത്ത് കുമാരൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. നമ്മുടെ ജീവചരിത്രം എഴുതിയാൽ വരും തലമുറ വിശ്വസിക്കുമോ ചോദിച്ചു അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഗുരുദേവനെ ദൈവമായിട്ട് കണ്ടത് നമ്മളെല്ലാം. ആദ്യത്തെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ആദ്യമായിട്ട് ഗുരുവിൻ്റെ ഈശ്വരീയ ഭാവം തിരിച്ചറിഞ്ഞ 2 വ്യക്തികളിൽ ഒരാൾ ശിവലിംഗദാസ സ്വാമിയായിരുന്നു. ശിവലിംഗദാസ സ്വാമി ഈ മഹാദേവനായിട്ടുള്ള ഈ നമ്മളിന്ന് കാണുന്ന ഈ സർപ്പഹാരിയായിട്ടുള്ള ഈ പാർവതീ വല്ലഭനായിട്ട് നമ്മൾ ആരാധിക്കുന്ന ശിവനാണ് ഈ ഗുരുവെന്ന് സ്വയം അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ ആളാണ് ശിവലിംഗദാസ സ്വാമി എന്ന് പിൽക്കാലത്ത് അറിയപ്പെടുന്ന ആ സന്യാസി ശ്രേഷ്ഠൻ, ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യന്മാരിൽ. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഓം നമഃ ശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ഓരോ അക്ഷരങ്ങളും എടുത്തുകൊണ്ട് ആ പഞ്ചാക്ഷരി മന്ത്രത്തിലടങ്ങിയ മൂല്യങ്ങളെല്ലാം വന്ന് നിൽക്കുന്നത് ഗുരുവിലോട്ടാണല്ലേ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുധാനാം, ആശ്രയിക്കുന്നവർക്ക് ശുദ്ധിയെ പ്രദാനം ചെയ്യുന്നത്. ശ്രുധാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ. നമ്മൾ ഗുരുക്ഷേത്രങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്താണ്? അത് ശ്രേഷ്ഠമാണ്. പക്ഷേ
ഗുരു ഇരുന്നച്ച പദവി അതിൻ്റെ അപ്പുറത്തായിരുന്നു. ഗുരുവിൻ്റെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗുരുവിനെ താന്ത്രിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ട് നമുക്കെപ്പോഴും കരഗതമാകാൻ പറ്റാത്ത രീതിയിലാണ് ഗുരുവിനെ ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്നത്. ഗുരു മന്ദിരം അടക്കുമോ? നമ്മൾ അടക്കത്തില്ല, തുറന്നു തന്നെ ഇരിക്കും. ഗുരു ക്ഷേത്രമാണെങ്കിലോ അതടക്കും. അപ്പോൾ ഗുരുവിനും നമുക്കും ഇടയ്ക്ക് ഒരാൾ വന്ന് നിന്നതാണ് ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ദേവതാ സങ്കല്പത്തിനാണ് പ്രതിഷ്ഠിക്കുന്നത്. ഒരു തന്ത്ര സമുച്ചയത്തിൻ്റെ നിയമാവലി അനുസരിച്ചാണ് ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത്. ആ താന്ത്രികത്തിൽ പറയുന്ന മന്ത്രതന്ത്രങ്ങൾ ഉപയോഗിച്ച് മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ അവർക്ക് പറ്റുള്ളൂ. ഒരു 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഠിച്ച സിലബസല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത പഠിപ്പിച്ച് അയാളെ കൊണ്ട് പഠിപ്പിക്കുക. അപ്പോൾ ഗുരുവിൻ്റെ നിങ്ങൾ ആലോചിക്കണം, ഗുരുദേവൻ നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഗുരു സാക്ഷാത് പരം ബ്രഹ്മ, ബ്രഹ്മത്തിൻ്റെ ആൾരൂപമായിട്ട് ആണ് നമ്മൾ ഗുരുവിനെ ഓം ബ്രഹ്മണേ മൂർത്തിമതേ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ ആകാരം കൊണ്ട് നിൽക്കുന്ന ഒരു രൂപം. അപ്പം ഞാൻ പറയുന്നത് ഈ ദേവലോകം എന്ന് പറഞ്ഞൊരു ലോകം ഉണ്ടെന്നൊന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഞാൻ ആദ്യം പറഞ്ഞില്ല, കഥയിൽ ചോദ്യയിലും ദേവലോകം ഉണ്ടെന്നിരിക്കുക. ആ ദേവലോകത്തിൻ്റെ രാജാവിൻ്റെ പേര് ഇന്ദ്രൻ എന്നാണ്, അല്ലേ? ഇപ്പോൾ ഇന്ദ്രനാണ് അതിൻ്റെ രാജാവെങ്കിൽ പോലും അതിൻ്റെ ക്യാബിനറ്റ് റാങ്ക് അനുസരിച്ച് ഈ പറഞ്ഞ 33 കോടി ദേവതകളിൽ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് റാങ്കുള്ള ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരൻ ഉൾപ്പെടെയുള്ള ദേവന്മാർക്ക് വന്നാൽ അവർക്ക് അവിടെ പ്രത്യേകം പീഠത്തിൽ ഇരിക്കാൻ പാടില്ലേ? അങ്ങനെ അവരെല്ലാവരും ഇരിക്കുമ്പോൾ ആ ദേവന്മാർക്കൊരു ഗുരുവുണ്ട്, അല്ലേ? അദ്ദേഹത്തിൻ്റെ പേര് ബൃഹസ്പതി. ഈ ബൃഹസ്പതി ഈ ദേവലോകത്തോട്ട് കടന്നു വന്നാൽ ഈ ബൃഹസ്പതി എന്ന് പറഞ്ഞ ഗുരുവിനെ കണ്ട് ആരാണ് എഴുന്നേക്കാത്തതായിട്ടുള്ളത്? ഈ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരന്മാരുൾപ്പെടെയുള്ള ദേവന്മാർ എഴുന്നേറ്റ് കൈകൂപ്പി തല കുമ്പിട്ട് നിന്നിട്ട് അദ്ദേഹം ഇരുന്നിട്ടേ ഇരിക്കാൻ പാടുള്ളൂ, ശരിയല്ലേ? ഇതുപോലെ തന്നെ അസുരലോകത്തിലും ഒരു ഗുരുവുണ്ട്, ശുക്രാചാര്യൻ, അല്ലേ? അപ്പം ആ ഗുരു എന്നാ പറഞ്ഞാൽ ആരാണെന്ന് ഭഗവതിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് സാക്ഷാൽ മഹാദേവൻ പറഞ്ഞു കൊടുത്തു. എന്താണ്? ഗുരുബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ. അതുകൊണ്ട് തസ്മൈ ശ്രീ ഗുരവേ നമ, ഗുരുവിനെ നമിക്കുന്നു. ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ഈ ഭഗവാൻ തന്നെ സനക സനന്ദനാദി മുനികൾക്ക് ഈ പറഞ്ഞ മൗനത്തിലൂടെ മന്ത്രത്തെ ഉപദേശിച്ചു കൊടുത്തതായിട്ട് ഗുരുദേവനും സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലേ? ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ മഹാദേവൻ തെക്കോട്ട് മുഖം തിരിഞ്ഞിരുന്നുകൊണ്ട് സനക സനന്ദനാദി മുനികൾക്ക് മൗനത്തിലൂടെ മന്ത്രം പകർന്നു കൊടുത്തു. വാഗൊണ്ടൊന്നും രമണ മഹർഷിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ വല്ലതും സംസാരിച്ചിട്ടില്ല. ഗുരു അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു കീർത്തിയായിട്ട് ഒരു കാര്യം എഴുതി കൊടുത്തു. നമുക്കറിയാം, ഇവർ പഠിപ്പിച്ച് കാണും. രമണ മഹർഷിയോട് ചോദിച്ചപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അവരെല്ലാം തിരിഞ്ഞൊരിഞ്ഞൊന്നും പറയാനില്ല, അതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല. അപ്പോൾ ഗുരുവിനെ ദൈവമായിട്ട് ആദ്യം ആരാധിച്ചത് ഈ പറഞ്ഞ 2 പേരിൽ ഒരാളാണ്. ഇത് കൂടാതെ കണ്ട് ബംഗാളിൽ നിന്ന് ഈ കേരളം സന്ദർശിച്ചെന്ന്, കേരളയില്ല, കേരളം തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷ് മലബാറും ഉണ്ടായിരുന്നപ്പോൾ വിശ്വഭാരതി സർവകലാശാല രൂപീകരിക്കുവാനായിട്ട് ധനശേഖരണത്തിനായിട്ട് വന്നത് ബംഗാളിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടെന്ന് അറിയപ്പെടുന്ന രാമകൃഷ്ണ പരമഹംസരുടെ നാട്ടിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ വിവേകാനന്ദൻ്റെ നാട്ടിൽ നിന്ന്, അവിടെ എല്ലാവരും ഗുരുദേവ എന്ന് ആദരവോടെ വിളിക്കുന്ന ഈ ഇരിക്കുന്ന ആരാണ് അദ്ദേഹത്തിൻ്റെ പേര്? രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഗുരുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കരണ്ടടിച്ചതുപോലെ മാറിപ്പോയി. കാര്യം ഗുരുവിൻ്റെ യോഗ നയനത്തിലോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ 1 കോടി ദിവാകരത്തുയരുന്ന ആ തേജസ്സോടെ ഇരിക്കുന്ന ആ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഷോക്കേറ്റതുപോലെ ആയിപ്പോയി. അദ്ദേഹം എഴുതി വെച്ചത് നിങ്ങൾ ഇന്നവിടെ വായിക്കണം. ഞാൻ അല്ലെങ്കിൽ നാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാനെന്ന് പറയുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരത്തിൻ്റെ ശബ്ദമാണ്. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാൻ, ഇതെന്ന വഴി തോന്നേണമേ വരത നാരായണായ നമ എന്ന് പറഞ്ഞാൽ ഞാനെന്ന് അവർ പറയത്തില്ല, നാം എന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം എഴുതി വെച്ചിട്ട് നാം ലോകമെമ്പാടും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ ലോകത്തുള്ള ഒട്ടനവധി ആർട്സ് സയൻസുമാരെ അല്ലെങ്കിൽ വിശുദ്ധന്മാരെ, ഋഷിമാരെ, സന്യാസി ശ്രേഷ്ഠന്മാരെ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ മലയാളത്തിൽ വിജയിച്ച് വാണരുന്ന ഈ ശ്രീനാരായണ പരമഹംസദേവനോടൊപ്പമോ അതിന് മുകളിലോ ഉള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പറയേണ്ടതല്ലായിരുന്നോ? എൻ്റെ നാട്ടിലുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസദേവനെ പോലെ അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമിയെ പോലെയുള്ള ഒരു സ്വാമിയാണ് അല്ലെങ്കിൽ ഒരു മഹാസിദ്ധനാണ് ഗുരു എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? ശ്രീനാരായണ ഗുരുവിനൊപ്പമോ അതിന് മുകളിലോ ഉള്ള ഒരു ഋഷീശ്വരനെയും ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ലെന്ന് എഴുതി വെച്ച അലംഘനീയമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. നോക്കണം, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എന്താണ്?
ഇവിടുത്തെ സനാതന ധർമ്മത്തെക്കുറിച്ചല്ലേ ചർച്ച. ഈ സനാതന ധർമ്മത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഇന്ന് ഈ പറയുന്ന ആളുകളൊക്കെ അവതരിപ്പിക്കുന്ന ആളാരാണ്? സ്വാമി വിവേകാനന്ദ. വലിയ തലപ്പാവൊക്കെ കെട്ടി കൈയൊക്കെ ഇങ്ങനെ ഇട്ട് കടലിട്ട് നോക്കി നിൽക്കുന്ന ഒരു രൂപ എല്ലായിടത്തും കാണും, നമുക്കൊക്കെ അഭിമാനം തോന്നും അല്ലേ? ആ സ്വാമി വിവേകാനന്ദൻ ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള കേരളം രൂപം കൊള്ളുന്നതിന് വളരെ കാലം മുമ്പ് കേരളം സന്ദർശിച്ചായിരുന്നു. അന്ന് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ തിരുവിതാംകൂർ സന്ദർശിച്ച് കഴിഞ്ഞപ്പോഴേ ഇവിടെയുള്ള മനുഷ്യൻ്റെ ഈ മുഴുഭ്രാന്ത് കണ്ട് നമ്മുടെ കുമാരനാശാൻ പറഞ്ഞില്ലേ, ദാഹിക്കുന്നു ഭഗിനി കൃപാരസം മോഹനം കുളിർ തണ്ണീരിതാശു നീ ഓമലേ തരുതല്ലെന്നത് കേട്ടിട്ടാ മനോഹരി അമ്പരന്നോതിനാൻ. എന്താണ് അമ്പരപ്പുണ്ടായത്? അല്ലല്ലെന്ത് കഥ ഇത് കഷ്ടമേ, അല്ലലാലങ്ങ് ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ജല്ലഴുമാര്യന്മാർ. വെള്ളം കുടിക്കുന്നത് ഒരേ കുഴപ്പമെന്നാണ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് അല്ലേ? അദ്ദേഹം പറഞ്ഞില്ലേ, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. നിന്റെ ജാതി ചോദിക്കുന്നില്ലെന്നേ, ഞാൻ കുറച്ച് വെള്ളോട്. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അങ്ങനെ കേരളത്തിൽ വിവേകാനന്ദ സ്വാമി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിയമപ്രകാരം എഴുതി വച്ചിരിക്കുകയാണെന്ന് ഗൂഗിളമ്മായി ഇപ്പം ഞങ്ങളുടെ പറയുന്നത് പോലെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിൽ നിന്ന് അടിയകന്ന് നിൽക്കേണ്ട അടികളെല്ലായിടത്തും എഴുതി വെച്ചേക്കും. ആരെവിടെ കൂടെ പോകണ്ടെന്നും എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായി? അങ്ങനെ തെറ്റിയിൽപ്പെട്ടാലും ദോഷമുള്ള ആളുകളാണ് ഇവിടുത്തെ 85% ആളുകളും. ഇവിടെ ഈ പാവപ്പെട്ട നമ്മൾ ഓർത്തിരിക്കുന്നത് ഇവിടുത്തെ നായർ സഹോദരന്മാരാണ് ഇവിടുത്തെ സവർണന്മാരെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ അവരാരും സവർണന്മാരൊന്നും അല്ലായിരുന്നു. അവരൊക്കെ പോലെ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ആത്മസഹോദരന്മാരാണ് അവർ ഈ നമ്പൂതിരിമാരുമൊക്കെ ആയിട്ട് ഈ പറഞ്ഞ അവരുടേതായിട്ടുള്ള വീട് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാരണം അവരെ അടുപ്പിച്ച് നിർത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു നായർ സഹോദരനും ഇവിടുത്തെ 30 അടിയായിരുന്നു ഒരു നമ്പൂതിരിയിൽ നിന്ന് അകലം പാലിക്കേണ്ടത്. ഈഴവന് 40 അടി എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. മനസ്സിലായോ? ഒരു നായർ സഹോദരനും ഞാൻ കുളിച്ചോട്ടെ എന്ന് ചോദിക്കാൻ ഇവിടെ അവകാശമില്ലായിരുന്നു. ഞാൻ നനച്ചോട്ടെ എന്ന് ചോദിക്കാൻ പാടുള്ളൂ. നിങ്ങളിവിടെ ചരിത്രം പരിശോധിച്ച് നോക്കിയോ, അവരൊരിക്കലും കുളിക്കുക എന്ന് പറഞ്ഞാൽ അടി കിട്ടും. ഞാൻ നനച്ചോട്ടെ എന്ന് പറയാനേ പറ്റുള്ളൂ. വിശ്രമിച്ചോട്ടെ എന്ന് ചോദിക്കാൻ അവർക്ക് അവകാശമില്ല. ഞാൻ നടുവ് നിവർത്തിക്കട്ടെ എന്ന് ചോദിക്കാനേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഈ പൊൻപണമെന്ന് പറയാൻ അവർക്ക് അവകാശമില്ല. ചെമ്പുതൊട്ടെന്ന് പറയാനേ അവകാശമുള്ളൂ. മനസ്സിലായോ? അരിയെന്ന് പറയാൻ അവർക്ക് അവകാശമില്ല. കല്ലരി എന്ന് പറയാനേ അവകാശമുള്ളൂ. ഇത് 1000 വർഷത്തിന് മുമ്പുള്ള കാര്യമല്ല പറഞ്ഞത്, ഒരു 150 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ചരിത്രം എടുത്ത് വെച്ച് വായിച്ചു നോക്കൂ. അവരിൽപ്പെട്ട ശങ്കുണ്ണി മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് കേരള ചരിത്രം. അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ സവർണന്മാരെന്ന് പറഞ്ഞാൽ ഈ പൂഹോയ് വെച്ചിരുന്ന ബ്രാഹ്മണന്മാർ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇവിടുത്തെ കേരളത്തിൽ വന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് വന്ന ഈ വിവേകാനന്ദ സ്വാമികൾ ഈ കേരളത്തിൻ്റെ 3 പ്രദേശങ്ങളായിട്ട് അന്നുണ്ടായിരുന്ന തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷ് മലബാറും സന്ദർശിച്ച് തിരിച്ചു പോകാൻ നേരത്തെ അദ്ദേഹം എഴുതി വെച്ചിട്ട് പോയി. നമുക്കൊരു സർട്ടിഫിക്കറ്റും തന്നൊന്ന് പോയി. എന്താണ് ആ സർട്ടിഫിക്കറ്റ്? കേരളം ഭ്രാന്താലയാണ്. കാര്യം ഒരു ഭ്രാന്തല ഈ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുമെങ്കിൽ ഈ യോഗം നടക്കുമായിരുന്നു ഇവിടെ. മൊത്തം വട്ടാണെങ്കിലുള്ള അവസ്ഥ എന്താണ്? മൊത്തം വട്ടാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. ആ കേരളത്തെ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ഗോഡ്സ് ഓൺ കൺട്രി. അപ്പോൾ വിവേകാനന്ദ സ്വാമി വന്നപ്പോൾ ഇല്ലാതിരുന്ന ദൈവം പിന്നെ ഉണ്ടായത് ഈ ഗുരുവാണെന്ന്. വിവേകാനന്ദ സ്വാമി വന്നപ്പോൾ ഈ ദൈവം ഇല്ലെന്നല്ലേ പറഞ്ഞത്, എല്ലാം ഭട്ടന്മാരായിരുന്നെന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്ന ദൈവം ഈ ഇരിക്കുന്ന ഗുരുവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമിക്കുവിൻ സഹജരെ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നനയ്ക്കലുണ്ടോ ചിന്തിക്കലുണ്ടോ? ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ കുലത്തിന്? ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ? ആശാൻ ചോദിക്കുകയാണ്. ഈ ഗുരുവിനോട് ഭക്തിയില്ലാതെ നിങ്ങൾക്കൊന്നും ഒരു സന്തോഷം ഉണ്ടാകത്തില്ലെന്നേ. അന്ന് ഗുരുദേവൻ ഈ ഗുരുവാണ് ഇവിടെ വന്നത്. ആ വിവേകാനന്ദ സ്വാമിനെയാണ് ഇപ്പോൾ യുവന്മാർ കൊണ്ടുവിടുന്നിട്ട് സനാതന ധർമ്മത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാക്കി കൊണ്ടു നടക്കുന്നത്. നിങ്ങൾ പഠിച്ചോളണം. ഇപ്പം സനാതന ധർമ്മത്തെക്കുറിച്ചാണല്ലോ ചർച്ച. നമ്മൾ ഗുരുവിനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഗുരു ദൈവമാണെന്ന് നമ്മൾ പറഞ്ഞാൽ ഈ ഇരിക്കുന്ന രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ അദ്ദേഹം ഈശ്വരനാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഈ ക്രിസ്ത്യൻ പാതിരിയായിട്ടുള്ള CF ആൻഡ്രൂസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെഴുതി വെച്ച്? ഞാൻ യേശു ക്രിസ്തുവിനെ മനുഷ്യരൂപത്തിൽ കണ്ടു. എഴുതി വെച്ചിരിക്കുന്നതാണ് ഇംഗ്ലീഷിൽ. അത് മറ്റാരുമല്ല, ഈ തിരുവിതാംകൂറിൻ്റെ വടക്കേറ്റത്ത് വാണരുളുന്ന ശ്രീനാരായണ ഗുരുവാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ ഇവർക്കാർക്കും തർക്കമില്ലായിരുന്നല്ലോ, ഉണ്ടായിരുന്നോ? നമ്മൾ ദൈവമെന്ന് പറഞ്ഞതേ ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ പൂർവ്വന്മാർക്ക് കാണിച്ചു കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. കാര്യം എന്താണ്?
ശ്രീനാരായണ ഗുരുദേവൻ 1888 അവിടെ ഒരു അരിവുപ്രതിഷ്ഠ ഒരു പ്രതിഷ്ഠ നടത്തിയിട്ട് ആ പ്രതിഷ്ഠ ഞാൻ പറഞ്ഞ പ്രസംഗം തുടങ്ങിയെടുത്തായിട്ട് വരികയാണ്. 108 ശിവാലയങ്ങളുള്ളപ്പോഴും ഇവിടെ മനുഷ്യർക്കും കയറാവുന്ന ശിവാലയങ്ങളില്ലായിരുന്നു. അത് മുഴുവൻ ഇവിടുത്തെ ഒരു പ്രത്യേക വിഭാഗം, ഒരു 0.5% പോലും ഇല്ലാത്ത ആളുകൾക്കായിട്ട് ഉണ്ടാക്കി എന്ന് കഥ പറഞ്ഞപ്പോൾ ആ കള്ളക്കഥ വിശ്വസിച്ചുകൊണ്ട് നമ്മളങ്ങോട്ട് പോകത്തില്ലായിരുന്നു. നമ്മളെ ചെന്ന് കഴിഞ്ഞാൽ അടിച്ചോടിക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ ഒരു ശിവപ്രതിഷ്ഠ നടത്തി. ശിവപ്രതിഷ്ഠ നടത്തി കഴിഞ്ഞിട്ട് ഗുരു അവിടെ എഴുതി വെച്ചു, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളതല്ല എഴുതി വെച്ചത്. ആണോ? എന്താ പറഞ്ഞത്? കേരളത്തിൻ്റെ അടിത്തറ ഗുരു അവിടെ പാകി. എന്താണ് പറഞ്ഞത്? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് പറഞ്ഞാൽ ഈഴവരാണോ? മുഴുവൻ മനുഷ്യരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായിരുന്നു ഇത്. 1912 കേരളം രൂപപ്പെട്ടില്ല. 47 കഴിഞ്ഞ് 56 കേരളം എന്നുള്ള പേരിടുന്നത്. 1912 കേരളകൗമുദി പത്രം, ആ പത്രം രൂപീകരിക്കുവാനായിട്ട് CV കുഞ്ഞിരാമൻ തൃപ്പാലങ്ങളുടെ അനുവാദം ചോദിക്കാൻ ചെന്നപ്പോൾ കൗമുദി എന്നാണ് എഴുതിക്കൊണ്ട് ചെന്നത്. കൗമുദി. ഭഗവാനൊന്നും മന്ദഹസിച്ചിട്ട് പറഞ്ഞു, ആ പേര് മാറ്റിയിട്ട് കേരള കൗമുദി എന്നാക്കാൻ പറഞ്ഞു. ആലോചിച്ച് നോക്കിയേ, 912 കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ നമുക്ക് ഈ പേരിടുന്നത്? 947 പോലും കേരളം ആയിട്ടില്ല. നമ്മുടെ ഈ റിപ്പബ്ലിക്കായിട്ട് വരുമ്പോഴാണ് പിന്നെ കേരളം ഒന്ന് രൂപം കൊണ്ടത്. അത് കഴിഞ്ഞപ്പോൾ 10-50 കൊല്ലം മുമ്പ് ഗുരു ഇട്ട് കേരളം ഒന്ന് ഓർത്തോളണം. അതാണ് ഈ ഗുരു. അപ്പോൾ ആ ഗുരു അവിടെ തുടങ്ങി വെച്ച്, അത് ഈ നാട്ടിലുള്ള ഏതെങ്കിലും തന്ത്രിമാരുടെ മന്ത്രത്തിൻ്റെ ഉച്ചാരണ ശക്തി കൊണ്ടല്ല ഇവിടുത്തെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞത്. എന്താണ് കേരളം ദൈവത്തിന് സ്വന്തമായത്? ഗുരുവിൻ്റെ തത്വദർശനം. എന്താണ് ആ തത്വദർശനമാണ് ഈ പറഞ്ഞ ശ്രീബുദ്ധൻ, ഭഗവാൻ ക്രിസ്തു, അള്ളാഹ്, ശ്രീ പരമേശ്വരൻ എന്നീ പേരോതി നിന്നെ വാഴ്ത്തുന്ന നാട്ടുകാരെന്ന് മനുഷ്യരെ പഠിപ്പിച്ചത് ഗുരു മാത്രമാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നാകാൻ പറഞ്ഞല്ലേ. എൻ്റെ മതത്തിലൂടെ മാത്രമാണ് നിനക്ക് മോക്ഷം കിട്ടുന്നതാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യൻ സഹോദരന്മാരെന്താ പഠിപ്പിക്കുന്നത്? എന്നിലൂടെ അല്ലാതെ കണ്ട് എൻ്റെ പിതാവെങ്കിലൂടെ എത്താൻ പറ്റത്തില്ല. എൻ്റെ പിതാവെങ്കിൽ എത്രമെങ്കിലും എന്നിലൂടെ യാത്ര ചെയ്തോണം. ഞാനാണ് ലോകത്തിൻ്റെ രക്ഷയും മാർഗവും ശക്തിയും. എന്നിൽ വിശ്വസിക്കാത്തവൻ സകലം നശിച്ചു പോകുമെന്നാണ് അവർ പഠിപ്പിക്കുന്നത് അല്ലേ. ഈ പറഞ്ഞ മുസ്ലിം സഹോദരന്മാർ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളെല്ലാം കാഫറുകളാണ്, അവർക്ക് സ്വർഗമില്ല, അവരെല്ലാം നരകത്തിൽ പോകുമെന്നാണ് പഠിപ്പിക്കുന്നത് അല്ലേ. നമ്മുടെ ഹിന്ദുക്കളുടെ ധർമ്മങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്? ആ ഹിന്ദു ധർമ്മം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ അല്ലേ. നമ്മുടെ ഗുരു എന്താ പഠിപ്പിക്കുന്നത്? എല്ലാവരും ആത്മസഹോദരനെന്നാണ് പഠിക്കുന്നത് അല്ലേ. അല്ലേ ഇത് ഓർക്കുകയിൽ നാം അല്ലേ. അപ്പം ആ ആത്മസഹോദരൻ എന്താണ്? ആ പരമാത്മാവിൽ നിന്നുണ്ടായി നമ്മൾ ഓരോരുത്തർ ജീവാത്മാക്കളായിട്ടിവിടെ വസിക്കുന്നു അല്ലേ. ഇതെല്ലാം പോയി കഴിയുമ്പോൾ പരമാത്മാവിൽ തന്നെ നമ്മൾ വിലയം പ്രാപിക്കുന്ന ഗുരു മാത്രമാണ് പഠിപ്പിച്ചത്. ആ ഗുരുവാണ് സഹോദരീ സഹോദരന്മാരെ ഈ കേരളത്തിൻ്റെ വിവേകാനന്ദം വന്നു കഴിഞ്ഞപ്പോൾ ഇല്ലാതിരുന്ന ആ ദൈവം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഗുരുവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ഈ ഗുരു സാക്ഷാത് പരബ്രഹ്മമാണെന്ന് പറഞ്ഞത് നമ്മളാരുമല്ല. ഒരുപാട് അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് പറയുന്നത്. നമുക്കറിയാൻ സാധിക്കും, തലശ്ശേരി ജഗന്നാഥസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ കേട്ട് കാണും ആ കഥ. ഈ പ്രഭാഷകന്മാരൊക്കെ പറഞ്ഞു കാണും. അവിടെ തലശ്ശേരിയിൽ ഭഗവാൻ ഒരു ക്ഷേത്രം, ശിവക്ഷേത്രം ഉണ്ടാക്കി കൊടുത്തു. ആ ശിവക്ഷേത്രം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ പേരിട്ടത് തലശ്ശേരി ജഗന്നാഥസ്വാമി ക്ഷേത്രം എന്നാണ് പേരിട്ടത്. ജഗന്നാഥൻ എന്ന് പേരിടാൻ കാര്യം എന്നാണെന്നറിയാവോ? അങ്ങ് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ശിവക്ഷേത്രത്തിൻ്റെ പേര് ജഗന്നാഥസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞത്. അവിടെ ജാതിയില്ല, അവിടെ ആർക്കും കടന്നില്ല ഇപ്പോഴും. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ജഗന്നാഥസ്വാമി എന്നവിടെ പേരിട്ടത്. നമ്മുടെ ഇടയിൽ നിന്ന് ജാതി പോയിട്ടുണ്ടോ? നമ്മുടെ ജാതിയെക്കുറിച്ച് ഘോരം പ്രസംഗിക്കുന്നു. നമ്മുടെ ഇടയിൽ നിന്നും ജാതി പോയിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഈ പിണറായി വിജയൻ അവരുടെ നാട്ടുകാരാണ് ഈ തലശ്ശേരിക്കാർ. അവിടെ അന്ന് ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന ആൾ മൂർക്കോത്ത് കുമാരൻ്റെ മകനാണ് തോന്നുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു മൂർക്കോത്ത് കുഞ്ഞപ്പെന്നോ അത് അല്ലേ, മൂർക്കോത്ത് കുഞ്ഞപ്പ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഇന്നത്തെ പോലെ 17 സെക്രട്ടറിമാരല്ല, ഒരേ ഒരു സെക്രട്ടറിയുള്ള ആ പൊളിറ്റിക്കൽ സെക്രട്ടറി തലശ്ശേരിക്കാരനായിട്ടുള്ള ഒരു ഈഴവനായിരുന്നു. ഓർത്തോളണം നിങ്ങൾ. അപ്പോൾ അവിടെ ക്ഷേത്രം പണിതിട്ട് ഗുരുവിൻ്റെ മൂലമന്ത്രം അവിടെ എഴുതി വെച്ച്. എന്താണ് എഴുതി വെക്കുന്നത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം ആമിതെന്ന് എഴുതി വെച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ജാതിയൊക്കെ പൊങ്ങി വന്ന് നമ്മൾ ഈഴവൻ മാത്രം കയറിയാൽ മതി. ഈ തീയം അവിടുത്തെ ഈഴവനെ പറയുന്നത് തീയൻ എന്നാണ് കേട്ടോ. ചില ആളുകളൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. ഓരോ പ്രാദേശിക കാലാന്തരങ്ങളനുസരിച്ച് നമ്മൾ ഓരോരോ പേര് പറയും. ഞങ്ങളുടെ നാട്ടിൽ പറയും ചോവന്മാരെന്ന് പറയും. തിരുവിതാംകൂറിൽ ചെന്നാൽ ഈഴവരായി, അല്ലേ. കൊച്ചി മലബാറിലോട്ട് ചെന്നാൽ തീയന്മാരായി. ഇത് കർണാടകത്തിലായിട്ട് ചെന്നാൽ ബില്ലവരായി. സാധനമല്ല ഒന്നാണ് കേട്ടോ. ഈ ജാതിയല്ല, സമുദായമാണ്. ഓർത്ത് ജാതി വേറെ, സമുദായം വേറെ.
ജാതിയില്ല, അതൊരു ജാതിയേ ഉള്ളൂ മനുഷ്യർ. ഇവിടെ സമുദായങ്ങളുണ്ട്, മനസ്സിലായോ? ആ സമുദായം ഈഴവ സമുദായം എന്ന് പറഞ്ഞതും മലബാറിൽ ചെന്ന തീയ സമുദായമാണ്. ആ തീയ സമുദായത്തിൽപ്പെട്ട മൂർക്കോത്ത് കുമാരനാണ് ക്ഷേത്രയോഗത്തിൻ്റെ പ്രസിഡൻറ്റ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ തീരുമാനം എടുത്തു, മറ്റാളുകളെയൊന്നും കയറ്റേണ്ടെന്ന് തീരുമാനിച്ചു. മറ്റുള്ള ആളുകളെയൊക്കെ വലിയ കയറൊക്കെ കെട്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇത് അവർ പ്രാർത്ഥിച്ച്, നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യവിഗ്രഹായ നമ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ വിഗ്രഹിച്ചറിയുന്ന ഭഗവാനായതുകൊണ്ടാണ് ആ 101 മന്ത്രത്തിൽ ഒരെണ്ണം ഓം മനുഷ്യവിഗ്രഹായ നമ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചെൻ്റെ ഭഗവാനെ, ഭഗവാന്റെ അമ്പലത്തിൽ പോലും ജാതീയത ഉണ്ടാകില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, ഇവിടെയും തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥന ശിവഗിരിയിൽ നിന്ന് ശിവഗിരി ശിവകരാഗ്രേ ദിവ്യ പത്മാസനസ്ഥം വരദമയമായ ഹസ്തം ചാരു വിധ്വംസപാദം അല്ലേ. അപ്പോൾ ആ സുജന നികര സേവ്യം, നല്ല ആളുകളുടെ സേവ്യനായിട്ടിരിക്കുന്ന ഭഗവാൻ അറിഞ്ഞവിടെ അദ്ദേഹം ആരോടും പറയാതെ തലശ്ശേരി വന്നു. ക്ഷേത്രയോഗത്തിൻ്റെ ഭാരവാഹികളെയൊക്കെ വിളിച്ചു കൂട്ടി. ഭഗവാൻ വരുന്നത് അറിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ അവിടെ വന്നുകൂടി. എല്ലാവരുടെയും മുമ്പിൽ ഭഗവാന് മാത്രം ഒരു കസേര കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ അവിടെ ആ ദിവ്യമായ കസേരയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ക്ഷേത്രയോഗത്തിൻ്റെ പ്രസിഡന്റിനെ വിളിച്ചു. എന്താണ് കയറ് കെട്ടി അവരെയൊക്കെ കയറ്റി നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാനൊരു ജാള്യത. അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ, അവർക്ക് നല്ല ശുദ്ധമൊന്നും ആയിട്ടില്ല, കുളിയും നനയൊന്നും ഇല്ലാത്ത ആളുകളായ കാരണം അവരകറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം ഉച്ചത്തിൽ പറയുന്നുണ്ട്, ഭഗവാനെ, ഗുരുദേവ, ഞങ്ങളാരെയും ഇവിടെ കയറ്റുന്നില്ല. ഇവർ കാരുണ്യമൂർത്തിയായിട്ടുള്ള അനുകമ്പാമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ കണ്ണൊന്നും നിറഞ്ഞത് കേട്ടപ്പോൾ താൻ എന്തിനു വേണ്ടിയാണോ തൻ്റെ ഈ പറഞ്ഞ കർമ്മമാർഗം, ഭഗവാൻ തന്നെ പറഞ്ഞില്ലേ, കഷ്ടം ദീനം പിടിച്ചോ മധുരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട നദിയിൽ മുഴുകുവാൻ വന്ന ആ ഭഗവാൻ, അല്ലെ അവരെ മുക്കുവാൻ, അല്ലെ മാമോദീസ മുക്കുവാൻ വന്ന ഭഗവാന്റെ മുമ്പിൽ ജാതി പറയണേ. ഇവര് അവരെ നോക്കി, അനുകമ്പാമൂർത്തിയായ ഭഗവാൻ അവരെ നോക്കിയിട്ട് വീണ്ടും പറയുകയാണ്, അവരെയും കൂടെ കയറ്റരുതോ. അപ്പോൾ കുമാരൻ ചൊഴുതുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ഗുരുദേവ, ഞങ്ങളൊന്ന് കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് പറയാം. അവർ കമ്മിറ്റി അടിയന്തരമായിട്ട് കൂടി. കമ്മിറ്റി അംഗങ്ങൾ 2ആയിട്ട് പിരിഞ്ഞു. പകുതി ആളുകൾ പറഞ്ഞു, ഗുരുദേവനോടൊന്ന് പ്രതിഷ്ഠിച്ചെന്നല്ലേ ഉള്ളു, കാശ് നമ്മുടേതല്ലേ, ഇവിടെ കണ്ട കടച്ചാതിനൊന്നും കയറ്റാൻ പറ്റത്തില്ല. ഇങ്ങനെ പറഞ്ഞു വിടുന്ന കാര്യം നോക്ക്. ഗുരുവിനെ പറഞ്ഞു വിട്ട. അപ്പോൾ സെക്രട്ടറിമാരെല്ലായിടത്തും ഭയങ്കര തന്ത്രജ്ഞന്മാരാണ്. സെക്രട്ടറിമാർ പറഞ്ഞ്, അവിടുത്തെ സെക്രട്ടറി പറഞ്ഞു, പിന്നെ ഞാൻ തന്ത്രത്തിൽ ഗുരുവിനെ പറഞ്ഞു വിട്ടോളാം, നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. എല്ലാവരും ചെന്ന് മേൽമുണ്ടൊക്കെ എടുത്ത് അരയെ വെച്ച് കെട്ടി താണ് വീണ് തൊഴുത് അവിടെ ചെന്ന് വട്ടം കൂടി വന്നപ്പോൾ ഭഗവാൻ ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത്. ചോദിച്ചെന്തായി തീരുമാനം? 1 വർഷം കഴിയുമ്പോൾ കയറ്റാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഗുരു ചിരിച്ചോണ്ട് ചോദിച്ചു, അങ്ങനെ 1 വർഷം കഴിഞ്ഞാൽ കയറ്റും എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടല്ലേ? അപ്പോൾ ഗുരു പൊക്കോളുമല്ലോ. എല്ലാവരും കൂടെ പറഞ്ഞു, അത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, 1 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ കയറ്റും, മേലെ ഇങ്ങോട്ട് കയറ്റിയാലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗുരുവിനെ. അപ്പോൾ ഗുരുദേവനോട് അങ്ങനെ ഇരിക്കുകയാണ്. മീനമാസത്തിലാണ് ഗുരുവോടെ ചെന്നിരിക്കുന്നത്. നല്ല പ്രകൃതിയൊക്കെ നല്ല ശരിയായ രീതിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇന്നിരിക്കുന്നത്. ഭഗവാൻ ഇങ്ങനെ അന്തരീക്ഷത്തിനൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സീരിയലിലൊക്കെ കാണുന്ന പോലെ അന്തരീക്ഷത്തിൻ്റെ കെട്ടും മട്ടുമൊക്കെ മാറാൻ തുടങ്ങി. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഗംഭീരമായ ഒരു മഴക്കാറുകൾ അവിടെ വരുന്നു. അതിലും ഗംഭീരമായിട്ടൊരു മഴ പെയ്യുന്നു. ഭഗവാൻ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾ നനയുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ അന്തരീക്ഷം പഴയ രീതിയിലായി കഴിഞ്ഞപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് മൂർക്കോത്ത് കുമാരനോട് ചോദിച്ചു, കുമാര, ഇപ്പോൾ വർഷം 1 കഴിഞ്ഞില്ലേ, ഇനി അവരെ കയറ്റരുതോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്തിരുന്നൊരു കർഷക തൊഴിലാളിയുടെ കയ്യിലിരുന്ന കൊടുവാളും മേടിച്ചെടുത്തുകൊണ്ട് ഈ കെട്ടി നിർത്തിയിരുന്ന കയർ അറുത്ത് പൊട്ടിച്ചുകൊണ്ട് അവർ ആ ക്ഷേത്രയോഗത്തിൻ്റെ പ്രസിഡന്റ് ഓടി വന്ന് ഭഗവാന്റെ കാലിൽ സാഷ്ടാംഗം വീണുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഭഗവാനെ, അവിടുത്തെ വാസ്തവത്തെ തിരിച്ചറിയുവാനായിട്ടുള്ള കണ്ണുകൾ ഞങ്ങൾക്കില്ലാതെ പോയി ഭഗവാനെ. അന്ന് അവരൊരു തീരുമാനം എടുത്തു, ഈ ജഗന്നാഥ സ്വാമിയെയല്ല നമ്മൾ ആദ്യമായിട്ട് ആരാധിക്കേണ്ടത്, നമ്മുടെ സർവമായിട്ട് വന്ന് നിൽക്കുന്ന ഈ കൺകണ്ട ദൈവമായിട്ടിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ മധ്യാഹ്നർക്ക പ്രകാശമിരിക്കുമ്പോൾ ഖദ്യോഗത്തെയോ മാനിക്ക വേണ്ട നാം. സൂര്യൻ കത്തിച്ചൊലിച്ച് നിൽക്കുമ്പോൾ മണ്ണെണ്ണ വിളക്കിൻ്റെ പുറകെ പോകാതെ ഈ ഭഗവാനെയാണ് നമ്മൾ തലശ്ശേരിക്കാർ ആദ്യം പൂജിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയും തലശ്ശേരിക്കാർ അന്ന് തീരുമാനിച്ചതാണ് ഭഗവാന്റെ പഞ്ചലോഹ വിഗ്രഹം 5 ലോഹങ്ങളും സ്വർണവും വെള്ളിയും ചെമ്പും പിത്തളയും ഉൾപ്പെടുന്ന 5 ലോഹങ്ങൾ തുല്യമായിട്ട് 50 കിലോ സ്വർണം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 50 കിലോ സ്വർണം, 50 കിലോ വെള്ളി, 50 കിലോ ചെമ്പ്, അങ്ങനെ തുല്യമായിട്ട് 5 ലോഹങ്ങളും തുല്യമാക്കി ചേർത്തുകൊണ്ട് ഈ നമുക്കറിയാം ഇറ്റലിയിലുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ശില്പിയെ കൊണ്ട് ഗുരുദേവൻ്റെ വിഗ്രഹം ശില്പം ഗുരുദേവന് ഇരുന്നു കൊടുത്തു. ആ ശില്പം ഉണ്ടാക്കാനായിട്ട് വന്നപ്പോൾ ഈ ഗുരുവിനെ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പോഴന്മാരടി എന്ന് പറയണം. അവിടുന്ന് തലശ്ശേരിയിൽ നിന്നും ശിവഗിരിയിലോട്ട് ഒരു ഫോട്ടോഗ്രാഫർ വിട്ടു. ആ ഫോട്ടോഗ്രാഫർ വന്നു കഴിഞ്ഞപ്പോൾ ഫോട്ടോഗ്രാഫറിൻ്റെ മനസ്സ് കിടന്നിരിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ ഗുരുവിനോട് പറയേണ്ടത്? ഗുരുവിനെ പോലെ
ഈ മഹാരാജാവിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ആരാധിക്കുന്ന, അന്നത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഈ ഒരു ചക്രവർത്തിയേക്കാൾ ജാതി മതങ്ങൾക്ക് അതീതമായിട്ട് മുഴുവൻ മനുഷ്യരും ഈശ്വരനായിട്ട് ആരാധിക്കുന്ന മഹാരാജാവ് പോലെയും ഗുരുദേവൻ്റെ ജയന്തി ദിനം പൊതു അവധിയായിട്ട് തിരുവിതാംകൂറിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്, തിരുവിതാംകൂറിലെ ഒരു കോടതിയിലും ഗുരുദേവൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കാൻ പാടില്ല എന്ന് ഓർഡർ കൊടുത്തിരിക്കുന്നു മഹാരാജാവ്. ആ ഗുരുവിനോട് ഞാൻ എങ്ങനെയാണ് ഫോട്ടോ എടുക്കാനായിട്ട് ഇരിക്കണമെന്നും നിൽക്കണമെന്നും പറയുന്നതെന്നുള്ള പേടിച്ച് ട്രെയിൻ യാത്ര ചെയ്തു വന്ന ആ ഫോട്ടോഗ്രാഫർ മനസ്സിൽ കണ്ട പോലെ ഗുരു അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചിത്രം എടുക്കാൻ അറിയാമോ? അറിയാം ഗുരുദേവ. എങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു, ആ മാങ്ങയുടെ ചിത്രം എടുക്കൂ. ചിത്രമെടുത്ത് കാണിച്ചു. ഭഗവാൻ വീണ്ടും കൃപയും ജ്ഞാനവും ഫലിതവും ചേരും മധുരഭാവന മനോജ്ഞമാണികൾ എന്ന് പറഞ്ഞൊരു തമാശ പറയും. ആ മാങ്ങയുടെ രസപ്പടം എടുക്കാൻ അറിയാമോ? മാങ്ങയുടെ ഉള്ളിലിരിക്കുന്ന രസത്തിൻ്റെ അദ്ദേഹം കുഴങ്ങി വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചരിഞ്ഞിരുന്ന് കൊടുത്തിട്ട് പറയുകയാണ്, നാം ഇങ്ങനെ ഇരിക്കണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? അതാണ് ഗുരുവിൻ്റെ ചരിഞ്ഞ ഫോട്ടോ. രണ്ടാമത്, ഒരു ഋഷി എങ്ങനെയാണോ ഇരിക്കേണ്ടത് അങ്ങനെ പത്മാസനം ബന്ധിച്ചിരുന്നു കൊണ്ട് രണ്ടാമത്തെ ഫോട്ടോ എടുത്തപ്പോഴാണ് ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫർ കാലേ വീണ് തൊഴുത്. ഇതൊക്കെ എൻ്റെ മനസ്സിൽ കണ്ട കാര്യങ്ങളല്ലേ ഗുരു കാണിക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് ഈ ഇറ്റലിയിലുള്ള ശില്പിക്ക് കൊടുത്തു. അദ്ദേഹം ശില്പം ഉണ്ടാക്കി. ആ ശില്പവുമായിട്ട് ശ്രീലങ്ക വഴി കടന്നു വരുമ്പോൾ ഭഗവാൻ എവിടെയുണ്ട്? ശ്രീലങ്കയിലെ അവിടുത്തെ ഏറ്റവും വലിയൊരു പട്ടണത്തിൻ്റെ പേര് ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരാണ്. നിങ്ങൾക്കറിയാവോ എന്ന് എനിക്കറിയത്തില്ല. ശ്രീനാരായണപുരം രാജാവിട്ട പേരാണത്. ആ നാമകരണത്തിന് ഗുരുവിനെ ക്ഷണിച്ചിട്ട് അന്നാണ് ആദ്യമായിട്ട് ഗുരു കാവി അണിയുന്നത്. ഒരു വെള്ള വസ്ത്രം മാത്രമേ അണിയുള്ളൂ. കാവി അണിഞ്ഞിട്ട് അവിടെ ചെന്ന് ശിഷ്യന്മാരുടെ അഭ്യർത്ഥന പ്രകാരമാണ് കാവി അണിയുന്നത്. ഗുരു ശുഭ്രവസ്ത്രമാണ് ധരിക്കുന്നത്. ശ്രീലങ്കയിലുള്ള മുഴുവൻ സന്യാസിമാരും വെള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. ഈ ആൾക്കൂട്ടത്തിൽ ഗുരു ആരാണെന്ന് ഭക്തന്മാർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവിടുന്ന് കാഷായം ധരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നമുക്കാരാണ് കാഷായം തരാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും മാറിക്കളഞ്ഞു. കാഷായം തരിക എന്ന് പറഞ്ഞാൽ സന്യാസം തരിക എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പം അങ്ങനെ ആദ്യമായിട്ട് കാഷായം ധരിച്ച് അവിടെ ചെന്ന ഗുരു ബോധാനന്ദ സ്വാമിജി പറഞ്ഞു, ഭഗവാനെ അവിടുത്തെ പ്രതിമ കപ്പലെ കൊണ്ടുവരുന്നപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നമുക്കൊന്ന് കാണണമല്ലോ. ഉടനെ ഈ പറഞ്ഞ ട്രസ്റ്റ് പോർട്ട് അധികൃതരോട് പറഞ്ഞു. അവർ പലക പൊട്ടിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ കൊള്ളാമല്ലോ, ഇത് ഒത്തിരിക്കുന്നല്ലോ, നമ്മെപ്പോലെ ഒത്തിരിക്കുന്നല്ലോ. ഇതിനാകുമ്പോൾ ഭക്ഷണമൊന്നും വേണ്ട. ഇതും പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടിക്കാർ കിടക്കണത്. ഇതിനാകുമ്പോൾ ഭക്ഷണമൊന്നും വേണ്ട, ദീർഘകാലം ജീവിച്ചു കൊള്ളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അകത്തിരിക്കുന്നത് വെറും പ്രതിമയല്ല. ഗുരുവിൻ്റെ തൃക്കണ്ണുകൊണ്ട് പാർത്തുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച ദീർഘകാലം ജീവിച്ചു കൊള്ളും, അനന്തമായ കാലത്തോളം ജീവിച്ചു കൊള്ളും എന്ന് നമുക്ക് ഭഗവാന്റെ തിരുവാക്കുകളാൽ നമുക്ക് അനുഗ്രഹം നൽകിയ, നമുക്ക് വാഗ്ദാനം നൽകിയ ആ ഭഗവാനെയാണ് ഇവിടെ വെച്ചിട്ട് ആരാധിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ അധിക പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.